ആയിരിക്കുന്ന ഈ ഒരു മണ്ഡലത്തെ കുറിച്ചാണ് ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ നോക്കാൻ പോകുന്നത് വർഷിപ്പ് ലീഡേഴ്സിനെ കുറിച്ചാണ്. വർഷിപ്പ് ലീഡ് ചെയ്യുന്ന എത്ര പേരുണ്ട് ഇവിടെ? എല്ലാവരും ഒന്ന് കൈ പൊക്കിയ. വർഷിപ്പ് ലീഡ് ചെയ്യുന്നവർ കൈ പൊക്കി. വർഷിപ്പ് ലീഡ് ചെയ്യുന്നവരുണ്ട്. ഓക്കെ, ആരും കണ്ടില്ല. വർഷിപ്പ് ലീഡ് ചെയ്യുന്നവർ, വർഷിപ്പ് ലീഡ് ചെയ്യുന്നവർ. ഓക്കെ, വെരി ഗുഡ്. അടുത്ത് വർഷിപ്പ് ടീമിനുള്ളവർ. എനിക്ക് തോന്നുന്നു വർഷിപ്പ് ലീഡ് ചെയ്യുന്ന വർഷിപ്പ് ടീമിനുള്ളവരാ കൂടുതലും ഇതിലുള്ളത്. നമുക്കെല്ലാം മനസ്സിലാക്കേണ്ട ചില ട്രിപ്പ് കുറെ കാര്യങ്ങൾ മാത്രമാണ് ഇന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുന്നത്. പെട്ടെന്ന് നമുക്ക് അതിലേക്ക് കിടക്കാം. നമുക്ക് സ്ലൈഡിലേക്ക് നോക്കാം. എല്ലാവരും കണ്ടോ സ്ലൈഡ്? വർഷിപ്പ് ലീഡേഴ്സ് എങ്ങനെ ആയിരിക്കണം? വർഷിപ്പ് ലീഡേഴ്സ് എല്ലാവരും കണ്ടല്ലോ. ഓക്കെ, വർഷിപ്പ് ലീഡേഴ്സ് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എന്നോട് പറയാം. നോ, വർഷിപ്പ് ലീഡർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ലീഡർ ആയിരിക്കണം. ആദ്യം മെയിൻ എന്തായിരിക്കണം? അദ്ദേഹം ഒരു ലീഡർ. ലീഡർ എന്ന് വെച്ചാൽ എന്തിന്റെ ലീഡറാണ്? ലീഡർ എന്ന് പറഞ്ഞാൽ ആരാധനയിൽ ഒരു കേന്ദ്ര ബിന്ദുവിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് മറ്റുള്ളവരെ നയിക്കുന്ന ഒരു നായകൻ അല്ലെങ്കിൽ ഒരു ലീഡർ. മനസ്സിലായോ അതിനർത്ഥം? ആരാധനയിൽ ഒരു പ്രത്യേക കേന്ദ്ര ബിന്ദുവിനെ, എന്തായിരിക്കും നമ്മുടെ കേന്ദ്ര ബിന്ദു? പിതാവിന്റെ സന്നിധിയിൽ എത്തുക എന്നുള്ളതാണ്. അതിനെ ലക്ഷ്യമിട്ടുകൊണ്ട് മറ്റുള്ളവരെ അതിലേക്ക് ആകർഷിപ്പിക്കുന്ന, നയിക്കുന്ന ഒരു വ്യക്തിയാണ് വർഷിപ്പ് ലീഡർ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ വർഷിപ്പ് ലീഡർ എന്ന് പറയുന്ന ഒരു പ്രത്യേക പ്രാധാന്യം, ജോലി അത് എളുപ്പമുള്ള കാര്യമല്ല. സോ എല്ലാവരെയും അതിലേക്ക് നയിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കണം വർഷിപ്പ് ലീഡർ. ഈസ് എ ലീഡർ. അല്ലാതെ പാട്ടുകാരനാണോ? പാട്ടുകാരൻ. ചിലരൊക്കെ പറയണ്ട, ഓക്കെ ഈ സഹോദരൻ വന്നിപ്പോ ഒരു പാട്ട് പാടും. പാട്ട് പാടുന്ന ആളല്ല, ദൈവത്തിനൊരു പാട്ട് പാടുന്ന ആളെ അല്ല ആവശ്യം. അല്ലെങ്കിൽ നന്നായി ഗാനങ്ങൾ ആലപിക്കുന്ന ഒരു വ്യക്തിയല്ല ആവശ്യം. അങ്ങനെയെങ്കിൽ എനിക്ക് തോന്നുന്നു യേശുദാസിനെ വിളിക്കും ഇന്നത്തെ ആരാധന നയിക്കണം. കാരണം പുള്ളി നന്നായിട്ട് പാടുമല്ലോ. അല്ലെങ്കിൽ ദൈവത്തിന് തോന്നുന്ന MG ശ്രീകുമാറിനെ വിളിക്കാം. പുള്ളിയാകുമ്പോൾ നന്നായിട്ട് പാടും. അല്ലെങ്കിൽ തോന്നുന്നു മെറിൻ വേണ്ട, മെറിൻ പാടിയ ശരിയാവില്ല, നമുക്ക് ചിത്രയെ വിളിക്കാമെന്ന് ചിന്തിക്കും. ദൈവത്തിന് നന്നായിട്ട് പാടുന്ന വ്യക്തിയാണ് ആവശ്യമെങ്കിൽ. അപ്പോൾ ദൈവത്തിന് നന്നായിട്ട് പാടുന്ന വ്യക്തിയല്ല ആവശ്യം. ദൈവത്തിന് ആവശ്യം എങ്ങനത്തെ വർഷിപ്പ് ലീഡറാണ്? ജനങ്ങളെ അവന്റെ സന്നിധിയിൽ എത്തിക്കുന്നതിന് നയിക്കുന്ന ഒരു വ്യക്തിയാണ് ആവശ്യം. അതാണ് വർഷിപ്പ് ലീഡർ. ദാറ്റ് ഇസ് എ വർഷിപ്പ് ലീഡർ. ഇസ് എ ലീഡർ. ലീഡ് ചെയ്യുന്ന വ്യക്തി, അതാണ് വർഷിപ്പ് ലീഡർ. എല്ലാവർക്കും മനസ്സിലായല്ലോ? അതിന് കൺഫ്യൂഷൻ ഇല്ലല്ലോ. അപ്പൊ അതിന്റെ അർത്ഥം എന്തോ? നമ്മുടെ ശബ്ദത്തിലല്ല നമ്മൾ ആശ്രയിക്കുന്നത്, നമ്മുടെ വോക്കൽസിലല്ല നമ്മൾ ആശ്രയിക്കുന്നത്. നമ്മുടെ ലക്ഷ്യമെല്ലാം ജനങ്ങളെ നയിക്കുകയാണ്. ചിലപ്പോ ആ ശബ്ദം ഇടറിയെന്നിരിക്കാം, അല്ലെങ്കിൽ ഒരു പക്ഷെ നോക്കിയാൽ ഊളന്മാര് കൂവുന്നത് പോലെ ഇരിക്കാം. അതിലൊന്നും ഒരു പ്രശ്നമല്ല. പ്രശ്നം ഇവിടെ ഇതാണ്, എനിക്ക് മറ്റുള്ളവരെ ആ ഒരു കേന്ദ്ര ബിന്ദുവിലേക്ക് നയിക്കാൻ പറ്റുന്നുണ്ടോ? ആ നയിക്കുന്ന വ്യക്തിയാണ് വർഷിപ്പ് ലീഡർ. അല്ലാതെ ഒരു സഭ അപ്പോയിന്റ് ചെയ്തൊരു വ്യക്തിയല്ല. അത് സഭ അപ്പോയിന്റ് ചെയ്തെന്നിരിക്കാം, പക്ഷെ ദൈവത്താൽ തിരഞ്ഞെടുക്കുന്ന വ്യക്തികളാണ് വർഷിപ്പ് ലീഡിങ്ങിലേക്ക് കടന്നു വരുന്നത്. അടുത്തെന്താണ്? ഫെസിലിറ്റേറ്റർ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ വർഷിപ്പ് സമയത്തിൽ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുകയും, എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഡിസ്കറേജ്മെന്റ് അല്ല, പ്രോത്സാഹിപ്പിക്കുക. ഒരു അറ്റ്മോസ്ഫിയർ, ഇവർ വരുമ്പോൾ തന്നെ അവിടുത്തെ അറ്റ്മോസ്ഫിയർ അങ്ങ് ചേഞ്ച് ആവുകയാണ്. മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിച്ച് അതിനനുയോജ്യമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നവരാണ് വർഷിപ്പ് ലീഡേഴ്സ്. നമുക്കറിയാലേ, ചില സ്ഥലത്തൊക്കെ ഇപ്പോൾ വർഷിപ്പ് ലീഡേഴ്സിനെ കാണുമ്പോൾ അറിയാല്ലേ, അവര് എന്താണ്, അവരുടെ ജീവിതത്തിൽ അവർക്കൊരു വിടുതലില്ല. അവരെല്ലാം നിരാശയിലാണ്. ക്രിസ്തുവിലുള്ള അവരുടെ അധികാരത്തെ അവർക്ക് അറിയത്തില്ല. അവർക്കൊരു പാടാൻ അവസരം കിട്ടി, വർഷിപ്പ് ലീഡ് ചെയ്യാൻ അവസരം കിട്ടി, അതുകൊണ്ട് കയറി അങ്ങ് പാടുകയാണ്. എന്നാൽ അവരുടെ ജീവിതത്തിൽ പേഴ്സണലി ഒരു വിടുതലില്ല. അവരെപ്പോഴും ആത്മീയമായി വീഴുകയും എഴുന്നേൽക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി. അപ്പൊ അങ്ങനെ ഒരു വ്യക്തിക്ക് അല്ല ഒരു വർഷിപ്പ് ലീഡർ എന്ന് പറഞ്ഞാൽ. ആത്മീയമായി എഴുതുകയും ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. അവർക്ക് ക്രിസ്തുവിൽ അവരുടെ സുവിശേഷത്തിന്റെ ആ അധികാരം അവർക്ക് വ്യക്തമായി അറിഞ്ഞൂടാത്തത് കൊണ്ടാണ് അവർ വീഴുകയും എഴുന്നേൽക്കുകയും ചെയ്യുന്നത്. പക്ഷേ വർഷിപ്പ് ലീഡേഴ്സ് എന്ന് പറഞ്ഞാൽ ആ ആത്മീയ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ അവരുടെ ആങ്കർ, അവരുടെ ഡിസപ്പോയിന്റ്മെന്റ്, അതായത് ഇമോഷൻസുകളെ കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത വ്യക്തി ഒരു വർഷിപ്പ് ലീഡേഴ്സ് അല്ല. ടു ബി കൺട്രോൾഡ് ഇമോഷൻസ് അല്ലേ? ഇമോഷൻസുകളെ കൺട്രോൾ ചെയ്ത്, ആങ്കർ ഇല്ലാത്ത, അല്ലെങ്കിൽ ഇമോഷനുകൾ മാറ്റുന്ന, അല്ലെങ്കിൽ വേറെ നിലവാരത്തിൽ പറഞ്ഞാൽ
ഗിറ്റാറുകളുടെ അല്ലെങ്കിൽ കീബോർഡുകളുടെ സംഗീതത്തിനനുസരിച്ച് ഒഴുകാതെ പരിശുദ്ധാത്മാവിന്റെ ശബ്ദത്തിനനുസരിച്ച് ഒഴുകപ്പെടുന്ന അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ കൊണ്ടുവരുന്നതാണ് വർഷിപ്പ് ലീഡർ. ഹല്ലേലൂയ. മനസ്സിലായോ? അതായത് കീബോർഡിസ്റ്റ് വായിച്ചപ്പോ തെറ്റിപ്പോകുമ്പോ തിരിച്ചെന്ന് കീബോർഡിസ്റ്റിനെ വഴക്ക് പറയുന്നതല്ല വർഷിപ്പ് ലീഡേഴ്സ് എന്ന് പറയുന്നത്. അവർ അതിനേക്കാളും ആശ്രയിക്കുന്നത് എവിടെയാണ്? ആ പരിശുദ്ധാത്മാവിന്റെ അറ്റ്മോസ്ഫിയറിനെ കൊണ്ടുവരിക. അതായത് വർഷിപ്പ് ലീഡർ എന്ന് പറഞ്ഞാൽ ആത്മാവിൽ കരയാൻ തുടങ്ങുമ്പോൾ മടിക്കാതെ കരയുന്ന വ്യക്തിയാണ് വർഷിപ്പ് ലീഡർ. ആത്മാവിൽ കരച്ചിൽ വന്നാൽ കരയും. നൃത്തം ചെയ്യാൻ തുടങ്ങിയാൽ മടിക്കാതെ നാണക്കേടില്ലാതെ നൃത്തം ചെയ്യും. പ്രൈസ് ചെയ്യാൻ തുടങ്ങിയാൽ ആരെയും വകവയ്ക്കാതെ പ്രൈസ് ചെയ്യും. ഇമോഷൻസുകൾ ചിരിക്കാൻ തോന്നിയാൽ ചിരിക്കും. അതുപോലെ ആ അറ്റ്മോസ്ഫിയറിനെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്, അത് വെറുതെ ക്രിയേറ്റ് ചെയ്യില്ല, ആത്മാവിൽ ആ അറ്റ്മോസ്ഫിയറിനെ ജനങ്ങളുടെ ഇടയിൽ കൊണ്ടുവരുന്ന വ്യക്തിയാണ് വർഷിപ്പ് ലീഡർ. നമ്മൾ അങ്ങനെ ആയിരിക്കണം നമ്മുടെ ആരാധനകൾ. നമ്മൾ വർഷിപ്പ് ലീഡർ അങ്ങനെ ആയിരിക്കണം. അല്ലാതെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിലാ? എന്റെ ശബ്ദത്തിൽ, എന്റെ പാട്ടിന്റെ രീതിയിൽ ഇതൊന്നും വർക്കാവത്തില്ല. അതെല്ലാം ആവശ്യമാണ്, പക്ഷെ ആരാധനയിൽ ഇതൊന്നും വർക്കാവത്തില്ല. ഹല്ലേലൂയ. എനിക്കറിയുമ്പോ ഞാൻ എപ്പോ വർഷിപ്പ് ലീഡ് ചെയ്താലും എന്റെ ട്യൂൺ ഔട്ട് ഓഫ് ട്യൂൺ ആകുമ്പോഴാണ് കൂടുതൽ സമയം പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു തുടങ്ങുന്നത്. നല്ല ട്യൂണിൽ നിൽക്കുമ്പോൾ ഞാൻ എന്റെ കൺട്രോളിലായിരിക്കും. ഔട്ട് ഓഫ് ട്യൂൺ ആകുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ എന്താണ് ഫെസിലിറ്റേറ്റർ? അടുത്തെന്താണ് ഒരു വർഷിപ്പ് ലീഡർ എന്ന് പറഞ്ഞാൽ? സെർവന്റ്. ദാറ്റ്സ് വണ്ടർഫുൾ. പിന്നെ സെർവന്റ് എന്ന് പറഞ്ഞാൽ വില്ലിംഗ് ടു ഡയറക്റ്റഡ് ഫ്രം ദ ഹോളി സ്പിരിറ്റ്. അതായത് വില്ലിംഗ് ടു ബി യൂസ്ഡ് ആൻഡ് ഡയറക്റ്റഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനാല് നയിക്കപ്പെടുവാൻ താല്പര്യമുള്ള വ്യക്തിയാണ് യഥാർത്ഥ ആരാധന ലീഡ് ചെയ്യുന്ന ഒരു വർഷിപ്പ് ലീഡർ എന്ന് ഉദ്ദേശിക്കും. അല്ലാതെ ഒരു ഗിറ്റാർ എടുത്ത് വെക്കുന്ന ആളല്ല വർഷിപ്പ് ലീഡർ, ഒരു കീബോർഡ് എടുത്ത് വെക്കുന്ന ആളല്ല വർഷിപ്പ് ലീഡർ. അല്ലെങ്കിൽ എനിക്ക് കുറച്ച് പാട്ടറിയാം അതുകൊണ്ട് ഞാൻ വർഷിപ്പ് ലീഡർ ആയതല്ല, അല്ലെങ്കിൽ സഭ എന്നെ ഏൽപ്പിച്ചു അതുകൊണ്ട് വർഷിപ്പ് ലീഡർ ആയല്ല. ഈ കാര്യങ്ങളിൽ ഞാൻ ഒതുങ്ങുമ്പോഴാണ്, ഇത് നിൽക്കുമ്പോഴാണ് ഞാൻ ഒരു വർഷിപ്പ് ലീഡറായി തുടങ്ങി. ഒന്നാണ് ലീഡർ, ഫെസിലിറ്റേറ്റർ ആൻഡ് സെർവന്റ്. സെർവന്റ് എന്ന് പറഞ്ഞാൽ അറിയാമോ? പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന സെർവന്റ് ഹുഡ് ഹാർട്ട്. അതായത് എന്തല്ല, റൂളർ അല്ല, എന്തല്ല, സെർവന്റ് ആണ്, റൂളർ അല്ല. മറ്റുള്ളവരെ റൂൾ ചെയ്യുകയല്ല, മറ്റുള്ളവരെ നയിക്കുന്ന ഒരു സെർവന്റ് ആണ് വർഷിപ്പ് ലീഡർ. ആമേൻ. ഇതുവരെ മനസ്സിലായെന്ന് തോന്നുന്നു. നമുക്ക് അല്പം പെട്ടെന്ന് ഈ കാര്യങ്ങൾ പെട്ടെന്ന് പോവാം. അപ്പോൾ ഇത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ആമേൻ. അപ്പൊ നമുക്ക് നോക്കി എന്താണ് ക്വാളിറ്റി ഓഫ് ദ വർഷിപ്പ് ലീഡർ. ഒരു വർഷിപ്പ് ലീഡറിന്റെ ക്വാളിറ്റികൾ എവിടെ ഒതുങ്ങി നിൽക്കുന്നു? നമുക്ക് ക്വാളിറ്റി, ഒന്നാമത്തെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ വർഷിപ്പ് ലീഡർ ഈസ് എ ബി എ വർഷിപ്പർ. അതാണ് ഫസ്റ്റ് ക്വാളിറ്റി. എന്താണ്? വർഷിപ്പ് ലീഡർ വർഷിപ്പ് ആയിരിക്കണം. നമ്മുടെ ജീവിതം ആരാധനയായിരിക്കണം. അതെപ്പോഴാണ്? സഭയിൽ വരുമ്പോൾ മാത്രമല്ല, എപ്പോഴും. ചിലപ്പോൾ നിങ്ങളുടെ കാറിൽ വെച്ച് നിങ്ങൾ ആരാധിക്കും, ബാത്റൂമിൽ, റൂമിൽ, നിങ്ങൾ പഠിക്കുമ്പോൾ, നിങ്ങൾ ഷോപ്പിങ്ങിന് പോകുമ്പോഴെല്ലാം നിങ്ങളുടെ നിങ്ങളൊരു ആരാധന വ്യക്തിയാണ്. സോ ഹി ബി എ വർഷിപ്പർ. ഹല്ലേലൂയ. നമ്മുടെ ലൈഫേ വർഷിപ്പായി മാറുകയാണ് ഒരു ക്വാളിറ്റി, വർഷിപ്പ് ലീഡറുടെ ക്വാളിറ്റി. ഹല്ലേലൂയ. അതോ വർഷിപ്പ് ലീഡറുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ വേറെ, ഇന്ന് നമുക്കറിയാം ലോകത്തിൽ പല കാര്യങ്ങളാണ് ആൾക്കാർ വർഷിപ്പ് ലീഡറിനെ കുറിച്ച് ചിന്തിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഹി ഷുഡ് ബി എ വർഷിപ്പർ. ആരാധന അല്ല, ആരാധന നയിക്കുന്ന വ്യക്തിയല്ല, ആരാധിക്കുന്ന വ്യക്തിയായിരിക്കും വർഷിപ്പ് ലീഡർ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് തന്നെ നമ്മുടെ സഭകളിലൊക്കെ നമ്മൾ ആൾക്കാരെ സെലക്ട് ചെയ്യുമ്പോൾ നാം നോക്കും, അവരൊരു യഥാർത്ഥ വർഷിപ്പേഴ്സ് ആണോ പേഴ്സണലി, എങ്കിൽ മാത്രമേ ആ റെസ്പോൺസിബിലിറ്റി പരിശുദ്ധാത്മാവ് അവരെ കയ്യിലേക്ക് ഏൽപ്പിക്കാവുള്ളൂ. അടുത്തെന്താണ്? ബി എ വർഷിപ്പർ. പിന്നെന്താണ്? ഗീവ് എ സ്ട്രോങ് ലീഡർഷിപ്പ്. എന്താണ് ഗീവ് എ സ്ട്രോങ് ക്വാളിറ്റി ഓഫ് വർഷിപ്പ്? ഗീവ് എ സ്ട്രോങ് ലീഡർഷിപ്പ്. ഇവിടെയാണ് ചിന്തിക്കേണ്ടത്. നിങ്ങൾ വെറും ഒരു പാട്ടുകാരല്ല, അല്ലെങ്കിൽ വേറെ ചില സഭകളിൽ ചിലയിടത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ആരാധന ലീഡ് ചെയ്യുന്നവരൊരു എന്താ പറയാ, ഒരു രണ്ടാം കിട ആൾക്കാരെ പോലെ, ആർക്കും വേണ്ടാത്തവരെ പോലെയാണ്. അവരെ ആർക്കും വേണ്ട എന്നുള്ള രീതിയിലാണ്. യു അണ്ടർസ്റ്റാൻഡ്, നിങ്ങൾക്ക് ദൈവം ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി തന്നിരിക്കുകയാണ്. കണ്ടോ, കയ്യെ പിടിച്ച് കയറ്റണം ആ സ്ഥാനത്തേക്ക്. നിങ്ങളാണ് അവിടെ എല്ലാവരും പിടിച്ചു. ആ ക്വാളിറ്റി അതാണോ ലീഡർ വന്നു നിന്ന് ആരാധനയ്ക്ക് വരുമ്പോ അയ്യോ ഞാൻ വളരെ
ഡിസപ്പോയിന്റഡ് ആണ്, എനിക്കിന്ന് ലീഡ് ചെയ്യാൻ പറ്റില്ല. ദാറ്റ്സ് നോട്ട് എ ലീഡർ. ലീഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബോസും ലീഡർ. ബോസ് എപ്പോഴും പറയും പോ പോ എന്ന് പറയും, പുറക്കിൽ നിൽക്കും. ലീഡർ അങ്ങനെയല്ല, അവരെ പിടിച്ചു കൊണ്ടുപോകുന്നതാണ് ലീഡർ. അപ്പോ ആരാധന വർഷിപ്പിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരാധിക്കും, നിങ്ങൾ ആരാധിക്കും, നിങ്ങൾ ആരാധിക്കല്ല, ഞാൻ ആരാധിക്കും, ഞാൻ കാണിക്കും, ഞാൻ തന്നെ അങ്ങ് പോകും, എന്നിട്ട് മറ്റുള്ളവരെ എന്നിൽ കൂടെ കൊണ്ടുപോകണം. ദാറ്റ് ഇസ് എ ലീഡർഷിപ്പ്. അപ്പൊ വർഷിപ്പ് ലീഡറിന്റെ ക്വാളിറ്റി എന്താണ്? ലീഡർഷിപ്പ്. ഈ കാര്യങ്ങൾ മറന്നു പോരുത്. ഇതൊക്കെ വെറും തിയോളജി അല്ല, ഇതെല്ലാം പ്രാക്ടിക്കൽ ആണ് ആരാധനയിൽ. അവൻ ദ ലീഡർഷിപ്പ്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ക്വാളിറ്റി എന്താണ്? ദ ലീഡർഷിപ്പ്. ടേക്ക് ദ ലീഡർഷിപ്പ്. യു നോ യുവർ പൊസിഷൻ. നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ള പൊസിഷൻ ആദ്യം മനസ്സിലാക്കുക. ഞാനൊരു ചോദ്യം ചെയ്യാം. നമ്മൾ ആരാധിക്കുമ്പോൾ നമ്മുടെ പൊസിഷൻ എവിടെയെന്ന് അറിയുമോ? വേ യു ആർ സ്റ്റാൻഡിങ്. മെർലിൻ അറിയാമോ? ആരാധിക്കുമ്പോൾ മെർലിൻ എവിടെയാ നിൽക്കുന്നതെന്ന് അറിയോ? പറഞ്ഞോളൂ. പരിശുദ്ധാത്മാവിലാണോ? അതെ, പരിശുദ്ധാത്മാവിൽ തന്നെയാണ്. പക്ഷേ യുവർ പൊസിഷൻ എവിടെയാണ് നിൽക്കുന്നത്? എല്ലാവർക്കും പറയാം. ജിജി മോൻ, ജിജി വർഷിപ്പ് ലീഡേഴ്സിനൊക്കെ പറയാം. എവിടെയാണ്? ദൈവസാന്നിധ്യം. അത് വളരെ നല്ലതാണ്. അല്പം കൂടെ അടുത്തൊന്ന് പറഞ്ഞേ, എവിടെയാ നിൽക്കുന്നത്? ദൈവസന്നിധിയിൽ എന്ന് പറയുമ്പോ അത് സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറഞ്ഞേ. ആത്മാവിൽ നമ്മള് ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കും. അതെ, ദൈവത്തിന്റെ സാന്നിധ്യം. വെരി ഗുഡ്. ദൈവത്തിന്റെ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെ നിൽക്കുമ്പോഴും അനുഭവിക്കാം. ഒരു വർഷിപ്പ് ചെയ്യുന്ന സമയത്ത് എവിടെയാണ് ആ പൊസിഷനാണ് ഞാൻ ചോദിച്ചത്. ദൈവ സാന്നിധ്യത്തിൽ ഏത് പൊസിഷനിൽ നിൽക്കുന്നു? ദൈവത്തിന്റെ കരങ്ങളിലാണോ? ദൈവത്തിന്റെ കരങ്ങളിൽ. വെരി ഗുഡ്. ദൈവത്തിന്റെ കയ്യിലിരിക്കുന്നു. വളരെ നല്ലതാണ്. പക്ഷെ ആ പൊസിഷൻ നമ്മൾ മനസ്സിലാക്കുക. ആ സ്റ്റാൻഡ്, ഞാൻ നിൽക്കുന്ന സ്ഥലം, ആ പൊസിഷൻ ഏത് എവിടെയാ? പറഞ്ഞോളൂ. ആരാ ആദ്യത്തെ വർഷിപ്പ് ലീഡർ? ആദ്യത്തെ വർഷിപ്പ് ലീഡർ ആരാ? ലൂസിഫർ. ലൂസിഫർ. പുള്ളിയുടെ പൊസിഷൻ എവിടെയായിരുന്നു വർഷിപ്പ് ലീഡ് ചെയ്യുമ്പോൾ? സ്വർഗത്തിൽ. സ്വർഗത്തിൽ എവിടെയായിരുന്നു? സിംഹാസനത്തിന് മുമ്പാകെ. That is right. When you worship God, നാം സിംഹാസനത്തിന് മുമ്പിൽ, നമ്മുടെ ബാക്കിലാണ് ഏഞ്ചൽസ് വരുന്നത്. ബാക്ക്, നോട്ട് ഫ്രണ്ട്. മനസ്സിലായോ? അപ്പൊ വർഷിപ്പ് ലീഡറിന്റെ ലീഡർഷിപ്പ് എവിടെയായിരിക്കണം? നമ്മുടെ ബാക്കിലാണ്. നമ്മൾ ഒരു ഇംഗ്ലീഷ് പാട്ട്, എൽഡേഴ്സ് ആൻഡ് ഏഞ്ചൽസ് bow and redeem worship you now, holy 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 are you Lord, angels and elders are worshiping you now. അവർ നിന്നെ ആരാധിക്കുന്നു. അപ്പൊ നമ്മൾ അവിടെ നിൽക്കുന്നു, അവിടെ മുമ്പിൽ. നമ്മുടെ പൊസിഷൻ അവിടെ മുമ്പിലാണ്. അവിടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി എങ്ങനെ ആയിരിക്കണം? ഇറ്റ്സ് വെരി ഡിഫറെന്റ്. ഹല്ലേലൂയ. അപ്പോ ഇപ്പൊ മനസ്സിലായി. പൊസിഷൻ പറഞ്ഞു. ആ പൊസിഷനിലാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത്. ആ ദൈവത്തെ ആരാധിക്കുമ്പോൾ ആ തലത്തിലാണ് ദൈവം നമ്മെ കൊണ്ടുപോകുന്നത്. എല്ലാവരെയും. അപ്പൊ മെയിൻലി വർഷിപ്പ് ലീഡർ ഗിവ് എ സ്ട്രോങ് ലീഡർഷിപ്പ്. നോ യുവർ അതോറിറ്റി ഇൻ ക്രൈസ്റ്റ്. അല്ലേ? ക്രിസ്തുവിൽ നീ ആരായിരിക്കുന്നു, നാം ആരായിരിക്കുന്നു എന്നുള്ള നല്ല ബോധ്യം നമുക്കുണ്ടായിരിക്കണം. വർഷിപ്പ് ലീഡർ, ഞാൻ ആരാണ്, എന്റെ അതോറിറ്റി എന്താണ്? ആ അതോറിറ്റിയിൽ നിന്ന് മാത്രമേ നാം എന്ത് ചെയ്യാനുള്ളൂ? ആരാധന ലീഡ് ചെയ്യാൻ പാടുള്ളൂ. ആമേൻ. വർഷിപ്പ് ലീഡർ ക്വാളിറ്റി സ്ട്രോങ്. എന്നിട്ട് എന്താണ്? ദ ഡിസൈൻമെന്റ് ഓഫ് ഡിഫറെന്റ് സ്പിരിറ്റ്. ആത്മാക്കളെ തിരിച്ചറിയുവാനുള്ള ഒരു പ്രത്യേക അനോയിന്റിങ് ദൈവത്തിൽ നിന്ന് വാങ്ങിക്കണം. ഇല്ലെങ്കിൽ ഉണ്ടെങ്കിൽ വളരെ നല്ലത്. ദ ഡിസൈൻമെന്റ് ഓഫ് സ്പിരിറ്റ്. കാരണം ആ ആരാധന സമയത്ത് ആത്മാക്കളെ തിരിച്ചറിയാനുള്ള ഒരു ഗിഫ്റ്റ് വർഷിപ്പ് ലീഡറിന്റെ ക്വാളിറ്റിയാണ്. അതില്ലെങ്കിൽ പിശാചി വരുമ്പോഴും പറയും എന്താണ്? ഓ, പ്രസൻസ് ഓഫ് ഗാഡ് എന്ന് പറയും. അല്ലേ? ചിലപ്പോ ഒരു ദുരാത്മാവ് എടുത്ത സ്ത്രീ ആയിരിക്കാം നിലവിളിക്കുന്നത്. അപ്പൊ പറയും ഇതേ ആ സ്ത്രീയുടെ ശരീരത്തിൽ തീ കാണുന്നെന്ന് പറയും. കാരണം സ്പിരിറ്റിനെ ഡിസൈൻമെന്റ് ചെയ്യാൻ അറിയത്തില്ല. എനിക്കറിയാം ചില സഭകളിലൊക്കെ ചിലർക്ക് അന്യഭാഷ പറയാറുണ്ട്. ഭയങ്കര അന്യഭാഷ നല്ലതാണ് പറയുന്നത്. ആ പറഞ്ഞ ചിലരിൽ ഒരു ദൈവദാസൻ പറഞ്ഞത് ഭയങ്കര അനോയിന്റിങ് എന്നാണ്.
പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞപ്പോ അന്യഭാഷ പറയുന്ന ആന്റി പിശാചളവിയാ വെളി വന്നേ. കണ്ടോ? ആ ദൈവദാസന് ഡിസൈൻമെന്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോ അന്യഭാഷ പിശാചിനും പറയാം. ഹി നോ ഹൗ ടു സ്പീക്ക് ദാറ്റ്. അപ്പോൾ ആത്മാവിനെ തിരിച്ചറിയുവാനുള്ള എബിലിറ്റീസ് ആണ് ക്വാളിറ്റി വർഷിപ്പ് ലീഡേഴ്സ്. അത് നമുക്കില്ലെങ്കിൽ നമ്മൾ ദൈവത്തിൽ ചോദിച്ചു വാങ്ങണം. ആത്മാവിനെ തിരിച്ചറിയുക, അറ്റ്മോസ്ഫിയറിനെ തിരിച്ചറിയുക. ഹല്ലേലൂയ. അതായത് നമ്മ ആരാധിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു വ്യക്തി കരയുകയാണെങ്കിൽ അത് ദൈവത്താലാണോ അതോ അവരുടെ മാനുഷിക ഇമോഷൻ ആണോ അതോ അവർ വെറുതെ അവിടെ വീട്ടിലെ കാര്യങ്ങൾ ചിന്തിച്ച് കരയുവാണോ, ഇതെല്ലാം മനസ്സിലാക്കാനുള്ള ഡിസൈൻമെന്റ്. ഒരിക്കൽ ഒരു അമ്മച്ചി പറഞ്ഞില്ലേ, പ്രസംഗം കേട്ടെന്ന് ഭയങ്കര കരച്ചില്ല. അപ്പോ ദൈവദാസൻ ചെന്ന് കെട്ടിപ്പിടിച്ചു പറഞ്ഞു, അമ്മച്ചിയെ ഈ പ്രസംഗം കേട്ട ദൈവം ഇത്രയും നിങ്ങളെ സ്പർശിച്ചോ എന്ന് ചോദിച്ചു. അമ്മച്ചി പറയാ, അയ്യോ വചനം കേട്ടതല്ല പാസ്റ്റർ, ഞാൻ എന്റെ വീട്ടിലെ ആട്ടുകുട്ടി എന്ത് കഴിക്കുമെന്ന് ചിന്തിച്ച് കരയുവാന്ന്. കണ്ട? അപ്പോ അത് സ്പിരിറ്റ്. ഞാൻ ഒരു തമാശ പറഞ്ഞ ഡിസൈനിങ്, അണ്ടർസ്റ്റാൻഡ് ദ സ്പിരിറ്റ്. ആമേൻ. അടുത്തെന്താണ്? റിമെമ്പർ ഹൂ ആർ ഇൻ എ സർവീസ്, whom you are serving. നാം ആരെയാണോ നാം സെർവ് ചെയ്യുന്നു എന്നുള്ള ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടാകണം. നമ്മളൊരു സഭയെ സെർവ് ചെയ്യുന്നത് അതിനേക്കാളും മറിച്ച് നാം സെർവ് ചെയ്യുന്നത് നമ്മുടെ ദൈവത്തെയാണ്, പിതാവിനെയാണ്. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് ചിലപ്പോ ഒരു പക്ഷേ അയ്യോ നിങ്ങളുടെ വർഷിപ്പ് അത്ര കൊള്ളത്തില്ല, നിങ്ങൾക്ക് പാടാൻ അറിയത്തില്ല, നിങ്ങൾ നല്ല ലീഡർ എന്നൊക്കെ മനുഷ്യൻ പറഞ്ഞാലും യു ജസ്റ്റ് റിമെമ്പർ വാട്ട് ഗോഡ് സേ അബൌട്ട് ഇറ്റ്. ദൈവം എന്താണോ നിങ്ങളെ കുറിച്ച് പറയുന്നത് അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ചിലപ്പോ ഒരു പക്ഷേ ജനങ്ങൾ പറയും നല്ല ആരാധനയാണ്, നല്ല ലീഡറാണ്, അതിനേക്കാൾ ഉപരിയാണ് ദൈവം എന്താണ് നാം വർഷിപ്പ് ലീഡ് ചെയ്യുമ്പോൾ നമ്മെ കുറിച്ച് പറയുന്നത്. ദാറ്റ് ഈസ് വെരി. ഹല്ലേലൂയ. അപ്പൊ വർഷിപ്പ് ലീഡേഴ്സിന്റെ ക്വാളിറ്റി എന്തൊക്കെയാണ്? ഹല്ലേലൂയ. ബി എ വർഷിപ്പർ, ഗിവ് എ സ്ട്രോങ് ലീഡർഷിപ്പ്, ഡിസൈൻമെന്റ് ഓഫ് സ്പിരിറ്റ് ആൻഡ് റിമെമ്പർ ഹൂ യു ആർ. ആമേൻ. ഇതുവരെ ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഹല്ലേലൂയ. നമ്മളെല്ലാം അങ്ങനെയാണ്. നമ്മളൊരു പുതിയ തലത്തിലേക്ക് കയറാൻ പോണം, ആരാധനയുടെ ലീഡ് ചെയ്യുന്ന ഒരു പുതിയ ഹല്ലേലൂയ. ഇനി അടുത്തായി നാം നോക്കാൻ പോകുന്നത് ആരാധന നാം പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് നാം ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, വർഷിപ്പ് ടീമും വർഷിപ്പ് ലീഡേഴ്സും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, ആരാധന പ്രിപ്പയർ ചെയ്യാൻ പോവാണ്, അതിനു മുമ്പ് ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം ഏത് കോഡ് എടുക്കണമെന്നല്ല, ഏത് ട്യൂൺ എടുക്കണമെന്നല്ല, ഏത് പിച്ചിൽ പാടണമെന്നല്ല. ആദ്യം ചിന്തിക്കേണ്ടത് വാട്ട് തീം ഈസ് ഓൺ ഗോഡ് ഹാർട്ട്. എല്ലാ വർഷിപ്പിലും ദൈവത്തിന്റെ ഹൃദയത്തിൽ ഒരു തീമുണ്ട്. നാം അത് ചോദിച്ച് മനസ്സിലാക്കണം. എല്ലാ വർഷിപ്പ് ലീഡറും മനസ്സിലാക്കിയോ? പ്രിപ്പയർ ചെയ്യുന്നതിന് ഇപ്പൊ ആദ്യം അത് ചോദിക്കണം, ലോർഡ് ഈ വാട്ട് ഇസ് യുവർ തീം? ഈ ഇന്ന് ഞാൻ ലീഡ് ചെയ്യുന്ന 1 മണിക്കൂറിൽ അങ്ങയുടെ ഹൃദയത്തിന്റെ തീം എന്താണ്? മെയിൻ തീം എല്ലാവർക്കും മനസ്സിലായല്ലോ. തീം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ദൈവം നമ്മോട് പറഞ്ഞു തരും ക്ലിയർ ആയിട്ട്. അല്ലെങ്കിൽ ദൈവത്തോട് ചോദിക്കാം, ഗോഡ് വാട്ട് ഈസ് ഗോഡ് സേയിങ് ടു ഹിസ് പീപ്പിൾ? തന്റെ ജനത്തോട് അങ്ങ് എന്ത് പറയുവാൻ ആഗ്രഹിക്കുന്നു? ഇതൊക്കെ നാം ഈ 3 കാര്യങ്ങൾ നാം വളരെയധികം ദൈവത്തോട് ചോദിക്കേണ്ടത്. കർത്താവേ, അങ്ങ് എന്താണ് ദൈവത്തോട് ജനത്തോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്? അല്ലെങ്കിൽ വാട്ട് ഡു ദ പീപ്പിൾ ഓഫ് ഗോഡ് നീഡ് ടു ഡിക്ലെയർ? ദൈവജനം എന്താണെന്ന് ഡിക്ലെയർ ചെയ്യേണ്ടത്. അതായത് നമുക്കറിയാലോ, ആരാധനയ്ക്ക് വരുന്നവരൊക്കെ ചിലപ്പോൾ വളരെ നല്ല രീതിയിലായിരിക്കില്ല. അവർ ഒരാഴ്ചയൊക്കെ വളരെ ബുദ്ധിമുട്ടിലൂടെ അല്ലെങ്കിൽ വളരെ കാര്യത്തിൽ ബിസിനസ്സിലോ ജോലിയിലൊക്കെ ഇടപെട്ട് അല്ലെങ്കിൽ വീട്ടിലെ പ്രശ്നങ്ങൾ ഇടപെട്ടായിരിക്കാം ആരാധന എന്ന സമയത്ത് കയറി വരുന്നത്. അപ്പോൾ അവർക്ക് ദൈവാത്മാവ് എന്താണെന്ന് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് അതേതിലൂടെ? പാട്ടിലൂടെ. നാം മിനിസ്റ്റർ ചെയ്യുമ്പോൾ പാട്ടിലൂടെ ദൈവം എന്താണ് അവരോട് സംസാരിക്കേണ്ടത്, ഇത് നാം വ്യക്തമായിട്ട് ദൈവത്തിൽ നിന്ന് ചോദിച്ചിട്ട് വേണം ആ ടീം പാട്ടുകൾക്ക് അടുത്ത് പ്രിപ്പയർ ചെയ്യാനായിട്ട് തുടങ്ങാൻ. യു അണ്ടർസ്റ്റാൻഡ് എല്ലാവരും? ഇത് ദൈവത്തിൽ നിന്ന് വ്യക്തമായിട്ടൊരു വർഷിപ്പ് ലീഡർ ചോദിച്ച് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അല്ലാതെ ഒരു സൺഡേ ആരാധന എന്ന് പറയുമ്പോൾ വന്ന് നിൽക്കും, ഓക്കെ കുറെ പാട്ടുകൾ അങ്ങ് തിരഞ്ഞെടുക്കുക, കുറെ പാട്ടുകൾ തിരഞ്ഞെടുക്കുക, അങ്ങനെയല്ല. ഒരു വർഷിപ്പ് ലീഡർ എന്ന് പറഞ്ഞാൽ നേരത്തെ ടാബർനാക്കിന്റെ രീതി പറഞ്ഞാൽ വിശുദ്ധ സ്ഥലത്ത് നിന്നും പ്രകാരത്തിൽ നിന്നും വിശുദ്ധ സ്ഥലത്ത് നിന്നും അതിവിശുദ്ധ സ്ഥലത്തേക്ക് നാം ജനത്തെ നയിക്കുകയാണ്. അല്ലാതെ കുറെ പാട്ടുകൾ പാടി നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കാണിക്കുകയല്ല, ഷോ ചെയ്യയില്ല. നാം ദൈവത്തെ നയിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ ഹൃദയം നാം ചോദിച്ച് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ദൈവം ഒരു തീം തരും. എന്താണ്? അപ്പോൾ വർഷിപ്പ് ലീഡർ പറയും, ഈ ആഴ്ച ഇന്നത്തെ ആരാധന തീം ഇതാണ്, നമ്മൾ ഇതിനനുസരിച്ച് ആരാധിക്കുമ്പോൾ. നിങ്ങൾ നോക്കിക്കേ, നിങ്ങൾ ദൈവദാസനോട് ചോദിക്കാതെ തന്നെ അന്നത്തെ മെസ്സേജും ഇതായിരിക്കും. That will be right.
നിങ്ങൾ ഏത് പാട്ട് പാടുന്നോ, എങ്ങനെ വർഷിപ്പ് ലീഡ് ചെയ്യുന്നു, അത് തന്നെ ആയിരിക്കും അന്നത്തെ മെസ്സേജ്. Hallelujah. That is knowing the God's heart for that day. എനിക്ക് തോന്നുന്നു നിങ്ങൾ പലപ്പോഴും വർഷിപ്പ് ലീഡ് ചെയ്യുമ്പോൾ അനുഭവിച്ചിട്ടുണ്ടാകും. നിങ്ങൾ എന്താണോ ലീഡ് ചെയ്തത് അത് തന്നെയാണ് പാസ്റ്ററും പറയും, ഇന്ന് എന്ത് ആരാധിച്ചോ അത് തന്നെയാണ് മെസ്സേജ്. ദൈവത്തിന്റെ ആത്മാവ് ലീഡ് ചെയ്യുന്നുണ്ടോ? ലീഡേഴ്സ് അതിനെന്ത് ചെയ്യണം? നാം ദൈവത്തോട് ചോദിക്കുമ്പോഴാണ് അത് കിട്ടുന്നത്. ദൈവമാണ് നമുക്കത് മനസ്സിലായി. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. എന്തെങ്കിലും ചോദ്യം ഉണ്ടോ? ഇതുവരെ ക്ലാസ് ആയതുകൊണ്ടാണ് കേട്ടോ നിർത്തിയൊക്കെ ചോദിച്ചൊക്കെ പോകുന്നത്. ചോദ്യം, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇതെങ്ങനെയാണ് ചോദിക്കേണ്ടത്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹല്ലേലൂയ. ആമേൻ, ആമേൻ. ഇല്ലെങ്കിൽ അടുത്തയിലേക്ക് പോവാ. പെട്ടെന്ന് പേരെടുക്കുക. കുറെ കാര്യങ്ങൾ വർഷിപ്പ് ലീഡേഴ്സ് അറിഞ്ഞിരിക്കേണ്ട, ടീം അറിഞ്ഞിരിക്കേണ്ട കുറെ കാര്യങ്ങൾ. ഇത് വെച്ചാണ് നാം എന്ത് ചെയ്യുന്നത്? become more effective in worship. Yes. ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് ഒന്ന് പറഞ്ഞോട്ടെ. Okay. പാസ്റ്റർ നേരത്തെ പറഞ്ഞല്ലോ, what theme is on God's heart? What is God saying to his people? And what do the people of God need to declare? See, ഈ മൂന്ന് കാര്യങ്ങള് എപ്പോഴാ ഇത് നമ്മൾ ഡിസേൺ ചെയ്യേണ്ടത്? when should we do this? അതൊരു ചോദ്യം. Should it be like the day before Sunday, the day before that we lead worship, or 1 week before, or during the entire week? Pastor, suggestion parayamo. When should we? Yeah. ഇതെപ്പോഴും നാം ഡിസൈൻ ചെയ്യുന്ന കേട്ടാൽ എപ്പോഴും വേണമാകാം, പക്ഷെ ആരാധന പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പേ ആയിരിക്കുക. ബിഫോർ പ്രിപ്പറേഷൻ ആവശ്യം. ഇനി ഒരു പക്ഷേ ചില സമയത്ത് നാം ആരാധിച്ചുകൊണ്ട് നിൽക്കുമ്പോഴായിരിക്കാം ദൈവാത്മാവ് അത് നമ്മോട് സംസാരിച്ചെന്നിരിക്കാം. അത് വേറൊരു ലെവൽ. അത് ഞാൻ പിന്നെ പറയാം. അത് പ്രൊഫറ്റിക് വർഷിപ്പ്, അതൊരു പ്രത്യേക നിലവാരം, അത് പറയാം. പക്ഷേ ഇത് മനസ്സിലാക്കാണ്ട് ചിലപ്പോൾ 1 വീക്കിന് ബിഫോർ ആയിരിക്കാം, ചിലപ്പോൾ 2 ആഴ്ചക്ക് മുമ്പേ പറയാം, ചിലപ്പോൾ ആരാധന പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് ആഴ്ചകളിൽ ദൈവം നമ്മോട് സംസാരിക്കും. മനസ്സിലായോ? ആഴ്ചകളിൽ നിങ്ങളുടെ മനസ്സിന്റെ അകത്ത് പരിശുദ്ധാത്മാവ് തരും, അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കും, അല്ലെങ്കിൽ ഡ്രീം കാണും. എന്താണ് ദൈവത്തിന്റെ ഹൃദയം? ആമേൻ. ദാറ്റ് ഇസ് ബെറ്റർ. നമ്മളെല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് ഞായറാഴ്ച രാവിലെ വന്നിട്ട് അത് കേൾക്കാൻ നിന്നാൽ പിന്നെ വീണ്ടും നമ്മളുടെ പാട്ടുകളൊക്കെ മാറ്റേണ്ടി വരും. അതിനേക്കാളും നല്ലത് നേരത്തെ അത് കേൾക്കുന്നതാണ്. പ്രൈസ് ഗോഡ്. മനസ്സിലായില്ല? ഞാൻ ആൻസർ ആയോ പാസ്റ്റർ? യെസ്. ഹല്ലേലൂയ. ഇനി നോക്കാം എങ്ങനെ ഒരു ബെറ്റർ വർഷിപ്പ് ലീഡർ ആകാം. എങ്ങനെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട, റെക്കഗ്നൈസ് സംതിങ്. ഓക്കെ, ഒന്ന്, വർഷിപ്പ് ലീഡറും ടീമും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് സ്റ്റിക്ക് ടു ദ ടൈം ഗിവൺ ആൻഡ് ബി ഒബീഡിയന്റ് ടു ദ അതോറിറ്റി ആൻഡ് മീൻസ് പാസ്റ്റർ. സ്റ്റിക്ക് ടു ദ ടൈം ഗിവൺ. 1 മണിക്കൂർ തന്നാൽ ആ 1 മണിക്കൂറിൽ നിർത്തുന്നതായിരിക്കാം പരിശുദ്ധാത്മാവിന് ഇഷ്ടം. കാരണം പരിശുദ്ധമല്ല ടൈം ടേബിളാണ്. ഇനി അഥവാ 10 മിനിറ്റോ 15 മിനിറ്റോ കൂടുതൽ പോകുമ്പോൾ പരിശുദ്ധം ലീഡ് ചെയ്യുമ്പോൾ വി ക്യാൻ ഗോ, നോ പ്രോബ്ലം. പക്ഷെ എപ്പോഴും അങ്ങനെ ആകരുത്. നമുക്ക് തരുന്ന ആ സമയത്തിൽ സ്റ്റിക്ക്. ഇനിയിപ്പോ വേറൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവർ 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ നിർത്തുക. ഡിസിപ്ലിൻ, വർഷിപ്പിലെ ഡിസിപ്ലിൻ, അത് വലിയ വണ്ടർഫുൾ, നല്ലതായിരിക്കും അങ്ങനെ ചെയ്ത. സ്റ്റിക്ക് ടു ദ ടൈം. ഇനി അടുത്തത്, ഇത് കഴിഞ്ഞാൽ അടുത്ത, ബി ഓൺ ഗുഡ് ടേം വിത്ത് യുവർ മ്യൂസീഷ്യൻ. നിങ്ങളുടെ മ്യൂസീഷ്യനുമായി നല്ല ടേം ആയിരിക്കും. അവര് വഴക്കുണ്ടാക്കരുത്. എനിക്ക് ആരാധന മൂവ് ആവത്തില്ല. കാരണം ആ സ്പിരിറ്റ് ഉണ്ടല്ലോ, നിങ്ങളിൽ നിന്ന് വരുന്ന സ്പിരിറ്റ് ഭയങ്കര ഓപ്പോസിറ്റ് ആയിരിക്കും. അത് ഇങ്ങനെ ജനത്തിന്റെ ഇടയിലേക്ക് ആ സ്പിരിറ്റ് അങ്ങ് സ്പ്രെഡ് ആകും. പിന്നെ അപ്പൊ നമുക്ക് നോക്കുമ്പോൾ അറിയാം, ആരാധിക്കാൻ വരുന്നവരിൽ നിന്ന് വാതിറക്കുന്നു, ഉറങ്ങി വീഴുന്നു. സംഭവം എന്താണെന്നറിയോ? ആ മ്യൂസിക് ടീമായിട്ടുള്ള നല്ലൊരു ടേം, ഗുഡ് ടേം. അവിടെ വർഷിപ്പ് ലീഡർ അണ്ടർസ്റ്റാൻഡ്, നിങ്ങളുടെ ചർച്ചിൽ ഒരു പുതിയ മ്യൂസീഷ്യൻ വന്നാൽ ആ വ്യക്തിയുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കുക. വാക്ക് ടുഗദർ, ടോക്ക് ടുഗദർ, നോ ദാറ്റ് പേഴ്സൺ. വർഷിപ്പ് ലീഡർ വെയിറ്റ് ചെയ്യരുത്, എന്നോട് സംസാരിക്കട്ടെന്ന്. യു ആർ ദ ലീഡർ, ഗോ ആൻഡ് ടോക്ക് ടു ഹിം. ഹല്ലേലൂയ. ലീഡർ ലീഡറിന്റെ ക്വാളിറ്റി എന്താണെന്നറിയോ? വെയിറ്റ് ചെയ്യുകയല്ല എന്നോട് വരാൻ. ദ ക്വാളിറ്റി ഓഫ് ലീഡേഴ്സ് വിൽ ഗോ, യു വിൽ മൂവ് ഫസ്റ്റ്. പലപ്പോഴും മാനുഷികമായിട്ട് നമുക്കിഷ്ടം നമ്മോട് വന്ന് സംസാരിക്കുന്നതാണ്. പക്ഷെ ദൈവ സാന്നിധ്യത്തിൽ നാമാണ് പോയി സംസാരിക്കേണ്ടത്. സോ ഗുഡ് ടേം വിത്ത് മ്യൂസിഷ്യൻ.
അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളുടെ ടീമിൽ ആരും വായിക്കുന്ന ആളെ എനിക്ക് പേഴ്സണലി അറിയരുത് എന്ന് പറയരുത്. നന്നായി ആ വ്യക്തിയെ നിങ്ങൾ അറിയേണ്ടത് ആവശ്യമാണ്. ഗുഡ് ടേം. ഹല്ലേലൂയ. ആമേൻ. അടുത്തത് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഹാൻഡ് സിഗ്നൽ. യു നോ വാട്ട് ഇസ് മീൻ ദാറ്റ്? കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഹാൻഡ് സിഗ്നൽസ്. ഇത് പെട്ടെന്ന് നിർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നത് 15 മിനിറ്റിന് മുമ്പ്. അപ്പൊ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഹാൻഡ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ അറിയാമോ, ഇതിങ്ങനെ ലെഫ്റ്റ് റൈറ്റ് കാണിക്കുന്ന കാര്യമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ വർഷിപ്പ് ലീഡ് ചെയ്യുമ്പോൾ മ്യൂസീഷ്യന് ഡൗട്ട് ആയിരിക്കും, എപ്പോഴാ നിർത്തേണ്ടത്, എപ്പോഴാ തുടങ്ങേണ്ടത്, എപ്പോഴാ പാട്ട് ചേഞ്ച് ചെയ്യേണ്ടത്. ഇതെല്ലാം ഒരു മ്യൂസീഷ്യന് ഒരു ഡൗട്ടാ. അദ്ദേഹം അവിടെ നിന്ന് കയ്യൊക്കെ കാണിക്കും വർഷിപ്പ് ലീഡർ അടുത്ത്, വേണമെങ്കിൽ തട്ടിയൊക്കെ വിളിക്കും പുറകെ നിന്ന്. അത് ഓഡിയൻസിന്റെ ഇടയിൽ ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. അപ്പോൾ ഈ വർഷിപ്പ് ലീഡേഴ്സിന്റെ ഹാൻഡ് സിഗ്നൽസുകൾ ആ ടീമിലുള്ളവർ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. ചിലപ്പോൾ പാടുന്ന സമയത്ത് ആ പാട്ട് നിർത്തേണ്ട സമയമായിരിക്കാം വർഷിപ്പ് ലീഡറിന് തോന്നുന്നത്. അപ്പോഴേ ടീം എല്ലാം കണ്ണടച്ച് ഭയങ്കര പാട്ടായിരിക്കും, നിർത്തുന്നില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ വളരെ കൺഫ്യൂഷൻ അതിന്റെ ഇടയിൽ വരാം. അല്ലെങ്കിൽ നമുക്ക് പറയാം, ഏറ്റവും നമുക്ക് പെട്ടെന്നായി പോകുന്നത് പാട്ടുകളില്ലേ, പാട്ടുകൾ അടുത്ത വരി പാടുമ്പോൾ നാം വിരൽ ചൂണ്ടി ഇങ്ങനെ കാണിച്ചു കൊടുക്കും. അത് വളരെയധികം മോശമാണ്. അത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. പാടുന്ന ആൾക്കാർക്ക് ഇങ്ങനെ പാട്ട് കാണിച്ചു കൊടുക്കരുത്. ആമേൻ. നിങ്ങളുടെ സിഗ്നൽസ് എങ്ങനെയാ, നിങ്ങൾ ആ സമയത്ത് എങ്ങനെയാ നിങ്ങൾ മാറേണ്ടത്? അടുത്ത് പാടാൻ പോകുന്ന വരി ഏതെന്തെന്ന് നിങ്ങളുടെ ടീമിലുള്ളവരും നിങ്ങളുടെ ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്നവർ അറിയണമെങ്കിൽ ആ വരി തുടങ്ങുന്നതിന് മുമ്പ് ആ വരി നിങ്ങളെടുത്ത് പറഞ്ഞാൽ മതി. അതെങ്ങനെ പറയണത്, അതൊരു നല്ലൊരു പ്രാക്ടീസ് ആകട്ടോ. എങ്കിലും നമുക്ക് ആർക്കും കൺഫ്യൂഷൻ ഇല്ല. അല്ലെങ്കിൽ കീബോർഡിസ്റ്റിന് തോന്നുന്നു അടുത്ത് ഏത് വരിക, അത് കോറസ് ആണോ ചാൻസ് ആണോ, അവരാവിടെ കൺഫ്യൂഷനിൽ നിൽക്കും. ഓക്കെ, ഇപ്പൊ ഒരു ഉദാഹരണം, ഐ സിംഗ് പ്രൈസസ് ടു യുവർ നെയിം, ഓ ലോർഡ് പ്രൈസസ് ടു യുവർ നെയിം, ഓ ലോർഡ് ഫോർ യുവർ നെയിം ഈസ് ഗ്രേറ്റ് ആൻഡ് ഗ്ലാഡ്ലി to be praised. Yes, I sing praise. കണ്ട, അവിടെ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോ ഞാൻ അടുത്ത് പാടാനുള്ള ഒരു വരി എന്ന് പറഞ്ഞു. ആ ഒരു ഗ്യാപ്പിൽ, ഒരു മ്യൂസിക്കിന്റെ ഗ്യാപ്പ് കിട്ടിയപ്പോ അടുത്ത് ഞാൻ ഏതാണോ പാടാൻ പോകുന്നുള്ള വരി ഞാൻ ഇപ്പൊ പെട്ടെന്ന് പറഞ്ഞപ്പോ ടീമിൽ എല്ലാവരും കേട്ടു, അവരത് ഫോളോ ചെയ്യും. യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്? അത് പ്രാക്ടീസ് ചെയ്യണം വർഷിപ്പ് ലീഡേഴ്സ്. അവിടെ നിന്ന് ഒരിക്കലും നമ്മൾ പാട്ടിന്റെ വരി പ്രൊജക്റ്റിൽ ചൂണ്ടിക്കാണിക്കുകയോ നമ്മുടെ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന നോട്ടിൽ കൈവച്ച് കാണിക്കുകയോ ചെയ്യരുത്. അത് ആപ്പാടെ കൺഫ്യൂഷൻ ഉണ്ടാക്കും. അടുത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് പിന്നെ വെപ്രാളം, എന്താണ് ഇനി അടുത്ത് ഏത് പാടും, അത് ഭയങ്കര വെപ്രാളമായിരിക്കും. സോ അതുകൊണ്ട് വർഷിപ്പ് ലീഡേഴ്സ് ആയിട്ട് ലേൺ യുവർ ഹാൻഡ് സിഗ്നൽസ്. ചിലപ്പോൾ മ്യൂസിക് സിഗ്നൽ ചെയ്യുമ്പോൾ എങ്ങനെയാ സ്റ്റോപ്പ് ചെയ്യേണ്ട, പക്ഷെ അത് ആരാധന നിൽക്കുന്ന ആർക്കും മനസ്സിലാകില്ല. നിങ്ങൾക്കും നിങ്ങളുടെ ടീമിലുള്ളവർക്ക് മാത്രമേ മനസ്സിലാവൂ. അത് നിങ്ങൾ തന്നെ കണ്ടെത്തിയെടുക്കുക. അപ്പൊ എന്റെ ടീമിന് പാടുമ്പോൾ, ഞാൻ വർഷിപ്പ് ലീഡ് ചെയ്യുമ്പോൾ എന്റെ കൂടെ വർക്ക് ചെയ്യാൻ സ്മിത സിസ്റ്ററിന് എല്ലാം അറിയാം എന്റെ ഹാൻഡ് സിഗ്നൽ ഞാൻ എങ്ങനെയാ നടത്തുന്നത്. സ്മിത സിസ്റ്റർ ലീഡ് ചെയ്യുമ്പോൾ എനിക്കറിയാം. ഇത് ഓട്ടോമാറ്റിക്കലി നമ്മൾ സ്പിരിറ്റിൽ അത് പഠിക്കുകയാണ്. ഇത് കുറെ നേരം ഇങ്ങനെ ആയിക്കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഹാൻഡ് സിഗ്നലിന്റെ ആവശ്യമില്ല കേട്ടോ. പരിശുദ്ധാത്മാവ് നമ്മളെ ഒരുമിച്ച് കൊണ്ടുപോകും. പിന്നെ ഒരു സിഗ്നലും വേണ്ട, എല്ലാം ഒരു ഫ്ലോയിൽ പോവാ. ബട്ട് വെൻ വി സ്റ്റാർട്ട് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഹാൻഡ് സിഗ്നൽ. അപ്പൊ ഇന്നു മുതൽ എന്ത് ചെയ്യരുത്, പാട്ടിന്റെ വരി ചൂണ്ടിക്കാണിക്കരുത്. അത് കാണിക്കാതെ തന്നെ അവരത് അറിയിക്കുക. അത് അറിയിക്കാനുള്ള ഒരു പ്രാക്ടീസ് ചെയ്യുക. വെൻ യു പ്രാക്ടീസ്, ഡു ദാറ്റ് പ്രാക്ടീസ്. നമുക്കറിയോ, നമ്മൾ ക്രിട്ടിക്കൽ ടൈം എന്ന് പറയുന്നത് അറിയോ, ഒരു പാട്ടിൽ നിന്ന് വേറൊരു പാട്ടിലേക്ക് പോകുന്ന സമയമാണ് ഭയങ്കര ബുദ്ധിമുട്ട്. ഒരു പാട്ട് നിർത്തിയിട്ട് അടുത്ത പാട്ടിലോട്ട് കയറുമ്പോൾ അവരൊരു സ്പിരിച്വൽ വാർഫെയർ. അത് എങ്ങനെ കയറണം, ഇത് പ്രാക്ടീസ് ചെയ്യണം. യു ഹാവ് ടു ലേൺ ഹൗ ടു ഗോ ദാറ്റ്. അടുത്തെന്താണ്, ഡു നോട്ട് സ്പെൻഡ് ടു മച്ച് ടൈം ഇൻ ടോക്കിംഗ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? നാം വർഷിപ്പ് ലീഡ് ചെയ്യുമ്പോൾ അതൊരു പ്രസംഗമല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ പ്രസംഗിക്കരുത്. ഡോണ്ട് പ്രീച്ച്. പ്രത്യേകിച്ച് പറഞ്ഞാൽ ഓരോ പാട്ടിന്റെയും അതെന്താകുന്ന പാട്ട് നമ്മളൊന്നും പറയേണ്ട ആവശ്യമില്ല. സോ വി നീഡ് ടു ലീഡ് ദ പീപ്പിൾ ദ പ്രസൻസ്. വി ഡോണ്ട് നീഡ് ടു ടോക്ക് ടു മച്ച്. അങ്ങനെ പറഞ്ഞാൽ പറ്റോ, ജനങ്ങൾക്ക് ആ ദൈവവുമായിട്ട് നിൽക്കുന്ന ആ കണക്ഷൻ ചിലപ്പോൾ മാറ്റും. വീണ്ടും നമ്മൾ ഒന്നേനെ അവരെ കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ ഓരോ പാട്ട് കഴിയുമ്പോഴും നമ്മൾ ആ പാട്ടിന്റെ ഇൻട്രൊഡക്ഷൻ ഒന്നും പറയേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ ദൈവാത്മാവിനോട് പറഞ്ഞാൽ നിങ്ങൾ പറയേണ്ടത് ആവശ്യമാണ്, പക്ഷെ എല്ലാത്തിനും അത് നെസസറി അല്ല. ഹല്ലേലൂയ. ഒരു പാട്ട് കഴിഞ്ഞു, അടുത്ത പാട്ടിലേക്ക് പോകുമ്പോൾ അതാ ഞാൻ പറഞ്ഞ അവിടെ ഒരു സ്പിരിച്വൽ വാർഫെയർ ആണ്. അത് നിങ്ങളുടെ ടീമുമായിട്ട് നിങ്ങൾ ഒരുമിച്ച് ആരാധിച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ദൈവാത്മാവ് തന്നെ കാണിച്ചു തരും എങ്ങനെ അതിലേക്ക് കയറണമെന്ന്. ചിലപ്പോൾ നിങ്ങൾ അടുത്ത പാട്ടിന്റെ കോറസ് വഴിയായിരിക്കും കയറുന്നത്, ചിലപ്പോൾ അതിന്റെ ആദ്യത്തെ ചാൻസ് വഴിയായിരിക്കും കയറുന്നത്, ചിലപ്പോൾ അതിന്റെ അവസാനത്തെ ചാൻസ് വഴിയായിരിക്കും കയറുന്നത്. എങ്ങനെയാ മനസ്സിലാക്കുന്നത്? ഡിസൈൻമെന്റ് ഓഫ് സ്പിരിറ്റ്. അത് മനസ്സിലാക്കി വർഷിപ്പ് ലീഡർ അടുത്ത പാട്ടിന്റെ
എവിടെ നിന്ന് കയറുന്നു പരിശുദ്ധാത്മാവ് കാണിച്ചത്. ഹല്ലേലൂയ. മനസ്സിലായല്ലോ? ഹല്ലേലൂയ. അപ്പൊ വർഷിപ്പിന് വരുമ്പോ വേണമെങ്കിൽ ആദ്യം സംസാരിക്കാം, പിന്നെ ചിലപ്പോൾ ഇടയ്ക്ക് എവിടെയെങ്കിലും സംസാരിക്കാം, പിന്നെ സംസാരിക്കാതെ ഇരിക്കുക. ലീഡ് ദ വർഷിപ്പ്. ഹല്ലേലൂയ. പ്രസൻസ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ്, നോ യുവർ സോങ്. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ഇംഗ്ലീഷ് വർഷിപ്പ് നോക്കിയാൽ എവിടെയെങ്കിലും ഏതെങ്കിലും മ്യൂസീഷ്യനോ നോ യുവർ മ്യൂസിക് മ്യൂസീഷ്യൻ ഉണ്ട്. നിങ്ങൾ ടീമാണ്, ടീമിലെ എല്ലാവരും, വർഷിപ്പ് ലീഡർ മാത്രമല്ല, ടീമിലെ എല്ലാവരും മ്യൂസീഷ്യനും നിങ്ങളുടെ കോഡ്സുകളൊക്കെ നിങ്ങൾ കാണാതെ മെമ്മറി ആയിരിക്കണം. നോ യുവർ സോങ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും ഇംഗ്ലീഷ് വർഷിപ്പിൽ അവരുടെ ഫ്രണ്ടിൽ നോട്ട് ബുക്ക് വെച്ചിട്ട് നോക്കി പാടുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അവർ പാടുന്നത് 10ഉം 15ഉം പാട്ട്. ഒരു മ്യൂസീഷ്യനും അവിടെ ഫ്രണ്ടിൽ ഒരു ഗിറ്റാറിന്റെ കോഡ്സോ കീബോർഡിന്റെ കോഡ് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാനേ പറ്റില്ല. ബിക്കോസ് ദേ വെൽ പ്രാക്ടീസ്ഡ്. യു ഹാവ് ടു ബി വെൽ പ്രാക്ടീസ്ഡ്. നാം അന്ന് വരുമ്പോഴല്ല പാടേണ്ടത്, പാടി 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 ആ പാട്ട് പഠിക്കുക. വളരെ നല്ലതാണ് നാം പാട്ടുകൾ ലിസ്റ്റുകൾ വെക്കുന്നതും സോങ് ബുക്ക് നമ്മുടെ മുമ്പിൽ വെക്കുന്നതും നല്ലതാണ്. പക്ഷെ അതിനെ ആശ്രയിക്കരുത്, അതിനെ നോക്കരുത്. അത് നോക്കാതെ പാടണം. അപ്പോഴാണ് വർഷിപ്പ് വരുന്നത്. നമുക്കൊരു ടെംപ്റ്റേഷൻ എന്നറിയാം, നമ്മുടെ ഫ്രണ്ടിൽ പാട്ടിരിക്കുമ്പോൾ പാട്ട് അറിയാമെങ്കിൽ പോലും നമ്മൾ നോക്കിയേ പാടും. ഓട്ടോമാറ്റിക് അറിയാവുന്ന പാട്ടെങ്കിലും നോക്കിയേ പാടും. അപ്പൊ മനസ്സിലാക്കുക, വർഷിപ്പ് ലീഡ് ചെയ്യുമ്പോൾ നോ യു സോങ് വെരി വെൽ. അറിഞ്ഞൂടാത്ത പാട്ടുകൾ പാടാതിരിക്കുക. അതുകൊണ്ടാ പറഞ്ഞ ബി എ വർഷിപ്പർ. നിങ്ങളുടെ ഒരു വർഷിപ്പറായി തീരുമ്പോൾ നിങ്ങൾ എന്നും പാടുന്ന പാട്ടാണ് നിങ്ങൾ അവിടെ പാടുന്നത്. നിങ്ങൾക്ക് നോക്കേണ്ട ആവശ്യമില്ല. യു അണ്ടർസ്റ്റാൻഡ്? ഇത് മനസ്സിലായോ? അതിലെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ പാട്ട് നോക്കാതെ പാടുന്നതിൽ? ദ ബെസ്റ്റ് വർഷിപ്പ് ലീഡർ നെവർ ലുക്ക് ദാറ്റ് സോങ് ഷീറ്റ്. അണ്ടർസ്റ്റാൻഡ്? ദ ബെസ്റ്റ് വർഷിപ്പ് ലീഡർ. ഇനി ഒരു ചർച്ചിൽ, ഞാൻ മുമ്പ് ഒരു ചർച്ചിൽ വർഷിപ്പ് ചെയ്യാൻ പോയപ്പോൾ അവിടെ 1 മണിക്കൂർ വർഷിപ്പ് ചെയ്തു. എൻ്റെ കയ്യിൽ സോങ് ഷീറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഈ 1 മണിക്കൂറും ഞാൻ സോങ്ങിൽ നോക്കിയില്ല എന്ന് അവിടുത്തെ പാസ്റ്റർ പറഞ്ഞു. പുള്ളി അതിശയിച്ചു പോയി. അതേം പറയുക, ഇവിടെ വർഷിപ്പ് ചെയ്യുമ്പോൾ എല്ലാവരും സോങ് ബുക്കിൽ വിരൽ വെച്ചാ പാടുന്ന ബ്രദറെ, ഇതെങ്ങനെയാ ഈ 1 മണിക്കൂറല്ല നോക്കാതെ പാടിയെന്ന? ബിക്കോസ് വി ആർ ദ വർഷിപ്പേഴ്സ്, വി ആർ നോട്ട് ദ സിംഗേഴ്സ്. ഒരു പെർഫോം ചെയ്യുന്ന ആളിനെ നോക്കി പാടണം. വർഷിപ്പേഴ്സ് നോക്കേണ്ട ആവശ്യമല്ല. ദിസ് ഈസ് ഫ്രം ഹാർട്ട്. ഇത് ഓട്ടോമാറ്റിക്കലി വരുവാണ്. നമ്മുടെ ലൈഫ് വെളി വരുവാണ്. നാം ഈ ഒരാഴ്ച ആരാധിച്ചത് ആ സൺഡേ വെളി വരികയാണ്. ഹല്ലേലൂയ. ആമേൻ. നോ യുവർ സോങ് വെരി വെൽ. നന്നായി പാട്ട് പഠിക്കുക. ടീം എല്ലാവരും, മ്യൂസീഷ്യൻസ്, കീബോർഡ് വായിക്കുന്ന കുഞ്ഞൊക്കെ കോഡ് ഉപയോഗിക്കുകയേ ചെയ്യരുത്, കോഡിൽ നോക്കേ ചെയ്യരുത്. യു ഹാവ് ടു ബി ക്ലോസ് യുവർ ഐസ്, മെഡിറ്റേറ്റ് ദ സോങ് ആൻഡ് നിങ്ങളുടെ ഫിംഗേഴ്സ് ആ സോങ്ങിനനുസരിച്ച് മൂവ് ചെയ്യുമ്പോൾ അത് അനോയിന്റിംഗായി മാറും, അല്ലെങ്കിൽ അത് അഭിഷേകമില്ലാതായി മാറും. ഹല്ലേലൂയ. അപ്പൊ എപ്പോഴും സോങ് പഠിക്കണം, നേരത്തെ പഠിക്കുക. ഹല്ലേലൂയ. നോ യു സോങ് വെരി വെൽ. അടുത്തിനി എന്താണ്? ഡ്രസ് അപ്രോപ്രിയേറ്റ്ലി. എന്താണത് ഡ്രസ് അപ്രോപ്രിയേറ്റ്? നന്നായിട്ട് ഡ്രസ് ചെയ്ത് വരിക. നമ്മൾ ചന്തയിൽ പോകുമ്പോൾ വരുമ്പോൾ പറ്റില്ലല്ലോ അല്ലേ? ആരാധനയ്ക്ക് വരെ അതിന്റെ ആ രീതി ഏതാണോ നമ്മുടെ കൾച്ചറിനനുസരിച്ചുള്ള ഡ്രസ് രീതി അത് ചെയ്യുക. നമ്മുടെ കൾച്ചർ. ഇപ്പോ മെക്സിക്കോയിലോ അല്ലെങ്കിൽ യൂറോപ്പിലോ ഒക്കെ ഒരു വർഷിപ്പ് ലീഡിങ് ചാൻസ് കിട്ടിയാൽ അവിടെ നമുക്ക് തലേ തുണിയിട്ടും സാരിയും എടുത്ത് നിൽക്കാൻ പറ്റില്ല. അവർക്ക് തോന്നുന്നു നമുക്ക് എന്താ മേടാണെന്ന് തോന്നും. ടു ബി ദെയർ ഓൺ ഡ്രസ്. അണ്ടർസ്റ്റാൻഡ്? അപ്പൊ നമ്മുടേതായ അപ്രോപ്രിയേറ്റ് രീതിയിൽ നാം വളരെയധികം ഡ്രസ് ധരിക്കുക. വർഷിപ്പ് ലീഡേഴ്സ് അധികമായി പോയോ? കൂടുതലായി പോയോ? ഇതെല്ലാം ഓട്ടോമാറ്റിക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ജസ്റ്റ് അടുത്തെന്താണ്? ദ ക്രിയേറ്റ് ആൻ അറ്റ്മോസ്ഫിയർ. വർഷിപ്പ് ലീഡർ യു ഹാവ് ടു ബി വെരി സെൻസിറ്റീവ്. ക്രിയേറ്റ് അറ്റ്മോസ്ഫിയർ. നാം എന്താണോ, ഏത് സ്പിരിറ്റാണോ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്, ആ സ്പിരിറ്റ് മൂവ് ചെയ്യും. അതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവിനെ നാം ഉണ്ടാക്കിയെടുക്കുകയല്ല, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമുണ്ട്. ആ സാന്നിധ്യത്തെ നിങ്ങൾ എന്ത് ചെയ്യുക? അതിലേക്ക് ഒന്ന് ക്രിയേറ്റ് ചെയ്യുക. അങ്ങനൊരു അത് കഴിഞ്ഞ പ്രാവശ്യം ഒരു കൊച്ചു ചോദിച്ചല്ലേ, ആൾക്കാർ ആരാധിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യുന്നത്? ക്രിയേറ്റ് ആൻ അറ്റ്മോസ്ഫിയർ. മേക്ക് ദ അറ്റ്മോസ്ഫിയർ. വർഷിപ്പിന് വരുന്നതിന് 15 മിനിറ്റിന് മുമ്പ് എല്ലാവരും വന്ന് നിൽക്കുക. സ്തോത്രം 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 തുടങ്ങുക. ഹല്ലേലൂയ. കീബോർഡ് ചെറുതായിട്ട് അങ്ങ് വായിക്കുക. ഓ ഹല്ലേലൂയ. ജസ്റ്റ് കാരണം അപ്പൊ ജനങ്ങളെല്ലാം ഇങ്ങനെ വരുമ്പോ ഉണ്ടല്ലോ, അവർ വളരെ ടെൻഷനോടെ ഒക്കെ ആയിരിക്കും വരുന്നത്. അതിന്റെ അകത്ത് കയറുമ്പോൾ തന്നെ അവരുടെ അറ്റ്മോസ്ഫിയർ അങ്ങ് മാറാൻ തുടങ്ങും. യു ഹാവ് ടു ബി ക്രിയേറ്റ് ആൻ അറ്റ്മോസ്ഫിയർ. Just play the music. Just play the music. Hallelujah. Every worship team, just play the music. Just focus on God. You use that sentence. You just focus on God. Devate sradiche. Amen. Deva sanathe anubhaviche. You make the create the atmosphere. Hallelujah. Amen. One more thing. Do not depend on your instruments.
അല്ലയോ? കീബോർഡിസ്റ്റ് തെറ്റിപ്പോയാൽ തിരിഞ്ഞ് വഴക്ക് പറയരുത്. അല്ലെങ്കിൽ വീട്ടിൽ ചെല്ലുമ്പോൾ വഴക്ക് പറയരുത്, നീ കീബോർഡ് തെറ്റിച്ചുകൊണ്ടാണ് വർഷിപ്പ് പാപ്പട കൊളായെന്ന് പറയുന്നത്. ഡു നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ദ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്. അല്ല, ഒരിക്കലും ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്നവരെ നിങ്ങൾ ആശ്രയിക്കരുത്, ഡിസപ്പോയിന്റഡ് ആയി പോകും. യു ബി ഡിസപ്പോയിന്റഡ്. ഹല്ലേലൂയ. ഡു നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ദ മ്യൂസിക്. ഹല്ലേലൂയ. നല്ല വർഷിപ്പ് ലീഡറിന്റെ ഗുണം എന്ന് പറയുമ്പോൾ, നല്ല മ്യൂസിക് വായിക്കുന്നതിനേക്കാളും അപ്പുറം പരിശുദ്ധാത്മാവിന്റെ ശബ്ദത്തിന് ട്യൂൺ കൊടുക്കുന്നവരെ. വി നീഡ് ഗുഡ് മ്യൂസിക്, വി നീഡ് നൈസ് മ്യൂസിക് എന്ന് പറഞ്ഞാൽ, നല്ല വർഷിപ്പ് ലീഡർ എന്ന് പറഞ്ഞാൽ ലീഡ് വരേണ്ട സമയത്ത് ഗിറ്റാർ ലീഡുകളോ കീബോർഡിന്റെ ലീഡുകളോ വന്നില്ലെങ്കിൽ ഡിസ്കറേജ് ആകുന്ന ആളല്ല. വർഷിപ്പ് ലീഡർ എന്ന് പറഞ്ഞാൽ അതിനേക്കാളും അപ്പുറം പരിശുദ്ധാത്മാവിനെ ട്യൂൺ ചെയ്യുന്ന വ്യക്തിയാണ് ദ വർഷിപ്പ് ലീഡർ. ഹല്ലേലൂയ. ഡോണ്ട് ഫോഴ്സ് പീപ്പിൾ ഓർ ആങ്കർ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഒരിക്കലും ജനങ്ങളെ ഫോഴ്സ് ചെയ്യരുത്. അടിച്ചേ കൈ അടിച്ചേ ഉറക്കൂടെ അടിച്ചേ, വീണ്ടും അടിച്ചേ, ഓക്കെ അടിച്ചേ. ഡോണ്ട് ഫോഴ്സ് ഇറ്റ്, യു ജസ്റ്റ് ഡു ഇറ്റ്. ഹല്ലേലൂയ. പലപ്പോഴൊക്കെ നമ്മൾ ചെയ്യുന്നത് എന്തിനെന്ന് അറിയട്ടോ, ആരും ചെയ്യാത്തത് കൊണ്ട് നമ്മൾ ചെയ്തു പോകുന്നു. പക്ഷെ ബെറ്റർ ഡോണ്ട് ഫോഴ്സ് ദം ആൻഡ് ഡോണ്ട് ആങ്കർ. ചിലർക്കൊക്കെ ഞാൻ വർഷിപ്പ് പോയപ്പോ ഞാൻ അവിടെ ഇരുന്നപ്പോ കണ്ടിട്ടുണ്ട്. അവിടുത്തെ ദൈവദാസന് പറഞ്ഞിട്ടുണ്ട്, വർഷിപ്പ് ലീഡേഴ്സ് ഇന്ന് ആരാധിച്ചില്ലെങ്കിൽ നിന്നെ തീയിട്ട് ഇറക്കി ദർശിപ്പിക്കുന്ന ദൈവമാണെന്നൊക്കെ പറയാറുണ്ട്. ആരാധിക്കാത്ത വ്യക്തിയെ, കണ്ണടക്കാത്ത വ്യക്തിയെ, കൈയടിക്കാത്തവനെ, നിന്റെ മേൽ ശാപം വരും എന്നൊക്കെ പറയുന്നവരുണ്ട്. വർഷിപ്പ് ഈസ് നോട്ട് ദാറ്റ്. അപ്പൊ അവര് എങ്ങനത്തെ ദൈവത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? ആരാധിച്ചാൽ വെട്ടുന്ന ദൈവം, തീയിറക്കുന്ന ദൈവം, ആരാധിച്ചാൽ കാലുവാരി അടിക്കുന്ന, ആരാധിച്ചില്ലെങ്കിൽ കാലുവാരി അടിക്കുന്ന ദൈവം. ഇതാണോ നമ്മുടെ ദൈവം? ഇല്ല. അപ്പൊ ഡോണ്ട് ഫോഴ്സ് ഓർ ആങ്കർ. നാം ആരാധിക്കുമ്പോൾ ജനം ആരാധിക്കുന്നില്ലെങ്കിൽ, ശ്രദ്ധ കൊടുക്കുന്നില്ലെങ്കിൽ, നാം ദൈവസന്നിധി ഇപ്പോൾ മുട്ടുമടക്കി നിലവിളിച്ച് കരയണം, ലോർഡ് വാട്ട് ഈസ് റോങ് ടു മീ? കർത്താവേ, എന്റെ ഭാഗത്ത് എന്താണ് അങ്ങയുടെ പ്രസൻസ് വരാൻ തടസ്സമായിരിക്കുന്നെന്ന് ഞാൻ മുട്ടുമടക്കേണ്ടത് ആവശ്യം. You have to cry out God. The presence of God എപ്പോഴും ദൈവസ്ഥാനത്ത് ഫ്ലോ ചെയ്യുന്ന നമ്മളിലൂടെയാ. നാം ലീഡ് ചെയ്യുമ്പോൾ നമ്മളിലൂടെയാ ഫ്ലോസ് വരുന്നത്. അതിന് എവിടെയാണ് എനിക്ക് തെറ്റിപ്പോയത്? പറ്റുമെങ്കിൽ ഉപവസിക്കണം. വർഷിപ്പിന് വരുമ്പോൾ ഫ്ലോസ് ആവുന്നില്ലെങ്കിൽ 2 ദിവസം 3 ദിവസം ഉപവസിച്ചിട്ട് ആ ഉപവാസത്തോടെ വന്ന് വർഷിപ്പ് ലീഡ് ചെയ്യണം. ദ ഹോളി സ്പിരിറ്റ് ലീഡ് യു വെരി പവർഫുള്ളി. എന്തിനാ പറയുന്നത്? ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തതുകൊണ്ടാണ്. ഹല്ലേലൂയ. നിങ്ങൾക്കറിയുമ്പോൾ ഞാൻ ആദ്യമായിട്ട് വർഷിപ്പ് ലീഡ് ചെയ്യുമ്പോൾ ഒരു ഇംഗ്ലീഷ് ചർച്ചിലാണ് വർഷിപ്പ് ലീഡ് ചെയ്യുമ്പോൾ എനിക്ക് ഒരു ഇംഗ്ലീഷ് പാട്ടേ അറിയൂ. അതുകൊണ്ട് ഞാൻ വർഷിപ്പ് ലീഡ് ചെയ്തിട്ടില്ല. ഒറ്റ ഇംഗ്ലീഷ് പാട്ട് അറിയാം. ഇതൊരു 15 വർഷം മുമ്പ് അവിടുത്തെ വർഷിപ്പ് ലീഡറിന് പെട്ടെന്ന് എവിടെ പോകേണ്ടത് ആവശ്യമുണ്ട്. വർഷിപ്പ് ലീഡ് ചെയ്യാൻ ആരുമില്ല. പെട്ടെന്ന് പാസ്റ്റർ പറഞ്ഞു, അടുത്ത ആഴ്ച ബ്രദർ ഷിബു വർഷിപ്പ് ലീഡ് ചെയ്യുന്നു. ഞാൻ ഞെട്ടിപ്പോയി. എനിക്ക് ഒരു പാട്ടേ അറിയൂ. 1 മണിക്കൂർ ആരാധനയുണ്ട്. എന്ത് ചെയ്യും? ആ ഒരാഴ്ച മൊത്തം ഈ പാട്ട് പഠിപ്പിക്കുകയായിരുന്നു മുറിക്കാത്തിരുന്നു. ഇത് ദൈവമേ സത്യമാണ്. പേടിച്ച് വരണ്ട് ഞാൻ പോയി വർഷിപ്പ് ലീഡ് ചെയ്തു. ഞാൻ അറിയാവുന്നുള്ളൊരു പാട്ടങ്ങ് പാടി ഇങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുക. സത്യത്തിൽ അകത്തൊരു പേടിയുമുണ്ട്. ഞാൻ പതുക്കെ കുറെ കഴിഞ്ഞിട്ട് പതുക്കെ ഒരു കണ്ണ് തുറന്ന് നോക്കി എന്താ സംഭവിക്കുക. ഞാൻ നോക്കിപ്പോ ഞാൻ പറയാതെ തന്നെ അവിടെ നിൽക്കുന്ന ആൾക്കാർ എഴുന്നേറ്റ് കൈ ഉയർത്തി പാടുവാണ്. ഞാനിപ്പോ ഞെട്ടിപ്പോ, ഞാൻ പറഞ്ഞില്ലല്ലോ സ്റ്റാൻഡ് അപ്പ് ആൻഡ് ലിഫ്റ്റ് യുവർ ഹാൻഡ്സ് എന്നൊന്ന് പറഞ്ഞു. ഇത് എങ്ങനെ സംഭവിച്ചു എന്റെ മനസ്സിൽ? പക്ഷെ ഈ ഒറ്റ പാട്ട് കൊണ്ട് ഞാൻ 45 മിനിറ്റ് പോയി. ഈ ഒറ്റ പാട്ട് 45 മിനിറ്റ് പോയി. വീണ്ടും കളഞ്ഞ് വേറെ പാട്ട് പാടാൻ അറിയില്ല. ഈ പാട്ട് തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വർഷിപ്പൊക്കെ കഴിഞ്ഞു ചെന്നിരുന്നപ്പോ ആ പാസ്റ്റർ വന്ന് മൈക്കെടുത്തിട്ട് ആദ്യം പറയുക, ഷിബു, ഐ സെൻസ് ദാറ്റ് സംതിങ് ഈസ് ലീവിങ് ഇൻസൈഡ് ഓഫ് യു. ആദ്യമായിട്ട് ഞാൻ കേട്ടൊരു വാക്കാണ്, നിന്റെ അകത്ത് എന്തോ ഒന്ന് വസിക്കുന്നു. വർഷിപ്പ് ബി ലൈക്ക് ദാറ്റ്. Not depend on anything, not depend on any our vocals or music, anything. എല്ലാം ആവശ്യമാണ്. പക്ഷേ we have to move by the presence, his presence, the Holy Spirit. Hallelujah. Don't force people. Hallelujah. ഇതുവരെ എന്തെങ്കിലും ചോദ്യം ഉണ്ടോ? എവിടെയെങ്കിലും ഇംപ്രൂവ്മെന്റ് ആവാനുണ്ടോ? You really need to change from that area. Hallelujah. അത് മനസ്സിലാക്കിയാലേ അടുത്ത ഒരു ആക്കാൻ പറ്റുള്ളൂ. അടുത്ത മൂവ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് മനസ്സിലാക്കാൻ കഴിയും. We need to know the move of the Holy Spirit. Hallelujah. പാസ്റ്റർ പറഞ്ഞായിരുന്നു, നമുക്ക് ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ
ഗിറ്റാറോ കീബോർഡോ വെച്ചിട്ട് എന്തെങ്കിലും മ്യൂസിക് പ്ലേ ചെയ്യാൻ. അപ്പൊ അതെനിക്ക് അത്ര കൃത്യമായിട്ട് മനസ്സിലായി. നമ്മൾ എന്താ പ്ലേ ചെയ്യേണ്ടതെന്ന് മനസ്സിലായില്ല. ഓക്കെ, അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇത് എന്റെ വഴിയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഞാൻ ആരാധന തുടങ്ങുന്നതിന് മുമ്പേ മ്യൂസിക് വായിക്കും. ഞാൻ മ്യൂസിക് വായിച്ചുകൊണ്ടെന്ന് ചിലപ്പോൾ ഞാൻ ചെയ്യേണ്ട തങ്സ് പറയാറുണ്ട്, ഞാൻ സ്തുതിക്കാറുണ്ട്, സ്തോത്രം സ്തോത്രം സ്തോത്രം, അല്ലെങ്കിൽ യേശുവിന്റെ നാമങ്ങൾ പറയാറുണ്ട്. ഇതെല്ലാം പറഞ്ഞാണ് ഞാൻ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഏത് മ്യൂസിക് വായിക്കുന്നത് ചോദിച്ചാൽ വളരെ ക്വയറ്റ് ആയിട്ടുള്ള സിമ്പിൾ, വളരെ ക്വയറ്റ് ആയിട്ടുള്ള മ്യൂസിക് ആയിരിക്കാം ആ സമയത്ത് നല്ലത്. വളരെ കൈടിച്ചിങ്ങനെ ഉള്ള മ്യൂസിക്കിനേക്കാളും വളരെ സിമ്പിൾ ക്വയറ്റ് ഉള്ള മ്യൂസിക്കുകൾ വായിച്ച് ആ അറ്റ്മോസ്ഫിയർ നാം എന്ത് ചെയ്യുക. അതായത് ദൈവ സാന്നിധ്യം അതിന്റെ അകത്തുണ്ട് എന്ന് മറ്റുള്ളവർ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ആ സാന്നിധ്യത്തിലേക്ക് മറ്റുള്ളവരെ ക്ഷണിക്കുക. അതാണ് ക്രിയേറ്റിംഗ് ദ അറ്റ്മോസ്ഫിയർ. വന്ന ഉടനെ ആരാധന തുടങ്ങിയാൽ അതൊരു ഭയങ്കര ഡിസ്റ്റർബൻസ്. ഓക്കെ, വന്ന ഉടനെ ഓടി എല്ലാവരും, അതുകൊണ്ട് വർഷത്തിൽ മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ ഓടി വന്ന് ഇങ്ങനെ പെട്ടെന്ന് വന്ന് എല്ലാ പ്രോഗ്രാം അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാവരും കയറി പാടാം. ഒരിക്കലും പരിശുദ്ധാത്മാവിന്റെ മൂവ് മനസ്സിലാക്കാൻ പറ്റില്ല. കം ഏർലി, ഒരു അരമണിക്കൂർ നേരത്തെ വന്നാൽ വളരെ നല്ലത്. ഏർലി കം. ജനങ്ങൾ വരുന്നതിന് മുമ്പ് അതിന്റെ അകത്ത് ആ സാന്നിധ്യം അങ്ങ് നിങ്ങൾ നിറയ്ക്കണം. അപ്പം കേട്ടോ, പിന്നെ വരുന്നവരടുത്ത് കൈ ഉയർത്താൻ പറയേണ്ട ആവശ്യമല്ല, അവർ അതിന്റെ സാന്നിധ്യത്തിന്റെ അകത്തായി മാറും. വർഷിപ്പ് ഇസ് വെരി ഇമ്പോർട്ടന്റ്, വെരി വെരി ഇമ്പോർട്ടന്റ്. ആരാധന ഇല്ലെങ്കിൽ വചനം മൂവ് ചെയ്യത്തില്ല. ആ വചനം മൂവ് ചെയ്യണമെങ്കിൽ ആരാധന മൂവ് ആവണം. ആമേൻ. എനിക്ക് ചോദ്യം, എന്തെങ്കിലും ചോദ്യം ഉണ്ടോ? നല്ല ചോദ്യം കേട്ടോ. നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ മൂവ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ഡിസൈൻമെന്റ് ഓഫ് സ്പിരിറ്റ്. ഞാൻ വർഷിപ്പ് ലീഡർ ഡിസൈൻമെന്റ് ഓഫ് സ്പിരിറ്റ്. അവർക്ക് ആത്മാക്കളെ തിരിച്ചറിയാനായിരിക്കണം. വർഷിപ്പ് ടീമിലുള്ളവർ ഇത് തിരിച്ചറിയണം. എങ്കിൽ മാത്രമേ മൂവ്മെന്റ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് അറിയാൻ പറ്റൂ. എന്തൊക്കെയാണ് മൂവ്മെന്റ് വർഷിപ്പ് ടൈമിൽ നടക്കുന്നത് ഒന്ന് നോക്കാം. ആദ്യം നടക്കുന്ന അഡോറേഷൻ അല്ലേ. ഈ മൂവ്മെന്റ് എപ്പോഴോ ഉണ്ടാകും. ഇത് ശ്രദ്ധ വേണം വർഷിപ്പ് ലീഡർ. ഇത് എപ്പോഴാണ് ദൈവം നിങ്ങളെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നത്? അഡോറേഷൻ, ആരാധന. കണ്ടത്, കുമ്പിടുക, നിലവിളിക്കുക, തറയെ വീഴുക, അല്ലെ എന്തോ അഡോറേഷൻ ഉള്ള ടൈം. ആ സമയത്ത് നമുക്ക് കൈയടിച്ച് പാടാം. കണ്ടപ്പോൾ ഓപ്പോസിറ്റ് സ്പിരിറ്റ് ആവുകയാണ്. അപ്പോൾ അഡോറേഷൻ ഉണ്ട്. അപ്പൊ എല്ലാവരും മനസ്സിലാക്കുക, ആരാധന സമയത്ത് പരിശുദ്ധൻ മൂവ് ചെയ്യുന്ന രീതികളാണ്. അഡോറേഷൻ ഉണ്ട്. രണ്ടെന്താണ്? എക്സോൾട്ടേഷൻ. സ്തുതിക്കേണ്ട സമയമുണ്ട്. എക്സോൾട്ടേഷൻ. there will be a movement of Holy Spirit. exaltation. സ്തുതിക്കുന്ന ടൈം ഉണ്ട്. ഹല്ലേലൂയ. പിന്നെന്താണ്? എഴുതിയോ? So do this help for you? ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? This help? Yes. ഇത് ഇതൊക്കെ നമ്മൾ ഡിസൈൻമെന്റ് ചെയ്യണം. എക്സോൾട്ടേഷൻ, അഡോറേഷൻ ഉണ്ട്. പിന്നെന്താ മൂവ്മെന്റ് ആണ്? സെലിബ്രേഷൻ. ചില സമയത്ത് സെലിബ്രേഷൻ നടക്കേണ്ട ടൈമുണ്ട്. അത് വർഷിപ്പ് ടീമും വർഷിപ്പ് ലീഡറും റെക്കഗ്നൈസ് ചെയ്യണം. എപ്പോഴാണ് അത്? വാട്ട് ഇസ് ദാറ്റ്? ചില ആരാധിക്കാം പരിശുദ്ധനെ, അർപ്പിക്കാം സ്തോത്രയാഗങ്ങൾ. സെലിബ്രേഷൻ. പരിശുദ്ധനെ അർപ്പിക്കാം സ്തോത്രയാഗങ്ങൾ. നാം പാട്ടുകൾ ചൂസ് ചെയ്താൽ പോലും പരിശുദ്ധാത്മാവ് ചില സമയത്ത് ആ ഒരു മൂവ്മെന്റിനനുസരിച്ച് പാട്ടുകൾ മാറ്റാൻ പറയും. പെട്ടെന്ന് മാറ്റിക്കണം. അതാ ഞാൻ പറഞ്ഞത്, വർഷിപ്പ് ലീഡർ ഷുഡ് നോ ദ സോങ്സ്. ആ സമയത്ത് പരിശുദ്ധാത്മാവെ എനിക്ക് ആ പാട്ട് പാടാൻ അറിയില്ല എന്ന് പറയരുത്. പരിശുദ്ധാത്മാവ് വേറെ ആളെ തിരഞ്ഞെടുക്കും. വർഷിപ്പ് നമുക്ക് ഇമ്പോർട്ടന്റ് അല്ല, ദൈവത്തിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ സെലിബ്രേഷൻ നടക്കും. ഇത് ഹോളി സ്പിരിറ്റിന്റെ മൂവ്മെന്റുകളാണ് ഞാൻ പറയുന്നത്. പിന്നെന്തൊക്കെയാ നടക്കുന്നത്? ദ പേഴ്സണൽ എഡിഫിക്കേഷൻ. ആ സമയത്തായിരിക്കാം ചിലപ്പോൾ പരസ്പരം പ്രാർത്ഥിപ്പിക്കുക, പരസ്പരം കൈ കൊടുക്കുക, പരസ്പരം എൻകറേജ് ചെയ്യുക. പേഴ്സണൽ എഡിഫിക്കേഷൻ വിൽ ഹാപ്പൻ ഡ്യൂറിംഗ് ദ വർഷിപ്പ് ടൈം. ഇത് എല്ലാ വർഷിപ്പിലും ഉണ്ടാകണമെന്നല്ല, ഇതൊക്കെ ഉണ്ടാകാറുണ്ട്. അത് മനസ്സിലാക്കി വർഷിപ്പ് ലീഡർ ജനത്തെ അതിലേക്ക് നയിക്കണം. ദ പേഴ്സണൽ എഡിഫിക്കേഷൻ. ഹല്ലേലൂയ. ആമേൻ. കണ്ടല്ലോ, പേഴ്സണൽ എഡിഫിക്കേഷൻ. ഏതൊക്കെയാണ്? ആമേൻ. അഡോറേഷൻ, എക്സോൾട്ടേഷൻ, സെലിബ്രേഷൻ, പേഴ്സണൽ എഡിഫിക്കേഷൻ. ഇനി എന്താണെന്ന് നോക്കാം. ദ വാർഫെയർ. ചില സമയത്ത് വാർഫെയർ, ചില സമയത്ത് നമ്മൾ യുദ്ധം ചെയ്യാറുണ്ടത്. പിശാചിനെ തകർക്കണം. ചില ആരാധനയൊക്കെ പിശാചിന്റെ ചില കെട്ടുകൾ തകർക്കണം, ശാപങ്ങൾ അഴിക്കണം. ഇതെല്ലാം നമ്മൾ അഴിക്കേണ്ടത് ആവശ്യമാണ്. അത് എപ്പോഴുമല്ല, പരിശുദ്ധാത്മാവിന്റെ മൂവ്മെന്റ് നിങ്ങളോട് മനസ്സിലാവും. ആ സമയത്താണ് അത് ചെയ്യേണ്ടത്. ആ സമയത്ത് കുറെ കൂടെ പ്രേക്ഷിക്കും, ചിലപ്പോൾ കുറെ നേരം കൈയടിച്ചുകൊണ്ടിരിക്കും, ചിലപ്പോൾ ശാസിച്ചെന്നിരിക്കും. പക്ഷെ ചിലർ ചിന്തിക്കുന്നത് എല്ലാ ആരാധനയിലും കടന്ന് പിശാചിനെ ശാസിക്കും. അതല്ല. പരിശുദ്ധാത്മാവിന്റെ മൂവ്മെന്റ് ഒക്കെ ഞാൻ പറയും. ചിലപ്പോ ഇങ്ങനെ സംഭവിക്കും, വാർഫെയർ ചിലപ്പോൾ ഉണ്ടാകാം. ആ സമയത്ത് അത് നടത്തണം. ഹല്ലേലൂയ.
ഒരിക്കൽ വർഷിപ്പിൽ ഇടുമ്പോൾ പെട്ടെന്ന് എനിക്ക് പാട്ട് വന്നു. പകയന്റെ കണികളിലും പകരുന്ന വ്യാധിയിലും പകലിലും രാവിലും താൻ. അത് വാർഫെയറാ. പകർന്നിടും കൃപ മഴ പോൽ പകയന്റെ കണികളിലും. പെട്ടെന്ന് പരിശുദ്ധാത്മ നമ്മൾ അങ്ങോട്ട് ലീഡ് ചെയ്യും. So we have to move such a way. അതാ discernment of spirit. Hallelujah. The warfare. Hallelujah. Amen. ചില സമയത്ത് ഭൂതങ്ങൾ അഴിഞ്ഞു പോകാറുണ്ട്. വാർഫെയർ നടക്കുന്ന സമയത്താ, വാർഫെയർ യുദ്ധം നടക്കുന്ന സമയത്താ ഈ ഭൂതങ്ങളൊക്കെ അഴിഞ്ഞു പോകുന്നേ. ആമേൻ. അത് ചെയ്യാറുണ്ട്. ചില സമയത്ത് ഹീലിംഗ്, വർഷിപ്പ് ടൈം, ദ ഹീലിംഗ് വിൽ ഹാപ്പൻ. ചില സമയത്ത് കുറെ സമയം ഹീലിംഗിന്റെ ടൈം ആയിരിക്കാം. ഹോളി സ്പിരിറ്റ് അങ്ങനെ ആയിരിക്കാം മൂവ് ചെയ്യുന്നത്. അപ്പൊ വർഷിപ്പ് ലീഡർ ആ ഭാഗത്തേക്ക് ജനത്തെ നയിക്കേണ്ടത് ആവശ്യമാണ്. ദ ഹീലിംഗ്. ഹല്ലേലൂയ. ഫാസ്റ്റ് ആയി പോകുന്നുണ്ടോ? സ്പീഡാണോ? എഴുതിയോ? താങ്ക് യു ലോർഡ് ജീസസ്. The healing. ആമേൻ. അടുത്ത നോക്കാം. The repentance. ചില സമയത്ത് അതായിരിക്കാം, റിപ്പന്റൻസിന് സമയമായിരിക്കാം. പരിശുദ്ധനെ വ്യക്തമായിട്ട് പറയും വർഷിപ്പ് ലീഡറോട്, വ്യക്തമായിട്ട് പറയുന്നത് കേൾക്കണം, പറയുക ഈ സമയത്ത് റിപ്പന്റ് ചെയ്യാൻ, നമ്മൾ ചെയ്ത പാപത്തെ ഏറ്റു പറയുവാൻ പരിശുദ്ധന്മാർ അത് പറയുക. പരിശുദ്ധാത്മാവ് ഞാൻ പറയുന്നത് സംസാരിക്കരുതെന്ന്, വെറുതെ സംസാരിക്കരുതെന്നാ പറഞ്ഞേ. പരിശുദ്ധാത്മാവ് പറയുന്നതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം, അല്ല വെറുതെ പറയരുതെന്നാ പറഞ്ഞു. പരിശുദ്ധൻ പറയുന്നത് പേഴ്സണൽ റിപ്പന്റൻസിനുള്ള സമയമാണ്. ഇതെല്ലാം എന്താ സംഭവിക്കുന്നത്? ആരാധനയിൽ പരിശുദ്ധാത്മാവിന്റെ മൂവ്മെന്റ്. ഇതിനെല്ലാം വാക്യങ്ങളുണ്ട് കേട്ടോ, എവിടെയൊക്കെ സംഭവിച്ചതെന്ന് നമ്മളത് പഠിക്കേണ്ടത്. തൽക്കാലം ഇത് മനസ്സിലാക്കിയിരിക്കുക. പിന്നെ എന്താണ് റിപ്പന്റൻസ്? സീക്കിംഗ് ഗാഡ്. ചില സമയത്ത് ദൈവത്തെ വളരെ അധികം അന്വേഷിച്ച് നിൽക്കേണ്ട സമയമുണ്ട്. സീക്ക് ഹിസ് പ്രസൻസ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ മൂവ്മെന്റ് എന്തൊക്കെയാണ്? അഡോറേഷൻ, എക്സോൾട്ടേഷൻ, സെലിബ്രേഷൻ, പേഴ്സണൽ എഡിഫിക്കേഷൻ, വാർഫെയർ, ഹീലിംഗ്, റിപ്പന്റൻസ് ആൻഡ് സീക്കിംഗ് ഗാഡ്. ഹല്ലേലൂയ. ഇവിടെ എന്തെങ്കിലും ചോദ്യമുണ്ടോ? ഏതെങ്കിലും ചോദ്യം? ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പാറ്റേൺ ഉണ്ടല്ലേ ആരാധനയ്ക്ക്. എന്താ പാറ്റേൺ? പ്രകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. അതൊരു പാറ്റേൺ ആണ്. അങ്ങനെ നമുക്ക് ലീഡ് ചെയ്യാം. പക്ഷെ എപ്പോഴും പരിശുദ്ധാത്മാവിന്റെ, ഹോളി സ്പിരിറ്റിന്റെ മൂവ്മെന്റ് മനസ്സിലാക്കി ലീഡ് ചെയ്യണം. എങ്ങനെ ചെയ്താലും. ഹല്ലേലൂയ. ഇങ്ങനെയുള്ള ആരാധനകളിലുള്ള വിടുതൽ സംഭവിക്കുന്നത്, ഹീലിംഗ് സംഭവിക്കും, ഡെലിവറൻസ് സംഭവിക്കും, പേഴ്സണൽ എഡിഫിക്കേഷൻ ഉണ്ടാവും. ഇതെല്ലാം സംഭവിക്കും ആരാധനയ്ക്കകത്ത്. വർഷിപ്പ് ലീഡേഴ്സ് പറഞ്ഞേ, എന്താണ് നിങ്ങളുടെ ചോദ്യം? ഭയങ്കര ബുദ്ധിമുട്ടാണോ വർഷിപ്പ് ലീഡ് ചെയ്യാൻ? വെരി ഹാർഡ്. റെസ്പോൺസിബിൾ ആയിരിക്കണം. ഹാർഡിനേക്കാളും സ്മോൾ റെസ്പോൺസിബിൾ. ആമേൻ. ഹല്ലേലൂയ. വേറെ ചോദ്യം? ചിലർക്ക് ഡൗട്ടാണ്, ആദ്യം വരുമ്പോൾ ഏത് പാട്ട് പാടണം? വെൽക്കം സോങ് പാടിക്കേ. സിംഗ് വെൽക്കം സോങ്. മേക്ക് ക്രിയേറ്റ് എ ഗുഡ് പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ. വെൽക്കം സോങ്. അത് ഏത് സോങ് ആകാം. ഒരു പാട്ട് ജസ്റ്റ് ഒന്ന് പാടി ആരാധിക്കും. അപ്പൊ എല്ലാ ജനവും ആ ആരാധനയ്ക്ക് റെഡി ആയി തുടങ്ങും. അങ്ങനെ വെൽക്കം സോങ് എന്ന് പറയും. ജസ്റ്റ് ഒരു പാട്ട്, ഏതെങ്കിലും ഒരു പാട്ട് പാടി ആരാധിച്ചാൽ മതി. വെൽക്കം സോങ്. ഓക്കെ. വർഷിപ്പ് ലീഡേഴ്സ് ആരൊക്കെയാ? ബ്രദർ എല്ലാവരും ഉണ്ട്. പിന്നെ ആരാ? മെറിൻ വർഷിപ്പ് ലീഡ് ചെയ്യാറുണ്ടോ? ഇനി ചെയ്തു തുടങ്ങണം അല്ലേ? യെസ്, എല്ലാവരും. യെസ്, വണ്ടർഫുൾ. ഈ ആരാധനയിൽ ഇതെല്ലാം സംഭവിക്കുന്നുണ്ടോ എന്ന് നോട്ടീസ് ചെയ്തിട്ട് ആരാധന കഴിയുമ്പോൾ ടീമായിട്ട് ഒരു ഇവാലുവേഷൻ നടത്തണം. നിങ്ങളുടെ ആ ടീമായിട്ടുള്ള ഇവാലുവേഷൻ. അവിടെ മ്യൂസിക് ശരിയായോ എന്നുള്ള ഇവാലുവേഷൻ അല്ല, കോഡ് തെറ്റിയോ എന്നുള്ള ഇവാലുവേഷൻ അല്ല. ഈ പരിശുദ്ധാത്മാവിന്റെ മൂവ്മെന്റിനെ നമുക്ക് ഗ്രഹിക്കാൻ പറ്റിയിട്ടുണ്ടോ? അതായിരിക്കണം ഇവാലുവേഷൻ. ആമേൻ. മ്യൂസിക് വായിക്കുന്നവരൊക്കെ നോക്കിയേ, കൈ നോക്കിയേ. മ്യൂസിക് ആരൊക്കെയാ വായിക്കുന്നത്? മ്യൂസിക് വായിക്കുന്നവരെ. വെരി ഗുഡ്. മ്യൂസിക് വായിക്കുന്നത്
നിങ്ങൾക്കറിയാമോ, നിങ്ങൾക്കെല്ലാം അറിയാം, ഫസ്റ്റ് സമൂവേൽ അതിന്റെ 16:23 പറയുന്നത്, ശൗലിന് ദുരാത്മാവ് വരുമ്പോൾ മാറാനായിട്ട് ദാവീദ് വന്ന് കിന്നരം വായിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ദുരാത്മാവ് അഴിഞ്ഞു പോകും. ഇതായിരിക്കണം നമ്മുടെ മ്യൂസിക്. ഹല്ലേലൂയ. അത് നിങ്ങൾക്കാകാൻ പറ്റുമോ? ആകാൻ പറ്റും. അപ്പൊ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സിലല്ല കാര്യം, അത് ആര് വായിക്കുന്നു അതിനനുസരിച്ചിരിക്കും അഭിഷേകം. അഭിഷേകമുള്ളവർ വായിക്കുമ്പോഴാണ് അനോയിന്റിങ് ഉണ്ടായത്. ആമേൻ. അപ്പൊ മ്യൂസിക് ഹാസ് എ വെരി പവർ. അതിനെ കുറിച്ച് അധികം പറയുന്നില്ല സഭയില്. മ്യൂസിക് ഇസ് എ വെരി പവർ. അതിന് ഒരു നെഗറ്റീവ് ഫീലിങ്സും പോസിറ്റീവ് ഫീലിങ്സും മ്യൂസിക്കിന് കൊണ്ടുവരാൻ പറ്റും. നെഗറ്റീവ് എനർജി ആൻഡ് പോസിറ്റീവ് എനർജി. അതുകൊണ്ട് വർഷിപ്പ് ലീഡേഴ്സ് മ്യൂസിക് വായിക്കുന്ന, കീബോർഡൊക്കെ വായിക്കുന്ന പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. വർഷിപ്പ് ലീഡർ നിങ്ങളോട് പറയാതെ ഒരിക്കലും കീബോർഡിൽ നിന്ന് കൈയെടുക്കരുത്, കൈയെടുക്കുകയേ ചെയ്യരുത്. ചില സമയത്ത് നമ്മൾ വർഷിപ്പ് ലീഡ് ചെയ്യുമ്പോൾ പറ്റില്ല, കീബോർഡ് വായിക്കത്തില്ല, കൈയെടുത്ത് കളയും. ഒരു പാട്ട് തീർന്ന ഉടനെ കൈയെടുക്കരുത്. വർഷിപ്പ് ലീഡർ നിങ്ങളോട് പറയും മതി എന്ന് പറയുമ്പോൾ മാത്രം കൈയെടുക്കുക. ഈ കീബോർഡ് വായിക്കുന്ന ആളറിയുമോ, വർഷിപ്പ് ലീഡറിന്റെ ആ മൂവ്മെന്റ് മനസ്സിലാക്കി നിങ്ങൾ ആയിരിക്കണം. ആ വർഷിപ്പ് ലീഡർ അടുത്ത വരി പാടുന്നതിന് മുമ്പ് ഏത് വരി പാടുമെന്ന് നിങ്ങളുടെ അകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് പരിശുദ്ധാത്മാവ് പറഞ്ഞുതരും. അതിനനുസരിച്ച് നിങ്ങൾ വായിച്ചു കയറണം. ഡോണ്ട് സ്റ്റോപ്പ് ദ വർഷിപ്പ്. വർഷിപ്പിനെ സ്റ്റോപ്പ് ചെയ്ത്, കാരണം മ്യൂസിക്കിന് നെഗറ്റീവ് ഫീലിങ്സ് ഉണ്ടാക്കാം. അല്ലെങ്കിൽ വായിക്കരുത്. ഇഫ് യു പ്ലേ വെൽ, അതർവൈസ് ഡോണ്ട് പ്ലേ. ആണല്ലേ? കാരണം നമ്മൾ വചനത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വർഷിപ്പ് ടീംസിനെയൊക്കെ പരിശുദ്ധാത്മാവ് സെപ്പറേറ്റ് വായിക്കാൻ വേണ്ടി അവരെ തിരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. മ്യൂസീഷ്യൻ അവർ അപ്പോയിന്റഡ് ഫോർ ദ വർഷിപ്പ്. ഒന്ന് ക്രോണിക്കൽസിലൊക്കെ വായിക്കണ്ട. ഒന്ന് ക്രോണിക്കൽസിലേക്ക് പോയാൽ മ്യൂസീഷ്യൻസിനെ പരിശുദ്ധാത്മാവ് അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ അപ്പോയിന്റഡ് ഹോളി സ്പിരിറ്റ് അപ്പോയിന്റ്. അല്ലാതെ കീബോർഡ് അറിയാന്നുള്ളതുകൊണ്ടോ ഗിറ്റാർ അറിയാന്നുള്ളതുകൊണ്ടോ പാസ്റ്റർ വിളിച്ചതല്ല. ഹോളി സ്പിരിറ്റ് അപ്പോയിന്റഡ് യു. അതുകൊണ്ട് എന്ത് ചെയ്യണം? മ്യൂസീഷ്യൻ, ഒന്ന് ക്രോണിക്കൽസിലൊക്കെ പറയുന്നത് മ്യൂസീഷ്യൻ ഷുഡ് ബി സ്കിൽഫുൾ. നിങ്ങളുടെ സ്കില്ലുകൾ നിങ്ങളത് പ്രാക്ടീസ് ചെയ്യണം. ആ സൺഡേ മാത്രമല്ല, എപ്പോഴും നിങ്ങൾ അത് എങ്ങനെ പ്രാക്ടീസ് ചെയ്യും? വെൽ ആൻഡ് സ്കിൽഫുൾ. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ആ സ്കില്ലിനെ അല്ല ആശ്രയിക്കേണ്ടത്, ബട്ട് യു ഷുഡ് ബി എ സ്കിൽഫുൾ. ഗോഡ് ലൈക്ക് ഇറ്റ് എന്ന് പറഞ്ഞാൽ, നാം ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്താലും നന്നായിട്ട് ചെയ്യണം, അല്ലെങ്കിൽ ചെയ്യരുത്. അതായിരിക്കും നമ്മുടെ മോട്ടിവേഷൻ. എന്താണ്? ഞാൻ ദൈവത്തിന് എന്തെങ്കിലും ചെയ്താൽ ഞാൻ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും. ഗോഡ് ലൈക്ക് ദാറ്റ്. അപ്പൊ വർഷിപ്പ് ലീഡർ എന്ന് എന്ത് ചെയ്യുക? നമ്മൾ വായിക്കുമ്പോൾ അനോയിന്റിങ് വിൽ ബി മൂവ്. മോളുടെ പേരെന്താ? ജിജി എം ജോൺ. ഓക്കെ, മോള് കീബോർഡ് വായിക്കുമ്പോ ഉണ്ടല്ലോ, അതിന്റെ അകത്ത് വരുന്നവർ അങ്ങ് ദൈവസ്ഥാനത്തെ അനുഭവിച്ചു തുടങ്ങണം. ദാറ്റ് ഷുഡ് ബി ഹൗ യു പ്ലേ. അത് സ്കില്ലിനെ ആശ്രയിച്ചല്ല ഇരിക്കുന്നത്. How much you sensitive the Holy Spirit. Hallelujah. അപ്പോ പ്രായം പ്രയാസമല്ല, പ്രായം ബുദ്ധിമുട്ടല്ല, ഒന്നും ബുദ്ധിമുട്ടല്ല. ആ ദൈവമായിട്ടുള്ള സാന്നിധ്യമാണ് സ്കിൽഫുൾ ആക്കുന്നത്. നമുക്കറിയാം, വചനത്തെ വേറെ വാക്കിൽ പറഞ്ഞാൽ, ഈ അനോയിന്റഡ് മ്യൂസിക് വരുമ്പോഴത്തെ പ്രൊഫറ്റിക് വേർഡുകൾ വന്നുകൊണ്ടിരിക്കും. അനോയിന്റഡ് മ്യൂസിക് ആണ് പ്രൊഫറ്റിക് വേർഡ് ഉണ്ടാക്കുന്നത്. എന്താണ്? അനോയിന്റിങ് മ്യൂസിക്കുകൾ എന്തുണ്ടാകും? പ്രൊഫറ്റിക് വേർഡുകൾ ഉണ്ടാകും. നിങ്ങൾ മ്യൂസിക് വായിക്കും, പ്രവചന വാക്കുകൾ വരണം. അത് അനോയിന്റിങ് മ്യൂസിക് ബ്രിങ് ഗ്ലോറി ഓഫ് ഗാഡ് ഡൗൺ. ദൈവത്തിന്റെ സാന്നിധ്യം, ഈ ദൈവ സാന്നിധ്യം അനോയിന്റിങ് മ്യൂസിക്കിലൂടെ വരും. സെക്കൻഡ് ക്രോണിക്കൽസ് വായിച്ചാൽ, 5-ാം അധ്യായം വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. അഭിഷിക്തന്റെ മ്യൂസിക് വായിക്കുമ്പോൾ ദൈവ സാന്നിധ്യം ഇറങ്ങി. ഹല്ലേലൂയ. ഇതുവരെ മനസ്സിലായ? മ്യൂസിക്കിനെ കുറിച്ച് അധികം പറയുന്നില്ല. അപ്പൊ മ്യൂസിക്കിന് പോസിറ്റീവ് നെഗറ്റീവ് എനർജി ഉണ്ടാക്കാൻ കഴിയും. അതുകൊണ്ട് എന്ത് ചെയ്യുക? ബി പ്ലേ വിത്ത് അനോയിന്റഡ്. പേടിച്ച് നിൽക്കരുത് കേട്ടോ. അയ്യോ, വർഷിപ്പ് ലീഡറിന്റെ വഴക്ക് ഒരു പേടിയും വേണ്ട. യു പ്ലേ ഇറ്റ്. സ്റ്റാർട്ട്. ഹല്ലേലൂയ. ആമേൻ. വർഷിപ്പ് ടീമിലുള്ളവര് വളരെയധികം ശ്രദ്ധിക്കുക. യു ഓൾ ടു ബി എ സ്കിൽഫുൾ. നല്ല സ്കിൽ, നിങ്ങളുടെ സ്കില്ലുകൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. വളരെ സെൻസിറ്റീവ് ആയിരിക്കും. നിങ്ങളുടെ വർഷിപ്പ് ലീഡറിനെ പരിശുദ്ധാത്മ ഏത് നിലവാരത്തിൽ നിയന്ത്രിക്കുന്നുവെന്ന് വർഷിപ്പ് ടീമിലെ എല്ലാവരും വളരെ സെൻസിറ്റീവ് ആയിരിക്കണം. ടു ബി സെൻസിറ്റീവ്. ടീം ഒന്നായിട്ട് പോകണം. ചില സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ ഉണ്ടല്ലോ, ഒരാളുടെ സൗണ്ട് ഭയങ്കര സൗണ്ട് ആയിരിക്കും, ഒരാൾക്ക് സൗണ്ട് ഇല്ല. കുറെ കഴിയുമ്പോൾ കീബോർഡിസ്റ്റ് സൗണ്ട് കയറ്റിയിടും, ഗിറ്റാറിന്റെ സൗണ്ട് താഴ്ന്നു, പിന്നെ ഗിറ്റാർ സൗണ്ട് കയറ്റും. വലിയൊരു ബഹളമാണ് അവിടെ.
അതല്ല ആരാധന. നമ്മളെല്ലാവരും ഹാർമോണി, എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെന്നല്ല, ഞാൻ പരിശുദ്ധാത്മാവിനനുസരിച്ച് മൂവ് ചെയ്യുന്നുണ്ടോ, ദാറ്റ് ഇസ് ഇമ്പോർട്ടന്റ്. ഹല്ലേലൂയ. അപ്പോൾ പേഴ്സണൽ ഹീലിംഗ്, വാർഫെയർ, പേഴ്സണൽ എഡിഫിക്കേഷൻ, സെലിബ്രേഷൻ, എക്സോൾട്ടേഷൻ, അഡോറേഷൻ, ഈ ഫീലിങ്സുകൾ എപ്പോഴും നമുക്ക് അറിയാൻ പറ്റിയിരിക്കും. ഹല്ലേലൂയ. പിന്നെ എല്ലാവരും എന്നെ നോക്കിക്കേ. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഇനി പെട്ടെന്നൊരു സംശയം ചെയ്തിട്ട് ഒരു കാര്യം പറഞ്ഞ് ഞാൻ വർഷിപ്പ് ലീഡേഴ്സിന് ടീമിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു പ്രൊഫറ്റിക് വർഷിപ്പ് അല്ലേ. ഈ പ്രൊഫറ്റിക് വർഷിപ്പ് എന്ന് പറയുമ്പോൾ പലരും ചിന്തിക്കുന്നത് അതങ്ങനെ പ്രത്യേക ഒരു ടൈം പ്രൊഫറ്റിക് വർഷിപ്പ് ആകുന്നതാണ്. ആക്ച്വലി അങ്ങനെ അല്ല പ്രൊഫറ്റിക് വർഷിപ്പ്. ചിലർ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, ഒരു പാട്ട് തന്നെ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 20 മിനിറ്റ് നീട്ടി പാടുമ്പോൾ അത് പ്രൊഫറ്റിക് വർഷിപ്പ് ആവുമെന്നാണ്. അതല്ല പ്രൊഫറ്റിക് വർഷിപ്പ്. ഒരു പ്രൊഫറ്റിക് വർഷിപ്പ് പറഞ്ഞാൽ ഒരു പാട്ട് നിർത്താതെ 20 മിനിറ്റ് പാടിപ്പോ ഓ പ്രൊഫറ്റിക് വർഷിപ്പ്, അതൊക്കെ ഉണ്ടാകും. പക്ഷെ അതല്ല പ്രൊഫറ്റിക് വർഷിപ്പ്. പിന്നെ എന്താണ് പ്രൊഫറ്റിക് വർഷിപ്പ്? പ്രൊഫറ്റിക് വർഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു മണിക്കൂർ അന്യഭാഷ പറയുന്നതാണ് പ്രൊഫറ്റിക് വർഷിപ്പ്. വർഷിപ്പ് ടൈമിൽ മൊത്തം അന്യഭാഷ, ഓ പ്രൊഫറ്റിക് വർഷിപ്പ്, അതാണ് പ്രൊഫറ്റിക് വർഷിപ്പ്. ഇതെല്ലാം ഉണ്ടാകും. ആമേൻ. നമുക്കറിയുന്ന അനേക യുവാക്കളല്ലേ വർഷിപ്പ് ലീഡ് ചെയ്യുന്നുണ്ട്. വളരെ നല്ലതാണ്, വളരെ നല്ലതാണ്. പക്ഷെ മോസ്റ്റ് ഓഫ് ദ വർഷിപ്പ് ലീഡേഴ്സ് ദേ മൂവ്, ദേ ഡ്രിവൺ ബൈ ദ ടാലന്റ്. അവരുടെ കഴിവുകളിലാണ് അവർ മൂവ് ചെയ്യുന്നത്. only talent, there is no Holy Spirit. ഞാനൊരു സഭയിൽ, എനിക്ക് നല്ല പരിചയമുള്ള ഒരു സഭയിൽ ഞാൻ ചെന്നു. ഞാൻ അവിടെ എന്നെ പ്രസംഗിക്കാൻ വിളിച്ചത്, ഞാൻ പൊക്കൊണ്ടു പാടാൻ വർഷിപ്പ് നടന്നുകൊണ്ടിരിക്കുക. ആ റോട്ടിൽ വെച്ച് ഞാൻ വർഷിപ്പിന്റെ ശബ്ദം കേട്ടു. എന്നെ മ്യൂസിക് എന്നൊരു ഗിറ്റാർ കേട്ടു, ഞാൻ വായിക്കുന്നു, കീബോർഡ്, ബേസ് ഗിറ്റാർ. പക്ഷേ എനിക്കതൊരു അലർച്ചയായിട്ട് തോന്നുകയാണ്. അതിൻ്റെ അകത്തൊരു ദൈവമില്ല. ഞാൻ ആ വർഷിപ്പ് ടീമിനെ കാണുന്നതിന് മുമ്പ് എന്റെ അകത്ത് സെൻസ് ചെയ്യുന്നുണ്ട് ദൈവം അതിലില്ല. പക്ഷെ ഭയങ്കര മ്യൂസിക്കാണ്, ദൈവമില്ല. ഞാൻ നേരെ ആ ചർച്ചിന്റെ അകത്ത് ചെന്നിരുന്ന ആ വർഷിപ്പ് ടീമിനെ നോക്കിയപ്പോഴാ കാര്യം മനസ്സിലായത്. ഈ ക്ഷേത്രങ്ങളിലൊക്കെ ഗാനമേളയ്ക്ക് ഗിറ്റാർ വായിക്കുന്ന പയ്യന്മാരില്ലേ, അവര് വർഷിപ്പ് ലീല് ഗിറ്റാർ വായിക്കുന്ന അവിടെ. ഈ സിനിമാ സോങ്ങിനൊക്കെ മ്യൂസിക് വായിക്കുന്ന പയ്യന്മാർ അകത്ത് കയറുന്ന വർഷിപ്പ് ലീഡ് ചെയ്യുന്നത്, അവരാ കീബോർഡ് വായിക്കുന്നത്. എന്നത്ത് കേൾക്കുന്നത് ദൈവമക്കളെ, നാം എന്ത് ചെയ്യുന്നു ആ സ്പിരിറ്റെ മൂവ് ചെയ്യുന്നു. നമ്മൾ 24 മണിക്കൂർ സിനിമാ പാട്ട് പാടിയിട്ട് ആ സമയത്തൊന്ന് വർഷിപ്പ് പാട്ട് പാടി പരിശുദ്ധം വരത്തില്ല. അവിടെ ആ സ്പിരിറ്റെ വരും. നമ്മൾ ചെയ്യുന്നതില്ല. ഞാൻ പല സഭകളിൽ ഞാൻ കണ്ട കാര്യമാണ്. അപ്പൊ അവര് ചിന്തിക്കുന്നത് ടാലന്റ് ആണെന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾ വളരെ സ്കിൽഫുൾ ആയിരിക്കണം, പക്ഷെ നമ്മുടെ ടാലന്റ് വർക്ക് ആകത്തില്ല. ചിലപ്പോ അറിയോ, കീബോർഡുകൾ നന്നായിട്ട് വായിക്കാൻ അറിഞ്ഞുകൂടാത്ത ഒരു കുഞ്ഞായിരിക്കാം വായിക്കുന്നത്, പക്ഷെ ഭയങ്കര അനോയിന്റിങ് ആയിരിക്കും. ഒരു സത്യാവസ്ഥ ഞാൻ പറയാം. ഞാൻ 5 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചർച്ചിൽ വർഷിപ്പ് ലീഡ് ചെയ്യാറ്, ഇംഗ്ലീഷ് വർഷിപ്പ്. കുറെ ദിവസം ഞാൻ പാസ്റ്ററിനോട് പറഞ്ഞു, ഷൂ ബ്രദർ ചിലപ്പോഴൊക്കെ കോഴ്സ് തെറ്റിക്കാറുണ്ടെന്ന്, അത് ശ്രദ്ധിക്കണം. അത് വളരെ നല്ലതാണ്, നല്ല ഒപ്പീനിയനാണ്, ഞാൻ അത് അംഗീകരിച്ചു. അതുകൊണ്ട് പാസ്റ്റർ പറഞ്ഞു ഒരു 4-5 ആഴ്ചത്തേക്ക് വർഷിപ്പ് ലീഡ് ചെയ്യേണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ അതനുസരിച്ച് ഞാൻ ലീഡ് ചെയ്തില്ല. എന്നിട്ട് അദ്ദേഹം വേറൊരാളെ ഏർപ്പെടുത്തി. നിങ്ങൾക്കറിയുമോ സത്യാവസ്ഥ? പിറ്റേ ആഴ്ച ആരാധന തുടങ്ങി വർഷിപ്പ് തീർന്നപ്പോൾ വിശ്വാസികൾ നേരെ വന്ന് പാസ്റ്ററോട് പറഞ്ഞു, ഞാൻ നിൽക്കുമ്പോൾ പാസ്റ്റർ ഇന്ന് വർഷിപ്പ് ലീഡ് ചെയ്ത പുള്ളിയായിട്ട് ലീഡ് ചെയ്യിപ്പിക്കരുത്, ആ ഷൂ ബ്രദർ വർഷിപ്പ് ലീഡ് ചെയ്താൽ മതി. എന്താ കാര്യം? ഇന്ന് വർഷിപ്പ് ചെയ്ത ലീഡറിന് നല്ല മ്യൂസിക്കൽ എബിലിറ്റി ഉണ്ട്, പക്ഷെ ആരാധിക്കാറില്ല. ഹി സിംഗ് വെൽ, നന്നായിട്ട് പാടും, നന്നായിട്ട് ഇൻസ്ട്രുമെന്റ്സ് വായിക്കും, പക്ഷെ ആരാധിക്കാൻ അറിയില്ല. നിങ്ങൾക്കറിയാമോ, ഞാൻ വേറൊരു ചർച്ചിന്റെ വർഷിപ്പ് ലീഡർ പാസ്റ്ററായിരുന്നു, അസിസ്റ്റന്റ് പാസ്റ്റർ ഇംഗ്ലീഷ് വർഷിപ്പ് മുമ്പ്. അവിടെ ആരാധിക്കുമ്പോൾ എന്റെ കൂടെ നിൽക്കുന്ന കീബോർഡിസ്റ്റും ഗിറ്റാറിസ്റ്റൊക്കെ വെൽ എഡ്യൂക്കേറ്റഡ്, ഭയങ്കര മ്യൂസീഷ്യനും എന്നെക്കാളും നല്ല എഡ്യൂക്കേഷനും ഉള്ളവരാ. പക്ഷെ അവരെപ്പോഴും എന്നോട് പറയും, ഷൂ ബ്രദറിനെക്കാളും ഞങ്ങൾക്ക് പാടാൻ അറിയാം, ഭയങ്കര വോക്കൽസ്, അവരൊക്കെ നന്നായിട്ട് ഇൻസ്ട്രുമെന്റ്സ് വായിക്കാൻ അറിയാം, പക്ഷെ ഒന്നും മാത്രം ഞങ്ങൾക്ക് അറിയില്ല, ആരാധിക്കാൻ അറിയില്ല. അതേ ഉള്ളൂ അവരുടെ ഡിഫറൻസ്. അപ്പൊ ഒന്നും നമ്മുടെ ടാലന്റ് ഇല്ല. അനേക ലീഡർമാർ ടാലന്റിൽ പോകാറുണ്ട്, ടാലന്റ് അല്ല. അപ്പൊ എന്താണ് പ്രൊഫറ്റിക് വർഷിപ്പ്? എന്തായിരിക്കാം പ്രൊഫറ്റിക് വർഷിപ്പ്? ഈ പ്രൊഫറ്റിക് വർഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ നമുക്ക് പ്രൊഫറ്റിക് വർഷിപ്പ് ചെയ്യാന്ന് പറഞ്ഞ് ചെയ്യുന്നതല്ല, നമ്മളെ പ്രൊഫറ്റിക്കിലേക്ക് ഇറങ്ങുകയാണ്. എന്താണ് പ്രൊഫറ്റിക് വർഷിപ്പ്? പ്രവചന ആരാധന എന്ന് മലയാളത്തിൽ. ഇപ്പൊ എന്താണ് പ്രവചന ആരാധന? ദൈവത്തിന്റെ ഹൃദയം അതേ സമയത്ത്
ജനങ്ങളിലേക്ക് അതേപോലെ റിലീസ് ചെയ്യുമ്പോൾ അത് പ്രൊഫറ്റിക് വർഷിപ്പായിട്ട് മാറും. എന്താണ്? അല്ലാതെ സാധാരണ വർഷിപ്പും പ്രൊഫറ്റിക് വർഷിപ്പ് അല്ല, അത് പ്രൊഫറ്റിക്കായി മാറുകയാണ്. എന്താണ്? ദൈവത്തിന്റെ ഹൃദയം അതേപോലെ പുറത്ത് റിലീസ് ആകുമ്പോൾ അത് പ്രവചന ആരാധനയായിട്ട് മാറ്റപ്പെടും. അതിന്റെ അർത്ഥം ഈ പ്രൊഫറ്റിക് വർഷിപ്പ് സംഭവിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു പേഴ്സണൽ എഡിഫിക്കേഷൻ ഉണ്ടാകും. ഇവിടെ പേഴ്സണൽ എഡിഫിക്കേഷനല്ല ഉണ്ടാകുന്നത്, ദ കമ്മ്യൂണിറ്റി എഡിഫിക്കേഷൻ. എല്ലാ വ്യക്തികളും എഡിഫിക്കേഷനായി മാറും. എല്ലാവരും, ഒരു വ്യക്തിയല്ല, പേഴ്സണൽ ആയിട്ടല്ല എഡിഫിക്കേഷൻ നടക്കുന്നത്, മുഴുവനായി എല്ലാവരും ആ ഒരു എഡിഫിക്കേഷനിലേക്ക് മാറ്റപ്പെടും. അതിന്റെ അർത്ഥം അവിടെ നിൽക്കുന്ന ഓരോ വ്യക്തികളും ദൈവത്തിന്റെ ശബ്ദം കേട്ടു തുടങ്ങുമ്പോൾ അത് പ്രൊഫറ്റിക്കൽ ആരാധനയായി മാറ്റപ്പെടും. അത്രേ ഉള്ളൂ ഡിഫറൻസ്. ആമേൻ. അപ്പൊ നമ്മൾ നടത്തുന്ന ആരാധനയിൽ അവിടെ നിൽക്കുന്ന എല്ലാ വ്യക്തികളും ദൈവശബ്ദം കേട്ടു തുടങ്ങിയാൽ, അതിനെ പ്രതികരിച്ചു തുടങ്ങിയെങ്കിൽ, ആ ദൈവശബ്ദത്തിന് ഉച്ചാരണം എഡിഫിക്കേഷൻ അവിടെ വന്നു തുടങ്ങിയെങ്കിൽ അത് പ്രൊഫറ്റിക്കൽ ആരാധനയാണ്. നിങ്ങൾ എപ്പോ ആരാധിച്ചാൽ അതിനു വേണ്ടിയിട്ട് സമയമൊക്കെ ഇന്ന് പ്രൊഫറ്റിക്കലാക്കാം, അടുത്ത ആഴ്ച ഇല്ല. നമ്മുടെ ആരാധന എല്ലാം പ്രൊഫറ്റിക്കാണ്. ആ പ്രൊഫറ്റിക് എന്ന് പറഞ്ഞാൽ വളരെ ഡീപ്പിലേക്ക് നാം ഇറങ്ങുന്നതാണ് പ്രൊഫറ്റിക്. ചിലപ്പോൾ ഡിക്ലറേഷൻ വലുതായിരിക്കും. അപ്പോൾ ഡിക്ലെയർ ചെയ്യേണ്ട കാര്യങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, ഡിക്ലറേഷൻ. ആ ഡിക്ലറേഷനൊക്കെ ആ സാഹചര്യത്തിനനുസരിച്ച് പരിശുദ്ധം തരുന്ന ഡിക്ലെയർ ചെയ്യുമ്പോഴാണ് അത് പ്രൊഫറ്റിക്കൽ വർഷിപ്പായി മാറും. സമയം തീരാറേണ്ട. നേരത്തെ എനിക്ക് കുറച്ച് ചോദ്യം ചോദിക്കണം, അതുകൊണ്ടാണ് ഞാനൊന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, ഇതുവരെ പഠിച്ച കാര്യത്തിൽ ഹല്ലേലൂയ, ദ പ്രൊഫറ്റിക് വർഷിപ്പ്, അങ്ങനത്തെ ഒരു വർഷിപ്പ് ലീഡേഴ്സിനെയാണ് ദൈവത്തിന് ആവശ്യം. അങ്ങനെ ലീഡ് ചെയ്യുന്ന വ്യക്തികളെയാണ് ദൈവത്തിന് ആവശ്യം. ആത്മാവിൽ അനുസരിച്ച് മൂവ് ചെയ്യുന്ന വ്യക്തികളെയാണ് ദൈവത്തിന് ആവശ്യം. നമുക്ക് ചോദിച്ചിട്ട് പ്രാർത്ഥിക്കാം. ഇനി ചോദിച്ച കുറെ സമയം, ഒരു 10 മിനിറ്റ് എനിക്ക് തരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ. ഇനി ഇതിന് ഈ പഠിച്ച കാര്യങ്ങൾ ചോദിക്കുക, നമ്മൾ ക്ലാരിഫൈ ചെയ്ത് നമുക്ക്. നിങ്ങളാണ് പ്രൊഫറ്റിക് വർഷിപ്പ് ലീഡിങ്ങിലോട്ട് മാറിയ സമയം വന്നിട്ടുണ്ടോ സഭയിൽ? അങ്ങനെ തോന്നിയിട്ടുണ്ടോ? പറഞ്ഞോളൂ അരവിന്ദ്. പ്രൊഫറ്റിക് ആയിട്ട് ലീഡ് ചെയ്തത് മാറ്റപ്പെട്ടിട്ടുണ്ടോ? അതിന് പ്രവാചകൻ ആവശ്യമുണ്ടോ? പ്രൊഫറ്റിക് വർഷിപ്പിന് പ്രവാചകൻ ആവശ്യമുണ്ടോ? ഒരു പ്രവാചകന്റെ ആവശ്യമില്ല, നിങ്ങൾ തന്നെയാണ് അത് ചെയ്യേണ്ടത്. അതിന് പ്രായ വ്യത്യാസം ഉണ്ടോ? ഒരു പ്രായ വ്യത്യാസമില്ല. ചോദിച്ചോളൂ. ഇവിടെ നോക്കി ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എവിടെയാ ഡിഫിക്കൽറ്റി എന്ന് പറഞ്ഞോളൂ, എവിടെയാ ബുദ്ധിമുട്ടുന്നത്. ഇനി അടുത്ത പ്രാവശ്യം വർഷിപ്പ് വരുമ്പോൾ അലസാറൊക്കെ നോക്കും, ഈ പരിശുദ്ധാത്മ മൂവ്മെന്റ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്ന്. സോ ഇപ്പൊ ഡിഫിക്കൽറ്റി ചോദിച്ചോളൂ. ഹല്ലേലൂയ. ഫാസ്റ്റ് പറഞ്ഞല്ലോ, ലീഡർ മാത്രമല്ല, ടീമും ഈ മൂവ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് റെക്കഗ്നൈസ് ചെയ്യണമെന്ന്. ഓക്കെ, അന്നേരം അങ്ങനെ ഇപ്പം നമ്മളെല്ലാവരും പല വീടുകളിലാണ് ഇപ്പം, പ്രത്യേകിച്ച് പിന്നെ അങ്ങനെ ഒരു അവസരം ഇല്ല, ടീംസ് എല്ലാം ഒരുമിച്ചൊന്ന് കൂടാനൊക്കെ വളരെ റെയർ അവസരങ്ങളേ ഉള്ളൂ. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും നമുക്ക് അതിനൊരു ആ ഒരു കാര്യം പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടീമായിട്ട്? പരിശുദ്ധാത്മാവിന്റെ മൂവ്മെന്റ് അത് തിരിച്ചറിയുന്നത് മെയിൻ ആയിട്ട് വർഷിപ്പ് ലീഡർ ടു ബി വെരി സെൻസിറ്റീവ്, വെരി സെൻസിറ്റീവ്. ഈ സമയത്ത് തിരിച്ചറിയേണ്ടത് സബ്മിഷൻ. The team, you have to be even though നിങ്ങൾക്ക് ദൈവം പരിശുദ്ധാത്മാവിന്റെ മൂവ്മെന്റ് തന്നാൽ പോലും വർഷിപ്പ് ലീഡറിനെ സബ്മിറ്റ് ചെയ്ത് മാത്രമേ നിങ്ങൾ മുമ്പിലോട്ട് പോകാവൂ. അണ്ടർ കൺട്രോൾ സബ്മിഷൻ, സബ്മിറ്റീവ് ടു വർഷിപ്പ് ലീഡർ ആൾവേസ്. അങ്ങനെ ഒരു മൂവ്മെന്റ് ദൈവം നിങ്ങൾക്ക് തന്നാൽ, എന്തെങ്കിലും ഡിക്ലെയർ ചെയ്യാൻ തന്നാൽ, പെട്ടെന്ന് ഡിക്ലെയർ ചെയ്തതിനേക്കാളും വർഷിപ്പ് ലീഡർ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പറയുക, സോ ഗോഡ് ഗീവ് മീ 1 വേഴ്സ്, ക്യാൻ ഐ ഷെയർ? പ്ലീസ് ആസ്ക് വർഷിപ്പ് ലീഡർ, ഹി വിൽ ഗിവ് യു ദ ടൈം. ഇനി മദർ ചോദിച്ചത് എപ്പോ നമുക്ക് ഈ സാഹചര്യങ്ങൾ എപ്പോ നമുക്ക് അത് മൂവ്മെന്റ് മനസ്സിലാക്കി എടുക്കാന്നാണ്, അല്ലെ? പരിശുദ്ധ അതല്ല പാസ്റ്റർ, നമ്മള് ഇപ്പൊ പലയിടത്ത് ഞങ്ങൾ പല ഭവനങ്ങളിലാണ് ഒരുമിച്ച് കൂടാനൊന്നും അവസരമില്ല. നമ്മൾ വർഷിപ്പ് നമ്മളെങ്ങനെ പേഴ്സണലായിട്ട് അതേസമയം ടീമായിട്ടും, ഈ പാസ്റ്റർ പറഞ്ഞില്ലേ ഡ്യൂറിങ് ദ വീക്ക് വി ഹാവ് ടു ബി സെൻസിറ്റീവ് ടു ദ ഹോളി സ്പിരിറ്റ്, അതിനു വേണ്ടിയുള്ള ഒരു കാര്യം പറയുവാണ്. പേഴ്സണലായിട്ട് ഒരു ഗ്രൂപ്പായിട്ട് ഒരു ഞാൻ വർഷിപ്പ് ലീഡ് ചെയ്യുന്ന ആള് വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു, ഓക്കെ, അദ്ദേഹത്തിന് ഒരു കണക്ഷൻ ഉണ്ട്. പക്ഷെ ടീമായിട്ട് അതെങ്ങനെ ബിൽഡ് ചെയ്യാൻ പറ്റുന്നത്? Okay, the worship team, you have to inform the worship team leader, this week you listen from God and let me know that what God speaking to you.
അവരിന്ന് എല്ലാവരും കേട്ടിട്ട് വർഷിപ്പ് ലീഡർ ഒരു കൺക്ലൂഷനിലേക്ക് വരിക, എന്നിട്ട് ഷെയർ ചെയ്യുക. സോൾവ്. യു അണ്ടർസ്റ്റാൻഡ്? ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. വിൽ ആസ്ക് ടീം, then we sense the Holy Spirit, then we will get the conclusion. അത് ആൻസർ ആയ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ബെറ്റർ വേ. Worship team, you have to be submission, you have to be sensitive, and you have to be skillful. Worship team നല്ല സബ്മിഷൻ ആയിരിക്കണം. ഭാര്യയാണ് വർഷിപ്പ് ലീഡ് ചെയ്യുമ്പോൾ, ഭർത്താവ് ഇൻസ്ട്രുമെന്റ്സ് വായിക്കുമ്പോൾ വീട്ടിൽ അധികാരമുണ്ട്, നമുക്ക് ദൈവ അധികാരം തന്നിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് നിങ്ങൾ ആ വർഷിപ്പ് ലീഡർ ഭാര്യയാണെങ്കിൽ പോലും യു ഹാവ് ടു ബി സബ്മിറ്റീവ്. ഹല്ലേലൂയ. ലേൺ ടു സബ്മിറ്റീവ്. ഹല്ലേലൂയ. ആ സമയത്ത് ഭാര്യ പറയരുത് ഞാൻ വർഷിപ്പ് ലീഡറാണ് മിണ്ടാതെ, അതല്ല. സോ ഡോണ്ട് ഡു ദാറ്റ്. അവിടെ നിന്നാലും തലയാണ്, ഭർത്താവ് തലയാണ്. ആ ടൈമിലുള്ള ലീഡർഷിപ്പാണ്, അതിനെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. ലീഡർഷിപ്പ്. അല്ലാതെ ഞാൻ സഭയിൽ വരുമ്പോ കുറച്ചു നേരം എന്റെ മുമ്പിൽ അങ്ങനെ നിൽക്കണം കേട്ടോ, അതല്ല ലീഡർഷിപ്പ്. ആമേൻ. ഹല്ലേലൂയ. സോ ഇവൻ നമ്മുടെ മോളായിരിക്കാം, എന്റെ കൊച്ചു മോളായിരിക്കാം വർഷിപ്പ് ലീഡ് ചെയ്യുന്നത്, ഞാൻ അവിടെ കീബോർഡ് പ്ലേ ചെയ്യുന്നതായിരിക്കാം. സബ്മിറ്റീവ് ടു മൈ ഡോട്ടർ. അവർക്ക് സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് എന്ന് പറഞ്ഞാൽ അയ്യോ ഞാൻ അതല്ലേ, ഹ്യൂമിലിറ്റി ഇസ് നോട്ട് ദാറ്റ്. ഓക്കെ, നോട്ട് ദാറ്റ് ഇസ് നോട്ട് ദ ഫാൾസ് ഹ്യൂമിലിറ്റി. ആ അധികാരത്തിന്, ദൈവത്തിന്റെ അധികാരത്തിന് നമ്മൾ കീഴ്പ്പെട്ട് നമ്മൾ നിൽക്കുകയാണ്. ദാറ്റ് ഇസ് എ ഹ്യൂമിലിറ്റി. ഹല്ലേലൂയ. ചോദിച്ചോളൂ. മറിൻ, എന്താ ചോദ്യം? അരവിന്ദ്, സവിത ജോർജ്, നിങ്ങളുടെ ഡിഫിക്കൽറ്റി ചോദിക്കുക, അപ്പോൾ വളരെ എളുപ്പമായി. പാസ്റ്റർ പറഞ്ഞായിരുന്നു ക്വാളിറ്റീസ് ഓഫ് എ വർഷിപ്പ് ലീഡറില് ഡിസേൺമെന്റ് ഓഫ് ഡിഫറെന്റ് സ്പിരിറ്റ്സ് ഉണ്ടെന്ന്. സോ അത് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ദൈവത്തോട് എങ്ങനെ ചോദിച്ചു വാങ്ങിക്കുന്നത്? ഓക്കെ ഓക്കെ. ഡിസൈൻമെന്റ് ഓഫ് സ്പിരിറ്റ് അല്ലേ? എങ്ങനെയാ സ്പിരിറ്റിന്റെ ഡിസൈൻമെന്റ് ചെയ്യുക അല്ലേ? ഇറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. ഇത് പെട്ടെന്ന് വന്ന സ്പിരിറ്റിനെ ഡിസൈൻമെന്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. യു ഫ്രം ടുഡേ യു ആസ്ക് ഹോളി സ്പിരിറ്റ്, ഗീവ് മീ ദ എബിലിറ്റി ടു ഡിസൈൻ the gift of that's a gift. Discernment, the one of the gift. You ask Holy Spirit, God will give you that gift to be sensitive in every. അത് വർഷിപ്പ് ലീഡ് ചെയ്യുമ്പോൾ മാത്രമല്ല, എല്ലാ സാഹചര്യത്തിലും ആ സ്പിരിറ്റ് അത് നമുക്ക് ഗിഫ്റ്റ് ആയിട്ടോ. ആ ഗിഫ്റ്റ് ഇമ്പോർട്ടന്റ് എന്നാണ് ഞാൻ പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കണം. വർഷിപ്പ് ടീമും വർഷിപ്പ് ലീഡറും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അല്ലെങ്കിൽ എഫക്റ്റീവ് ആയിട്ട് വർഷിപ്പ് ലീഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ്. ഞാനൊരു കാര്യം പറഞ്ഞിട്ട്, അവൾ കൊച്ചുമോളാണ്, അവൾക്കൊന്ന് പറഞ്ഞു കൊടുക്കുന്നു. മോളെ, 1 കൊരിന്ത്യൻസ് 12 ഡിഫറെന്റ് ഗിഫ്റ്റ്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് പറയുന്നുണ്ട്. അതിനകത്ത് ഡിസേൺമെന്റ് എന്ന് പറയുന്ന ഒരു ഗിഫ്റ്റാണ്. സോ നമ്മൾ വർഷിപ്പ് ലീഡേഴ്സ് എന്ത് ചെയ്യണം? നമ്മൾ പ്രാർത്ഥിക്കുക, കർത്താവെ ആ ഒരു ഗിഫ്റ്റിന് വേണ്ടി എന്നെ സഹായിക്കണേ. അത് വർഷിപ്പ് ലീഡറിന് മാത്രമല്ല, നമ്മൾ ഏതൊരു ജീവിത സാഹചര്യത്തിലും മനുഷ്യരെ മനസ്സിലാക്കുക എന്നുള്ളത് പരിശുദ്ധാത്മാവിൽ വിവേചിച്ചറിയുക. വിവേചനം എന്നാ മലയാളത്തിൽ പറയുന്നത്, വിവേചിച്ചറിയുക എന്നുള്ളത്. ഇവിടെ ഇരിക്കുന്ന ഇന്ന് എല്ലാം ഇരിക്കുന്ന നാം എല്ലാം ദൈവം വർഷിപ്പ് ലീഡ് ചെയ്യിപ്പിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ക്ലാസ്സിൽ എത്തത്തില്ല. നാം എല്ലാം ഡെവലപ്പാകേണ്ടത് ആവശ്യമാണ്. ഓരോ ലീഡേഴ്സിനെ നാം എഴുന്നേൽപ്പിക്കേണ്ടത് ആവശ്യമാണ്. ഇപ്പൊ ഇരുന്ന കുഞ്ഞു പിള്ളേർ പോലും ഇനി വലിയ ആരാധനകൾ ലീഡ് ചെയ്യേണ്ടതാണ്. ആമേൻ. അതിനായിട്ട് ദൈവം അതിനായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുക. നിങ്ങൾ ഡിഫിക്കൽറ്റീസ് പറയും. ആമേൻ. ഡിഫിക്കൽറ്റി ഇല്ല. വെരി ഗുഡ്. ഹല്ലേലൂയ. ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ. വർഷിപ്പ് ലീഡർ ഒന്ന് കൈ ഉയർത്തിക്കുക. ആരാ വർഷിപ്പ് ലീഡർ ഒന്ന് കൈ ഉയർത്തിക്കുക? വർഷിപ്പ് ലീഡ് ചെയ്യുന്ന ഒരു കൈ ഉയർത്തി. ആമേൻ. സിസ്റ്റർ പ്രജി സിസ്റ്റർ. ഓക്കെ, ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ. പ്രത്യേകിച്ച് ചില ഭാഗങ്ങളിൽ ദൈവം ഉപയോഗിക്കുന്നവർ അവർ പ്രാർത്ഥിച്ചാൽ അതൊരു ഇമ്പാർട്ടേഷനാണ്. അത് അവരുടെ ജീവിതത്തിലേക്ക് അത് മാറ്റപ്പെടാനിടയുണ്ട്. ജീസസിനൊക്കെ ഞാൻ വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് കണ്ണടച്ച് ഞാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഈ സമയം that grace that you has given to me, കർത്താവേ, ഞാൻ ആരാധന ലീഡ് ചെയ്യാൻ തുടങ്ങിയ ആ സമയം മുതൽ
ഒരു പ്രാക്ടിക്കലായി പഠിച്ചു വന്നതല്ല കർത്താവെ, അത് ദൈവം തന്നെ എന്നെ അങ്ങനെ ആക്കിയെടുക്കും. ആ ഒരു ഗ്രേസ് കർത്താവെ ഈ സിസ്റ്ററിന്മേൽ അത് ഇറങ്ങി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത സമയം ആരാധനയ്ക്ക് നിൽക്കുമ്പോൾ ഈ കാര്യങ്ങൾ പഠിച്ച് എടുക്കുമ്പോൾ തന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഉള്ളിൻ്റെ അകത്ത് ആത്മാവിൽ നിറഞ്ഞു അങ്ങനെ തന്നെ വർഷിപ്പിക്കും. അങ്ങയുടെ സാന്നിധ്യം അവിടെ നിൽക്കുന്ന ജനങ്ങൾ നെഞ്ച് തകർന്നു പോകുന്ന നിലവാരത്തിൽ ആ ദൈവ സാന്നിധ്യത്തെ ഇറക്കി കൊണ്ടുവന്ന് ഡ്രൈ ആയ സ്ഥലത്ത് ആ നീരുറവെ കൊണ്ടുവന്ന് കർത്താവെ, ആ ഡ്രൈ ആയ വ്യക്തികൾ വരുമ്പോൾ, മരിക്കണമെന്ന് ചിന്തിക്കുന്നവർ വരുമ്പോൾ, നിരാശയോടെ ദൈവമുണ്ടോ എന്ന ചിന്തയിൽ തരുന്ന വ്യക്തികൾ അതിൻ്റെ അകത്ത് കയറുമ്പോൾ അവരുടെ അകം നിറഞ്ഞു കുഞ്ഞാടുകളെ പോലെ അവരുടെ ജീവിതത്തെ തുള്ളിച്ചാടുന്ന ആ പ്രസൻസിനെ അട്രാക്ട് ചെയ്യുന്ന അനോയിന്റിങ് അവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരട്ടെ. ലെറ്റ് ദ അനോയിന്റിങ് ബി കം their life. When they open their mouth, that anointing flows. അത് തുറക്കുമ്പോൾ തന്നെ അഭിഷേകം നിൽക്കട്ടെ. അപ്പോൾ ലൈഫ് 24 hours, ഈവൻ ട്രാവലിംഗ്, കുക്ക് ചെയ്യുമ്പോൾ, ജോലി ചെയ്യുമ്പോൾ എപ്പോഴും ആരാധന. കർത്താവെ, പഠിച്ച് പാട്ടുകൾ നോക്കി പാടുന്നതല്ല. സ്വർഗത്തിന്റെ ശബ്ദം കേട്ട് സ്വർഗം ദൂതന്മാർ ഏത് പാട്ട് പാടുന്നു അത് റെക്കഗ്നൈസ് ചെയ്ത് പാടാനുള്ള അഭിഷേകം, ആ ട്യൂണ് കേൾക്കാനുള്ള അഭിഷേകം സ്വർഗം അവിടെ ഇമ്പാർട്ട് ചെയ്യുന്നതിനാണ്. I impart them, Lord God, with the spirit of worship that move it. I pray for the team. Let them be a submissive and sensitive and skillful people. ഭയങ്കര സ്കില്ലുകൾ അവിടെ ജീവിതത്തിൽ, പുതിയ ടോണുകൾ, പുതിയ ട്യൂണുകൾ, പുതിയ പാട്ടുകൾ. വചനം പറഞ്ഞു, യഹോവയ്ക്ക് പുതിയ പാട്ടുകൾ പാടുന്നു. ഓരോ ആരാധനയിലും കർത്താവെ ഒരു 4 വരിയെങ്കിലും പുതിയ പാട്ട് ടീമിന് ലഭിക്കണമേ. ആ പാട്ടുകൾ ഇവർ അടുത്ത ആഴ്ച പാടി ദൈവത്തെ ആരാധിക്കട്ടെ. ആ സ്വർഗത്തിലെ ശബ്ദം ടീം ഒരേപോലെ കേൾക്കട്ടെ. കർത്താവെ, ഇന്ന് പകൽ അങ്ങനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആരാധന ഒരു പ്രൊഫറ്റിക്കിലേക്ക് മാറ്റപ്പെടട്ടെ. സ്പിരിറ്റിനെ ഡിസൈൻ ചെയ്യട്ടെ. ഡിസൈൻമെന്റ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ആത്മാവിനെ തിരിച്ചറിയട്ടെ. ആരാധനയുടെ മണ്ഡലം ആ സഭയ്ക്കകത്ത് വെളിപ്പെടട്ടെ. ഇന്ന് പകൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ. ആമേൻ. ഹല്ലേലൂയ. ഗോഡ് ബ്ലസ് യു. നിങ്ങളുടെ ആരാധനകൾ വളരെ ദൈവ സാന്നിധ്യമുള്ളതാണ്. ഇനിയും വളരെയധികം ഇംപ്രൂവ്മെന്റ് ആകട്ടെ. ഇന്ന് കേട്ട നിങ്ങൾ എല്ലാവരും ആരാധന വർഷം ലീഡേഴ്സ് ആകട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ. Thank you. വെൽക്കം. Thank you, Doctor. Pastor Shibu, thank you so much for the informative, വളരെ അനുഗ്രഹമായിരുന്നു. Thank you. Thank you for praying for us. ഒക്കെയാണെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു റിഫ്രഷ്മെന്റ് കോഴ്സ് പോലെ 6 മാസത്തിലൊരിക്കൽ ഇല്ലേ, എന്താ പറയുക, തീർച്ചയായിട്ടും ഒരു 6 മാസത്തിലൊരിക്കൽ ഇതിന്റെ ബാക്കിയായിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരാനുണ്ടെങ്കിൽ തന്നെ നല്ലതായിരിക്കും. തീർച്ചയായിട്ടും. ഹല്ലേലൂയ. പാസ്റ്റർ ഷിബു, താങ്ക് യു സോ മച്ച്. ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാനും മോളും ഞങ്ങൾ ഹസ്ബൻഡും ഒക്കെ വർഷിപ്പിലേക്ക് വന്നത് പാസ്റ്റർ അലക്സി പാസ്റ്ററും ആനി ആന്റിയുടെ ഒക്കെ സ്നേഹപൂർവ്വത്തോടെയുള്ള പറച്ചില്. അപ്പൊ ഞങ്ങൾ ഈ ചർച്ചിൽ വരുമ്പോൾ വർഷിപ്പ് ലീഡ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ ചർച്ചിലുണ്ടായിരുന്ന പാസ്റ്റേഴ്സ് ആയിരുന്നു, യങ് പാസ്റ്റേഴ്സ്. പാടാൻ ചെറിയൊരു ടീം കൂടെ ഉണ്ടായിരുന്നെങ്കിലും ആനി ആന്റി ഒക്കെ തന്നെയായിരുന്നു ലീഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ കുറെ നാളുകൾക്ക് ശേഷം ആനി ആന്റി ഇങ്ങനെ വർഷിപ്പ് ലീഡ് ചെയ്യണം, അതിന് പറ്റും എന്നൊക്കെ പാസ്റ്ററും ആനി ആന്റി ഞങ്ങൾ ഇങ്ങനെ എൻകറേജ് ചെയ്തുകൊണ്ടിരുന്നപ്പോ എന്റെ ഉള്ളിലുണ്ടായിരുന്ന ആദ്യത്തെ ഫീലിംഗ് എന്ന് പറഞ്ഞാൽ, നമുക്ക് എങ്ങനെ വർഷിപ്പ് ലീഡ് ചെയ്യാൻ പറ്റും? നമ്മള് പാസ്റ്റേഴ്സ് അവര് ദൈവസാന്നിധ്യമുള്ള വിശുദ്ധിയുള്ള നിൽക്കുന്നു, നമ്മൾ അവിശുദ്ധിയോടെ അല്ല, അങ്ങനെ പുറകോട്ട് വലിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പാസ്റ്ററിനും ആനി ആന്റിക്കും ആത്മാക്കളെ വിവേചിച്ചറിയാൻ അത് സാധിച്ചു. ആൾക്കാർ മുമ്പോട്ട് അവരിപ്പോഴും ഒരുപാട് പേരെ വളർത്തിക്കൊണ്ടുവരുന്നു. പക്ഷെ അങ്ങനെ തുടക്കക്കാരിൽ അറച്ചു നിൽക്കുന്നവരെ നമ്മൾക്കൊന്ന് എൻകറേജ് ചെയ്യാനായിട്ട് ഞങ്ങളുടെ നിലയിൽ എന്ത് ചെയ്യാൻ പറ്റും? എന്താ അതിന് ചെയ്യേണ്ടത്? താങ്ക് യു പാസ്റ്റർ ആന്റി, പാസ്റ്റർ ഈ സമയത്ത്. അമ്മ എന്നോട് ചോദിച്ചതാണോ എന്ത് ചെയ്യണമെന്ന്? ഞങ്ങൾക്ക് അങ്ങനെ ഒരു കൂടെയുള്ളവരെ എൻകറേജ് ചെയ്യാനോ, ഇങ്ങനെ പുറകോട്ട് നിൽക്കുന്നവരെ നമുക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്തൊന്ന് എൻകറേജ് ചെയ്യാം?
Okay. Yes. Be a good worshipper. Be a model to a worshipper. സ്വന്തമായിട്ട് ആരാധനക്കാരാകുക, സ്വന്തമായ ആരാധനയിൽ ജീവിക്കുക, എന്നിട്ട് നിങ്ങൾ അനുഭവിക്കുന്ന ആ ദൈവ സാന്നിധ്യത്തിലേക്ക് മറ്റുള്ളവരെ ക്ഷണിക്കുക. സോ വർഷിപ്പ് ലീഡ് ചെയ്യാൻ ഒന്നിൽ അറച്ചു നിൽക്കേണ്ട ആവശ്യമല്ല. പാസ്റ്റ് അനുവദിച്ചുവെങ്കിൽ ഗോഡ് ഹാസ് ഗിവൻ യു അതോറിറ്റി. ദൈവമാണ് നിങ്ങളെ പൊസിഷൻ തന്നത്. ദൈവം തരുന്ന പൊസിഷനെ വേണ്ട എന്ന് പറയുന്നതിനേക്കാളും ആ പൊസിഷനെ വിശ്വസ്തയോടെ നിങ്ങൾ കയ്യിലെടുത്ത് വിശ്വസ്തയോടെ അത് ചെയ്യുക. പറയുന്ന അല്പത്തിൽ വിശ്വസ്തനായിരുന്നാൽ നിന്നെ അധികത്തിൽ കാര്യസ്ഥനാക്കും. നമുക്ക് തന്നിങ്ങനെ ചെറിയ കാര്യം 1 മണിക്കൂർ ചിലപ്പോൾ ഒരു പാട്ടായിരിക്കാം, അത് വിശ്വസ്തയോടെ ചെയ്താൽ അധികരത്തിൽ കാര്യം. ഇന്ന് നമ്മുടെ ഈ സഭയിൽ നിന്ന് ആരാധിക്കുന്നു, ഒരു പക്ഷേ ഇനി വലിയ ജനസമൂഹങ്ങളുടെ മധ്യയായിരിക്കാം പരിശുദ്ധാത്മാവ് കൊണ്ടുപോകാൻ പോകുന്നത്. വിശ്വസ്തയോടെ ചെയ്യും. ആമേൻ. എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ സഭയിൽ ഒത്തിരി പേരുണ്ട്, ഇനി ചിലപ്പോൾ ലക്ഷങ്ങളെ സഭയിലേക്ക് കൊണ്ടുവരാൻ പോവാ. അപ്പോഴും ആരാധന ലീഡ് ചെയ്യേണ്ടതാണ്. ഹല്ലേലൂയ. വേറെ ആർക്കെങ്കിലും സംശയങ്ങളോ ചോദ്യങ്ങളോ എന്തെങ്കിലും പാസ്റ്ററിനോട് ചോദിക്കാനുണ്ടെങ്കിൽ? യെസ്, അരവിന്ദ് പറഞ്ഞോ. അരവിന്ദ് നമ്മുടെ റമറ. പറഞ്ഞോളൂ. വെരി ഇമ്പോർട്ടന്റ് പേഴ്സൺ. താങ്ക് യു. ഞാൻ ചോദിക്കുന്ന പാസ്റ്റർ, നമുക്ക് ഈ ആരാധനയിൽ ടൈമിംഗ് എന്നുള്ളത് ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണല്ലോ, സമയം എന്നുള്ളത്. അപ്പൊ നമ്മളൊരു ഇപ്പം ഇൻ കേസ് നമ്മൾ ചിലപ്പോൾ ആലോചിച്ച് സമയങ്ങളിൽ നമ്മൾ പരിശുദ്ധാത്മാവിൽ ചിലപ്പം കുറേയേറെ സമയം നമ്മൾ ഈ ടൈമിങ്ങിനെ നോക്കാണ്ട് ചിലപ്പം ആലോചിച്ച് പോകേണ്ട സമയം വരുമായിരിക്കുമല്ലോ. അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ നമ്മളത് അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകുന്നത് എന്തെങ്കിലും തെറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ അല്ല ചിലപ്പം പെട്ടെന്ന് സഡനായിട്ട് നമ്മൾ ബ്രേക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നത് നമുക്കും അതുപോലെ ആരാധിക്കുന്നവർക്കും എല്ലാം അതൊരു ബാധിക്കത്തില്ല. അത് എനിക്ക് തോന്നുന്നില്ല അലക്സിസ് സാറിന് അത് പ്രശ്നമുണ്ടെന്ന് തോന്നുന്നില്ല. പരിശുദ്ധന്മാർ ലീഡ് ചെയ്യുമ്പോൾ അലക്സിസ് സാറിന് ഒരു കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, വെൻ വി ആർ നമുക്കൊരു അങ്ങനെ ഒരു ഡയറക്ഷൻ തോന്നുവാണെങ്കിൽ നമ്മൾ വി സബ്മിറ്റ് ടു ദ ഹോളി സ്പിരിറ്റ്. ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ വർഷിപ്പ് ലീഡറിന്റെ ആറ്റിറ്റ്യൂഡ്. മനസ്സിലായോ? സോ നമ്മൾ ഇതിനെ മനസ്സിലാകുക ഇപ്പൊ, കാരണം ഇത് ഭയങ്കര ഒരു ലൂസിഫറിന്റെ ആറ്റിറ്റ്യൂഡായിരുന്നു പ്രശ്നം. ലൂസിഫറിനെ താഴെ ഇടാനുള്ള പ്രശ്നം ലൂസിഫറിന്റെ ആറ്റിറ്റ്യൂഡായിരുന്നു. ഐ വിൽ ബി, ഞാൻ ദൈവത്തെക്കാൾ വലിയവനാകും എന്നുള്ള അവന്റെ ആ മനോഭാവമാണ് അവനെ താഴെ ഇട്ടത്. സോ നമ്മൾ അങ്ങനെ എക്സ്റ്റൻഷൻ പോയാലും നമ്മുടെ ആ ചർച്ചിന്റെ ആ ഒരു അതോറിറ്റി ഉണ്ടല്ലോ, ഹോളി സ്പിരിറ്റിനോട് സബ്മിഷൻ ആകുമ്പോൾ തന്നെ ചർച്ചിന്റെ അതോറിറ്റിയോട് നമ്മൾ വർഷിപ്പ് ലീഡർ, മ്യൂസിഷ്യൻസ് ഇവരെല്ലാവരും ഒരു സബ്മിഷന് ചെയ്യുവാണെങ്കിൽ, കാരണം നമുക്ക് മുമ്പോട്ട് നമ്മൾ ഇതേ ശുശ്രൂഷ ചെയ്യാനായിട്ട് നല്ലതായിരിക്കും. അതിപ്പം പാസ്റ്റർ പറയുകയാണെന്നിരിക്കട്ടെ, ഇപ്പം നമ്മുടെ ചർച്ചിൽ ഒരു 30 minutes ആണ് പറഞ്ഞത്. ബട്ട് ഇറ്റ്സ് ഓക്കെ, ഒരു 35-40 minutes ഒക്കെ നമ്മൾ പോകും ചില സമയം. എന്നാൽ അതങ്ങ് 10 o'clock വരെ പോകുമ്പോഴാണ് നമുക്ക് അതിന്റെ ആ ഒരു ഡിഫിക്കൽട്ടി വരുന്നത്. കാരണം ആൾക്കാർക്കൊക്കെ 10:30 പോകണം, നമുക്ക് മെസ്സേജ് ഉണ്ട്. മനസ്സിലായോ മോനെ? ഞാൻ അതിനെക്കുറിച്ച് ഒരു വാക്ക് പറഞ്ഞോട്ടെ. ഈ ചില കാര്യങ്ങൾക്ക് നമുക്കൊരു ഗൈഡ് ലൈൻസ് ഉണ്ട്. നമ്മൾ ഒക്കുന്നിടത്തോളം ആ ഗൈഡ് ലൈൻസ് കീപ്പ് ചെയ്യുന്നതാണ് നല്ലത്. ആ ഗൈഡ് ലൈനിൽ നമ്മൾ ഡീവിയേറ്റ് ഒരിക്കലും ചെയ്യരുതെന്നല്ല. ആ ഗൈഡ് ലൈൻസ് ഡീവിയേറ്റ് ചെയ്യുന്നത് നമ്മൾ അതിന് സ്പെസിഫിക് ആയിട്ടൊരു റീസൺ വേണം. ഓക്കെ, ഷിബു പറഞ്ഞു യഥാർത്ഥമായിട്ട് പരിശുദ്ധാത്മാവിന്റെ ഒരു മൂവ് ഉള്ളപ്പോൾ, ഒരു സ്പെഷ്യലായിട്ടൊരു അനോയിന്റിങ് ഉള്ള സമയത്തുണ്ടല്ലോ, നമ്മൾ ആ ടൈം കടന്നു പോകും. അത് നാച്ചുറൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എല്ലാ ആഴ്ചയിലും പരിശുദ്ധാത്മാവ് മൂവ് ചെയ്ത് കടന്നു പോകാന്ന് പറയുമ്പോഴത്തേന് ദാറ്റ് ബിക്കംസ് വേറൊരു പാറ്റേൺ ആയി തീരുക. മനസ്സിലായി? പണ്ടൊരു പ്രാവശ്യം എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു, ഈ നമ്മുടെ ഉപവാസ പ്രാർത്ഥനയിലൊക്കെ ഓരോരുത്തർ കൈയടിച്ച് എല്ലാ പാട്ട് കഴിയുമ്പോൾ തന്നെ അങ്ങ് ഒരു കൈയടി കൊണ്ടായിരിക്കും, അങ്ങ് നിർത്തത്തില്ല. അപ്പം കൈയടിക്കെതിരെ എതിർപ്പില്ല എനിക്ക്, എന്നാലും എല്ലാ പാട്ടിന്റെ അവസാനം ഒരു കൈയടി കൊണ്ടങ്ങ് നമ്മളെ കൺട്രോൾ ചെയ്യുന്ന രീതിയിലാവുമ്പോഴത്തേക്കുണ്ടല്ലോ അതൊരു പാറ്റേൺ ആയിത്തീരുക. മനസ്സിലായോ? ഇറ്റ്സ് നോട്ട് റോങ്, അത് തെറ്റല്ല, ബട്ട് അത് എപ്പോഴും ഒരു പാറ്റേൺ ആകുന്നവർക്ക്. മനസ്സിലായോ? അതുപോലെ തന്നെ ഇപ്പൊ നമ്മളിപ്പം ആ ഒരു പാട്ടിന്റെ അവസാനം വരുമ്പോഴല്ലോ ആ പാട്ട് എങ്ങനെ അവസാനിപ്പിക്കണം, ചിലപ്പോൾ നമ്മൾ അതിന്റെ ആ അവസാനത്തെ വരി 1, 2, 3 പ്രാവശ്യം ഒന്ന് റിപ്പീറ്റ് ചെയ്യും അല്ലേ? എല്ലാ പാട്ടിനും അത് ചെയ്താലോ? മനസ്സിലായോ? അതൊരു മ്യൂസിക്കലി അത് തെറ്റാ,
അത് മാത്രമല്ല അത് എല്ലാ പാട്ടിനും അത് ചെയ്യുമ്പോഴത്തേക്ക് അതൊരു അഭംഗിയായിത്തീരും. മനസ്സിലായോ? സോ എല്ലാത്തിനും നമുക്ക് ഒരു ക്രമമുണ്ട്. ആ ക്രമം മാറിപ്പോകുന്നത് ഒരിക്കലും തെറ്റല്ല. ബട്ട് അതിനൊരു എന്തുവാ, ദാറ്റ് ഷുഡ് ബി ദി എക്സെപ്ഷൻ റാദർ ദാൻ ദ റൂൾ. അതെനിക്ക് മലയാളത്തിൽ പറയേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. അത് അപൂർവമായിട്ടുള്ള ഒരു കാര്യമായിരിക്കണം. മനസ്സിലായി? അത് എപ്പോഴും അല്ല, അപൂർവമായിട്ട്. അപ്പോഴും പരിശുദ്ധാത്മാവിന്റെ ഒരു മൂവ് ഉണ്ടോ? തീർച്ചയായിട്ടും വി വാണ്ട് ടു ഫോളോ ദ ഹോളി സ്പിരിറ്റ്. യാ, ദാറ്റ്സ് ഗുഡ്. നല്ല ചോദ്യമാണ്. നല്ല ചോദ്യമാണ്. പ്രത്യേകിച്ച് എന്റെ അനുഭവത്തിൽ പറയാം, ഞാൻ വർഷിപ്പ് ലീഡ് ചെയ്യുമ്പോൾ വർഷിപ്പ് വീണ്ടും സമയം തന്നതിനേക്കാൾ മൂവ് ചെയ്യണമെന്ന് എന്റെ മനസ്സിൽ തോന്നിയാൽ അത് ഞാൻ എപ്പോഴും കണ്ടിട്ടുണ്ട്. അത് സഭയിലെ ലീഡറിന് ആ സെൻസ് ഉണ്ടായിരിക്കും. പരിശുദ്ധാത്മാവ് കറക്റ്റ് ആ പാസ്റ്ററോട് പറഞ്ഞിരിക്കും. ഈവൻ ഞാൻ അവിടെ നിർത്താൻ ശ്രമിച്ചാലും ആ പാസ്റ്റർ മൈക്കെടുത്തെന്ന് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് വർഷിപ്പ് അല്പം കൂടെ കണ്ടിന്യൂ ചെയ്യാമെന്ന്. സി ദാറ്റ് കണ്ടോ, എപ്പോഴും അതോറിറ്റി അങ്ങനെ മൂവ് ചെയ്യത്തുള്ളൂ. അത് വർഷിപ്പ് ലീഡറിന് മാത്രമല്ല സെൻസ് ആകുന്നത്, ആ ലീഡറിനും ആ സഭയിലെ ആ ലീഡറിനും ആ സെൻസ് ഉണ്ടായിരുന്നു. ഗോസ് ലൈക്ക് ദാറ്റ്. പക്ഷെ സഭയിൽ പാസ്റ്ററിന് സെൻസ് ഇല്ലെങ്കിൽ സ്റ്റോപ്പ് ഇറ്റ് ദേർ. അരവിന്ദ് ചോദിച്ചോ വേറെ എന്തെങ്കിലും അതിനെ കുറിച്ച്? ഇല്ല, ക്ലിയർ ആണോ? അതെ ക്ലിയർ ആണ്. താങ്ക് യു. നമുക്ക് ഇടയ്ക്ക് ഒരു 6 മാസം കൂടുമ്പോ ഇങ്ങനെ ഒന്ന് ഒരു റിഫ്രഷ്മെന്റ് കോഴ്സ് റിഫ്രഷർ കോഴ്സ് പോലെ ചെയ്താലോ പാസ്റ്റർ? അത് വിളിച്ച് എന്ത് പറയുന്നു എല്ലാരും? ഓക്കെ, താങ്ക് യു. നമുക്ക് അങ്ങനെ ചെയ്യാം. പാസ്റ്റർ ഇതൊരു കോഴ്സായിട്ട് അത് ഡെവലപ്പ് ചെയ്യണം കേട്ടോ, കോഴ്സ് ഒബ്ജക്റ്റീവ് ഒക്കെ വെച്ച്. അങ്ങനെ ഒരു കോഴ്സ് ഉണ്ട് വൈവാമില് ആരാധനയെ കുറിച്ച്. അതേപോലെ ഒരു കോഴ്സ് ഒക്കെ ചെയ്താൽ നല്ലതായിരിക്കും. ഓക്കെ, നമ്മളിപ്പോഴ് പ്രാർത്ഥിച്ച് നമ്മുടെ ഈ ഒരു വർഷിപ്പ് സെഷന്റെ ടൈം ക്ലോസ് ചെയ്യാൻ പോവാണ്. ലെറ്റ്സ് സീ, അരവിന്ദ് പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ ഈ സെഷൻ ഒന്ന് ക്ലോസ് ചെയ്യാമോ? നമ്മുടെ ഈ 3 ആഴ്ചത്തെ ക്ലാസ്സിന് വേണ്ടി ദൈവത്തോട് നന്ദി പറയുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ വർഷിപ്പ് ടീമിലുള്ള എല്ലാവർക്കും വേണ്ടി ഒരു വാക്കൊന്ന് പ്രാർത്ഥിക്കുക. പിന്നെ പാസ്റ്റർ ഷിബുവിനെ അനുഗ്രഹിച്ചൊരു വാക്കൊന്ന് പ്രാർത്ഥിക്കുക. താങ്ക് യു. പ്രിയർത്താവേശേ, ഒരിക്കൽ കൂടി ഞങ്ങളുടെ സന്നദ്ധിയിലേക്ക് വരാൻ പറ്റിയ നല്ല സമയം ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ദാനമായിട്ട് തന്നല്ലോ കർത്താവേ. നന്ദി കർത്താവേശേ. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി വരുവാനും ഈ ഒരു ഓൺലൈനിൽ കൂടി അങ്ങയുടെ വർഷിപ്പിനെ കുറിച്ച് ഉള്ള ക്ലാസ്സുകൾ കേൾക്കാനും അത് ഞങ്ങളുടെ ജീവിതത്തിൽ അത് മുന്നോട്ടുള്ളതാതെ ഞങ്ങളുടെ ജീവിതത്തിൽ അത് പ്രാവർത്തിയിൽ ഞങ്ങൾ ഇന്ന് കേട്ട അങ്ങനെ ഈ ക്ലാസ് ഓർത്ത് നന്ദി പറഞ്ഞ കർത്താവേശുവേ. അതെല്ലാം യേശു ഞങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ടുള്ള ജീവിതത്തിൽ യേശുവെ സഹായമാകും ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ. കേട്ടതുപോലെ തന്നെ യേശുവെ, ഞങ്ങളുടെ ഓരോ ഈ കേട്ടതെല്ലാം വൃതമായി പോകാണ്ട് യേശുവെ ഞങ്ങളുടെ ജീവിതത്തിൽ അതെന്നും ഉണ്ടാവാൻ നിലനിൽപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുക കർത്താവേ. അതിനായിട്ട് ഞങ്ങൾ എല്ലാവരെയും പൂർണ്ണമായിട്ട് ഞങ്ങളുടെ കാര്യങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക പാസ്റ്റർ ഷിബു പാസ്റ്റർ ഓർത്ത് പ്രാർത്ഥിക്കുക കർത്താവേ. ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും മനോഹരമായിട്ട് യേശുവെ ക്ലാസ്സുകൾ എടുത്തു തന്നല്ലോ, നന്ദി പറഞ്ഞ കർത്താവേ യേശുവെ. തുറന്നും യേശു ഇതുപോലുള്ള അനേക പേർക്ക് അങ്ങക്ക് വേണ്ടി ഒരുപാട് നല്ല നല്ല ക്ലാസ്സുകൾ കൊടുക്കുവാനും അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുക കർത്താവേ. അതിനായിട്ടുള്ള കൂടുതൽ കൃപകളാൽ അങ്ങ് പാസ്റ്ററിനെ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുക കർത്താവേ. അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുക കർത്താവേ. മുന്നോട്ടുള്ള ജീവിതത്തിൽ യേശു സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ യേശുവിന്റെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. പാസ്റ്റർ ധൃതിയുണ്ടോ പോകാൻ? ഇല്ല. പാസ്റ്റർ അനുഭവം എല്ലാവരോടും ഒന്ന് പറയാമോ? ഞങ്ങൾ കേട്ടാണല്ലോ, എല്ലാവരും ഇത് കേട്ടിട്ടില്ല. പാസ്റ്റർ അനുഭവം പറയാമോ? പാസ്റ്റർ അല്ലല്ല, പാസ്റ്റർ ഇവിടെ ചർച്ച വന്നപ്പം പറഞ്ഞ അനുഭവം ഉണ്ടല്ലോ, ചെറുപ്പത്തിലെ കാര്യങ്ങളും സൗഖ്യം തന്ന കാര്യങ്ങളും അപ്പൊ യൂത്ത് വിത്ത് മിഷനിൽ പോയ കാര്യങ്ങളൊക്കെ. 10 മിനിറ്റ്. 10 മിനിറ്റ് കൊണ്ട് പറയാം. എല്ലാരും ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ഞാന് ആക്ച്വലി യേശുവിനെ അങ്ങനെ ഇഷ്ടപ്പെട്ട വ്യക്തിയൊന്നും അല്ല, അല്ലെങ്കിൽ യേശുവിന്റെ കൂടെ നടക്കാൻ ആഗ്രഹിച്ച വ്യക്തിയൊന്നും അല്ല. എന്റെ അപ്പൻ എന്നൊക്കെ പറഞ്ഞ ക്ഷേത്രത്തിൽ പാട്ട് പാടുന്ന ആളാണ്. അതായത് കൃഷ്ണനോ വരോ ദരേ ഹരേ സനേ അന്തക്കരകേ ഇങ്ങനെയൊക്കെ പാടുന്ന ആളാണ്. പുള്ളി മിലിറ്ററിയിലാണ് ആയിരുന്നു. പിന്നെ മിലിറ്ററിയിൽ നിന്ന് പുള്ളി പോലീസിലായി. എന്റെ ലീവ് സമയത്തെല്ലാം ക്ഷേത്രങ്ങളിലെ പാട്ടുകാരനാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്തായിരുന്നു പപ്പയും അമ്മയും കൂടെ ചെറിയ വിഷയമായി, അവർ ഡൈവേഴ്സായി.
പിന്നെയുള്ള ജീവിതം വളരെ ബുദ്ധിമുട്ടായിരുന്നു. അദ്ദേഹം വേറെ വിവാഹം കഴിച്ചു, വേറെ 2 മക്കളായി. ആ കുഞ്ഞുങ്ങൾക്ക് ഞങ്ങളുടെ പേരായിട്ടത്. അത് സ്നേഹം കൊണ്ടല്ല ഇട്ടത്. ജോലിയുടെ പകുതി ശമ്പളം ഞങ്ങൾക്ക് വരാതിരിക്കാനായിട്ട് ഈ കുഞ്ഞുങ്ങളാണെന്ന് കാണിക്കാൻ, അത് ഞങ്ങൾ മക്കളല്ല എന്ന് കാണിക്കാൻ, യഥാർത്ഥ കുഞ്ഞുങ്ങൾ അതാണെന്ന് കാണിക്കാൻ പേരിട്ടതാണ്. അപ്പോൾ ഞങ്ങളെ മക്കളെന്ന് പോലും പരിഗണിക്കാതെ ആണ് വളർത്തിയത്. നമ്മൾ ജീവിച്ചത് വളരെ കഷ്ടപ്പെട്ടു. അതുകൊണ്ട് അമ്മ വളരെ കഷ്ടപ്പെട്ടു. അമ്മയുടെ ജോലി നഷ്ടപ്പെട്ടു. വളരെ ബുദ്ധിമുട്ടി. സത്യം പറഞ്ഞാൽ ആഹാരമില്ല, ഭക്ഷണമില്ല. അങ്ങനെ ജീവിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ആരാധനയിൽ ഒരു ദേവദാസനിലൂടെ, മിഷനിലൂടെ ദൈവത്തെ അമ്മ അറിഞ്ഞു. അമ്മയിലൂടെ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. പള്ളി പോവുമായിരുന്നു, പാടുമായിരുന്നു, ചിലപ്പോൾ അന്യഭാഷയൊക്കെ പറയുമായിരുന്നു. പക്ഷെ ദൈവത്തെ എനിക്ക് അറിയത്തില്ലായിരുന്നു. അന്യഭാഷയൊക്കെ കാണാതെയൊക്കെ പഠിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു കാലഘട്ടമായിരുന്നു. അങ്ങനെ ജീവിച്ചിരുന്നു. പിന്നെ ഗാനമേളയിലൊക്കെ ഞാൻ ഒരുപാട് സജീവ പ്രവർത്തനം ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ ആയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ 23-ാമത്തെ വയസ്സിലാണ് എൻ്റെ ഇടത് കാല് പെട്ടെന്ന് ഒരു വേദന ഉണ്ടായിട്ട് എൻ്റെ അഹം എന്താണെന്ന് അറിയത്തില്ല. കാല് നൂക്കാൻ പറ്റില്ല. അങ്ങനെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ എന്നെ കൊണ്ടുപോയി. അന്ന് രാവിലെ അവിടെ പരിശോധിച്ചിട്ട് അവർ വലിയൊരു നീഡിൽ എടുത്തുകൊണ്ടുവന്നു. ഞാൻ കരുതി ഇഞ്ചക്ഷൻ ആയിരിക്കുന്നു. പക്ഷെ ആ നീഡിലിന് അല്പം നീളം കൂടുതലായിരുന്നു. കൊണ്ടുവന്നിട്ട് ഇവരെന്റെ മുട്ട് വെച്ചിട്ട് എന്റെ മുട്ടിന്റെ ഇടയ്ക്കൂടെ കുത്തുവാണ്. അപ്പൊ ഞാൻ ആ ഡോക്ടറെ വിളിച്ച് പറയും, വേറെ എവിടെയെങ്കിലും കാലിൽ കുത്തിക്കൂ, ഈ മുട്ടിന്റെ ഇടയ്ക്കൂടെ തന്നെ കുത്തണോ? ആ ചിരട്ടയുടെ ഇടയ്ക്കൂടെ. അവര് കുത്തി എടുത്തപ്പോ പഴുപ്പാണ്. അപ്പൊ അവര് ഒരിക്കലല്ല, ഒത്തിരി പ്രാവശ്യം കുത്തി, പഴുപ്പെടുത്തു. അങ്ങനെ ഒരു 4 ദിവസം കുത്തിയെടുത്തു. നല്ല സഹികെട്ടു വേദനയെടുത്തു, നിലവിളിച്ചു. എന്നിട്ട് അവർ ഈ കാലിനെ കെട്ടിവെച്ചിട്ട് അമ്മയടുത്ത് പറഞ്ഞു, വീട്ടിൽ കൊണ്ടുപോയിക്കോ, ഇനി ഇങ്ങനെ ആവുമെങ്കിൽ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ എന്നെ അവിടെ നിന്ന് ടാക്സി പിടിച്ച് വീട്ടിൽ വന്നു. അങ്ങനെ വീട്ടിൽ കിടപ്പായി. എൻ്റെ അമ്മയ്ക്ക് അന്നത്തുള്ള സാമ്പത്തിക സ്ഥിതി വളരെയധികം ഇല്ലാഞ്ഞിട്ട്, കാരണം കാറിലെ കൊണ്ടുപോകണം, ബസ്സിൽ കൊണ്ടുപോകാൻ പറ്റില്ല, കാല് നീണ്ടായിരുന്നു, മടക്കാൻ പറ്റില്ല. അങ്ങനെ എന്നെ എന്ത് ചെയ്തു, വീട്ടിൽ തന്നെ ഇട്ടു. എന്താ ചുരുക്കം, അവിടെ കിടന്നു 4 മാസം. നിങ്ങൾക്കറിയാം, ഈ 4 മാസം കൊണ്ട് ഈ പഴുപ്പ് അകത്ത് വന്നു. അത് ഉറഞ്ഞ് നമ്മൾ പഴുത്ത ചക്ക ഉണ്ടല്ലോ, നമ്മളിങ്ങനെ കൈവച്ച് കുത്തിയാൽ ഇങ്ങനെ താന്നു പോകും. കുറെ കഴിയുമ്പോൾ ഇങ്ങനെ പൊങ്ങി വരും. അതുപോലെയാണ് എൻ്റെ കാല്, ഒറ്റക്കാല്. അപ്പൊ ആ കാല് എനിക്ക് മാറ്റാൻ പറ്റില്ല. ഞാനിങ്ങനെ 2 കൈ കൊണ്ട് താങ്ങി എടുത്താണ് ആ കാല് മാറ്റുന്നത്. അങ്ങനെ മാറ്റി. അങ്ങനെ ഇരുന്നപ്പോ എനിക്കത് എൻ്റെ ഈ ബാക്ക് സൈഡിൽ പിന്നെ ഒരു 4 മാസം കഴിഞ്ഞപ്പോൾ അതേ വേദന സംഭവിച്ചു. എൻ്റെ അടുത്ത കാലിലും അതേ വേദന വന്നു. അങ്ങനെ വന്നപ്പോൾ വീട്ടുകാരൊക്കെ ചർച്ച തുടങ്ങി, നാട്ടുകാരൊക്കെ സംസാരിച്ചു. അങ്ങനെ അവർ പറഞ്ഞു, ഇവിടെ ഒരു വ്യക്തിക്ക് ഇങ്ങനെ കാല് ഇതുപോലെ വന്നിട്ടുണ്ട്, അവര് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചത് കൊണ്ട് ഒറ്റക്കാലേ മുറിച്ചോളൂ, അല്ലെങ്കിൽ ഇത് 2 കാലിലായാൽ 2 കാല് മുറിക്കും. ഇതൊക്കെ ഞാൻ കേട്ടുകൊണ്ട് കിടക്കുവാണ്. നിങ്ങൾക്ക് നോക്കി, 23 വയസ്സായ ചെറുപ്പക്കാരൻ, 24 വയസ്സാണ് ഒരു വിവാഹപ്രായം അല്ലേ സാധാരണ. ഒരു നല്ലൊരു ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് കാല് മുറിക്കാൻ പോകും. ആ കിടക്ക് തന്നെ ഞാൻ ചിന്തിച്ചു, കർത്താവേ, കാലില്ലാത്ത എനിക്ക് കല്യാണം പോലും കഴിക്കാൻ പറ്റും, നല്ലൊരു ജീവിതം കിട്ടില്ല. എന്റെ മനസ്സിൽ അന്ന് കർത്താവെന്ന് വിളിച്ചില്ല, ഞാൻ ചിന്തിച്ചതാ. കാരണം ദൈവത്തെ അങ്ങനെ അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. പക്ഷെ വീട്ടുകാരെല്ലാം സംസാരിച്ച് അവർ ഡോക്ടറെ വിളിച്ച് കാര്യം സംസാരിച്ച് ഡോക്ടർ പറഞ്ഞു, ശരി എന്നാലും പെട്ടെന്ന് കൊണ്ടുവന്നേക്ക്, ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു കാലെങ്കിൽ പെട്ടെന്ന് ആ മുട്ടിന്റെ അവിടെ വെച്ച് മുറിക്കാന്നാ പറഞ്ഞത്. മുറിച്ചു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒറ്റ കാലെങ്കിലും കാണും. അത് കേട്ടപ്പോൾ ആക്ച്വലി ആ നിമിഷമാണ് അതിന്റെ സീരിയസ്നെസ് ഞാൻ വ്യക്തമായിട്ട്. അങ്ങനെ എല്ലാവരും തീരുമാനിച്ചു പിറ്റേ ദിവസം കൊണ്ടുപോകണമെന്നൊക്കെ പറഞ്ഞു. ഞാനന്ന് രാത്രിയിൽ പ്രെയർ ചെയ്യാം. പലപ്പോഴും ബൈബിൾ വീട്ടിൽ ഉണ്ടെങ്കിൽ വായിക്കാറില്ല. പക്ഷെ അന്ന് രാത്രി ഞാൻ ബൈബിൾ എടുത്തു. അന്ന് രാത്രി ബൈബിൾ എടുത്തു. ഞാൻ വായിച്ചത്, ഒരു കുഷ്ഠരോഗി യേശുവിന്റെ അടുത്തൊന്ന് പറയുന്നത്, യേശുവെ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കുക. യേശുവിന്റെ മറുപടി, എനിക്ക് മനസ്സുണ്ട്, നീ സൗഖ്യമാക്കുക. ഞാൻ അത് വായിച്ചതും ഞാൻ അന്നേ വരെ അറിയാത്തൊരു, എനിക്ക് ആരോ എന്നോട് പറയുന്നു, നിനക്ക് മനസ്സുണ്ടെങ്കിൽ നീ എന്നോട് പറയുന്നു. ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു, യേശു, ഞാൻ തുറന്നു പറയും, എനിക്ക് അങ്ങ് ആരെന്ന് അറിയത്തില്ല. അങ്ങ് ജീവിച്ചു മരിച്ചു ജനിച്ചു അടക്കപ്പെട്ടെന്നൊക്കെ പാസ്റ്റർമാര് പറയുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങ് ആരെന്നറിയില്ല. പക്ഷെ ഇന്ന് നീ എന്നെ ഈ കാലിൽ നിന്ന് സൗഖ്യമാക്കിയാൽ ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കുമെന്ന് ഞാൻ പറഞ്ഞത് എൻ്റെ ഉള്ളിന്റെ അകത്തായിരുന്നു. വെറുതെ അല്ല. ഞാൻ പറഞ്ഞത് യഥാർത്ഥമായി. കാരണം അന്ന് ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പോഴും അങ്ങനെ തന്നെ ചെയ്യും. അതിന്റെ അർത്ഥം, നമ്മൾ ഹോണസ്റ്റ് ആയിട്ട് ദൈവത്തോട് പറഞ്ഞുണ്ടല്ലോ, ദൈവം ചലിക്കാതിരിക്കത്തില്ല. ഞാനങ്ങനെ പറഞ്ഞു. നമുക്ക് ദൈവത്തെ അറിയില്ലല്ലോ. അങ്ങനെ
പറഞ്ഞു. പക്ഷെ എന്റെ മനസ്സിന്റെ അകത്ത് ഞാൻ സൗഖ്യമാണെന്ന് എനിക്കറിയില്ല. കാരണം നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലല്ലോ, അങ്ങനെ വിശ്വാസമൊന്നുമില്ലല്ലോ. പക്ഷെ പറഞ്ഞത് ഹോണസ്റ്റ് ആണ്, കർത്താവേ ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കും. ഞാൻ പറഞ്ഞു പതുക്കെ ഇങ്ങനെ കണ്ണടച്ചു. ചെറുതായിട്ട് കണ്ണടച്ചപ്പോ ഞാൻ ഉറങ്ങിയില്ല. എനിക്ക് മനസ്സിലായി എന്റെ മുറിക്കകത്ത് മുഴുവൻ ഒരു പ്രകാശം, ഭയങ്കര ഞാൻ കാണാത്ത ഭയങ്കര പ്രകാശം. പക്ഷെ അത് വെറും ഒരു പ്രകാശമല്ല, ഇന്നേ വരെ കാണാത്ത പ്രകാശം. അതൊരു വ്യക്തിയാണെന്ന്, ഇറ്റ്സ് എ പേഴ്സൺ. അതായത് ആ പ്രകാശം ഒരു വ്യക്തിയാണ്, വെറും ഒരു പ്രകാശമല്ല. അത് എത്ര സമയമെന്ന് അറിയത്തില്ല. പിന്നെ ഞാൻ കാണുന്നത് ഒരു കൈ എന്റെ ഈ കാല് തൊടുമ്പോ ഈ കൈ ഇങ്ങനെ ഇറങ്ങി പോകുമ്പോലെ എനിക്ക് തോന്നുന്നു, കാലിന്റെ അകത്തേക്ക്. ഞാൻ അങ്ങനെ കണ്ടു. ഞാൻ ഒന്നും അറിയാത്തത് കൊണ്ട് അങ്ങ് ഉറങ്ങിപ്പോയി. എന്താണെന്ന് അറിയത്തില്ലല്ലോ, ഇങ്ങനെ ഉണ്ടോന്ന് തന്നെ അറിയത്തില്ല, അങ്ങ് ഉറങ്ങിപ്പോയി. പിറ്റേ ദിവസം രാവിലെ വെപ്രാളപ്പെട്ട ആശുപത്രിയിൽ ഇപ്പൊ കൊണ്ടുപോകുമല്ലോ, ആ ഒരു വെപ്രാളം കൊണ്ട് പെട്ടെന്ന് എഴുന്നേറ്റിട്ട് ഞാൻ എന്റെ കാലിങ്ങനെ പതുക്കെ കാരണം ഈ കാലിനി ജീവിതത്തിൽ എനിക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ട് ആ കാലിനെ ഒന്ന് കൈ കൊണ്ടെടുത്ത് ഇങ്ങനെ മാറ്റിയപ്പോ ആ കാല് കൈ കൊണ്ടെടുക്കാതെ നോർമലായിട്ട് മടങ്ങി വന്നു. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ നോക്കുക, കാല് മടങ്ങാത്തതാ, 4 മാസം ചക്ക പോലെ ഇരിക്കും. ഞാൻ പെട്ടെന്ന് ഷീറ്റ് ഇങ്ങനെ എടുത്തപ്പോ ചക്ക പോലെ ഇല്ല, കാല് രണ്ടും നോർമലായിട്ട്, 2 കാലും ഒരേപോലെ ഇരിക്കും. ഞാൻ പെട്ടെന്ന് ചാടി ഇറങ്ങി. അപ്പോഴും അറിയത്തില്ല ദൈവം സൗഖ്യമാക്കി, ദൈവം കണ്ടത് അതൊന്നും ഒരു പിടിയില്ല, അതൊക്കെ മറന്നു. ചാടി എഴുന്നേറ്റു. ഞാനിങ്ങനെ നടന്നപ്പോ എനിക്ക് ജസ്റ്റ് നടക്കാം, അതായത് വേദനയുണ്ടല്ലേ, ഇങ്ങനെ നടക്കും. ഞാൻ പെട്ടെന്ന് അമ്മയെ വിളിച്ച്, അമ്മ നോക്കിയപ്പോ ഞാൻ നടന്നു വരുന്നു. എന്റെ കാല് നോക്കി, എന്റെ കാല് രണ്ടും ഒരുപോലെ. അപ്പോഴേ എനിക്ക് മനസ്സിലായത്, ഞാൻ അന്ന് രാത്രി ഇന്നലെ എന്തോ ഞാൻ കണ്ടു, എന്നെ എന്തോ വന്നു, ആരോ വന്ന് എന്നെ തൊട്ടു. എനിക്ക് മനസ്സിലായി അത് യേശു. ആ ഒറ്റ സൗഖ്യം. അല്ലെങ്കിൽ ഞാൻ ആലോചിച്ച് നോക്കി, ഈ പ്രായത്തിൽ എവിടെയെങ്കിലും കാലൊക്കെ മുറിച്ച് വല്ല ബൂത്തിലിരിക്കാണ്ടല്ലേ? എത്രേ സ്ഥലത്ത് ദൈവം എന്നെ കൊണ്ടുപോയി, എത്രേ സ്റ്റേറ്റിൽ, ഇന്ത്യയുടെ 90% സ്റ്റേറ്റിലും പോയി സുവിശേഷ വേല ചെയ്തു. നടന്നു, ഭയങ്കര സന്തോഷമായിരുന്നു നടന്നു പോകുന്നത്. കാരണം കാലില്ലായിരുന്നെങ്കിലോ, നടന്ന് ഗ്രാമങ്ങളിലെല്ലാം നടന്നു. ആ ഒറ്റ സൗഖ്യം എന്നെ ഒരു യഥാർത്ഥ ആരാധനക്കാരനായി മാറ്റി. എൻകൗണ്ടർ. ഞാൻ അന്നു മുതൽ ആരാധിക്കാൻ തുടങ്ങി എന്റെ യേശു. ആ സൗഖ്യമാണ് ഞാൻ യേശുവിനെ അറിയാൻ കാരണം. അന്നു മുതൽ ഞാൻ ചേഞ്ച് ആയി. എന്നെ അവിടെ മാത്രമല്ല, ദൈവം അന്ന് സൗഖ്യം ആയ മുതൽ ദൈവം എന്നെ നേരെ വൈവാമിൽ കൊണ്ടുപോയി. നിങ്ങൾക്കറിയാമോ, 24 വർഷം ഞങ്ങളെ കാണാൻ വരാതിരുന്ന എന്റെ പിതാവ് ഞങ്ങളെ കാണാൻ തിരിച്ചു വന്നു. ദൈവം എന്നെ ഫിസിക്കലി സൗഖ്യമാക്കി. വൈവാമിൽ കിടന്നപ്പോൾ ദൈവം എന്നെ ഇന്നർ ഹീലിംഗ് നടത്തി. അഹം സൗഖ്യമായി. വെറുപ്പായിരുന്നു, എന്റെ അപ്പനോട് വെറുപ്പായിരുന്ന അപ്പനോട് ഞാൻ ക്ഷമിച്ചപ്പോൾ, അത് റിലീസ് ചെയ്തപ്പോൾ സ്വർഗത്തിലെ ദൈവം തുറന്നു. ആ മനുഷ്യനെ തൊട്ടു. ആ മനുഷ്യൻ എന്റെ വീട്ടിൽ വന്നു ഞങ്ങളെ കാണാൻ. 24 വർഷം തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. അങ്ങനെ അന്ന് മുതൽ ഇന്ന് വരെ കർത്താവിന്റെ വേല ആ ഒരു അനുഭവത്തിന്റെ. പക്ഷേ ഇന്നും ആ അനുഭവമല്ല ദൈവത്തോട് നിർത്തിയിരിക്കുന്നത്. അനുഭവമല്ല, അതല്ല ദൈവം കൊണ്ടുവന്ന അനുഭവം. അതിനേക്കാളും ദൈവമായിട്ടുള്ള പേഴ്സണൽ ബന്ധത്തിലേക്ക് ദൈവം എന്നെ ഒരു അനുഭവം പെട്ടെന്ന് പറയാം. എന്റെ മോള് കൊച്ചിൽ 5 മാസമായിരുന്നപ്പോൾ വലിയ പഴുപ്പ് വന്നു. ഓപ്പറേഷൻ തീരുമാനിച്ച് 12,000 രൂപയായി. ഓപ്പറേഷന് കൊണ്ടുപോകുന്നതിന് അന്ന് രാത്രി എണ്ണ ഇട്ട് പ്രാർത്ഥിച്ചു, കൈ വെച്ചെന്ന് പ്രാർത്ഥിച്ചു. രാവിലെ ഇപ്പൊ ഓപ്പറേഷൻ ഉണ്ടാകാൻ വേണ്ടി നോക്കിയപ്പോ ആ പഴുപ്പ് കാണാനില്ല. എവിടെ പോയെന്ന് അറിയില്ല. പെട്ടെന്ന് ദൈവം എന്നോട് പറഞ്ഞു, ചെങ്കടലിലെ വെള്ളത്തെ 2ആയിട്ട് പിളർന്ന ദൈവത്തിനാണ് ജോർദാന്റെ വെള്ളം മാറ്റാൻ പറ്റാത്തത്. അപ്പഴാ എനിക്ക് മനസ്സിലായി, എന്റെ ഈ വലിയ കാലിലെ പഴുപ്പിനെ മാറ്റാൻ പറ്റിയ ദൈവത്തിനാണ് ഈ കൊച്ചു പഴുപ്പെടുത്ത് മാറ്റാൻ പറ്റുന്നത്. ഈ ഒരു ബന്ധമാണ് ദൈവവുമായിട്ട്. ദൈവം എന്നെ അങ്ങനെ കൊണ്ടുവന്നു. എനിക്ക് ദൈവദാസന്മാരെ ഇഷ്ടമില്ലായിരുന്നു, പക്ഷെ ദൈവം എന്നെ ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കാനായിട്ട് ദൈവം എന്നെ കൊണ്ടുവന്നു. അങ്ങനെ ദൈവത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോഴും പ്രവർത്തിച്ചിട്ടുണ്ട്. ഗോഡ് ബ്ലസ് യു. ദൈവ ഈ വചനങ്ങൾ, ഈ അനുഭവത്തെ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഗുഡ് ഫാദർ, ഹീസ് എ ഗുഡ് ഫാദർ. താങ്ക് യു പാസ്റ്റർ. ഗോഡ് ബ്ലസ് യു. കാണാം. ആമേൻ. മക്കളെ സുജയൊക്കെ ചോദിച്ചായിട്ട് പറ. തീർച്ചയായിട്ടും. Every day I pray for you and the children. Amen. Thank you so much. God bless. Amen. God bless you all. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. Thank you so much. Thank you, Pastor. Thank you, Pastor. Thank you, Pastor. നല്ല അനുഗ്രഹമായിരുന്നു സെഷനൊക്കെ. Welcome. Thank you, Pastor. Welcome.